ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ളത് അഗസ്ത്യന്റെ പ്രഭാവമാണ്. അത് നമ്മളൊന്നും അറിയാതെ പോയി കഴിഞ്ഞ ഈ അഗസ്ത്യൻ നമ്മൾ കണ്ടു ഇതിനകത്ത്. അഗസ്ത്യൻ ആരാണ്, അദ്ദേഹം എന്ത് ചെയ്തു? പക്ഷെ അഗസ്ത്യൻ എന്താ, ആ രാമന്റെ യുദ്ധത്തിലുള്ള ജയത്തിന് കാരണം അഗസ്ത്യനാണ്. രാമരാവണ യുദ്ധവേളയില് ആകാശത്ത് നിന്നാകണം അഗസ്ത്യ മുനി വന്നെത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം സൂര്യന് തുല്യം തേജോമയനായിട്ട് വന്ദിച്ചു നിന്ന ദാശരഥിയോട് മുനി ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സൂര്യമന്ത്രം ആദിത്യ ഹൃദയം ഉപദേശിച്ചു കൊടുക്കുന്ന അഗസ്ത്യനാണ്. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിത് ഞാനിടോ, താപത്രയവും വിഷാദവും തീർന്നു പോം, ആപത്ത് മറ്റുള്ളവയും അകന്നു പോവും. എന്താണ് രാമന് ആപത്ത്? രാമന്റെ നിയോഗമല്ലേ രാവണനെ കൊല്ലുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്താണ് പറയുന്നത് അഗസ്ത്യൻ ആപത്ത് അകന്നു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ആപത്തുകൾ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് അല്ല, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒരു നിയോഗത്തിന് വരുമ്പോൾ ആ നിയോഗം ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരും. അവിടെ നമുക്ക് എപ്പോഴും ഡയറക്ഷൻ, ഓരോ മന്ത്രം കൊടുക്കാനും ഇപ്പൊ ബല അതിബലയൊക്കെ വിശ്വാമിത്രൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 14 വർഷം ലക്ഷ്മണനെ കണ്ണു ചിമ്മാതെ ഇരുന്ന് ഉറങ്ങാതെ ആഹാരം കഴിക്കാതെ ഇവരെ രക്ഷിക്കാനും അതുവഴി ആ ഒരു ഇന്ദ്രജിത്തിനെ കൊല്ലാനുള്ള ഇന്ദ്രജിത്തിന്റെ ശാപത്തെ പൂർണ്ണമാക്കുകയാണ് അവിടെ. ഓരോന്നിനും ഓരോ നിയോഗമുണ്ട്. നമ്മുടെ ഭാരതീയ ഗുരു പരമ്പരയുടെ സവിശേഷത അതാണ്. ആർഷഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ആർഷഭാരതം? ഋഷി പ്രോക്തമാണ്. ആ ഋഷിമാര്, അതായത് ഋഷിമാരുടെ ദേശമാണ്. അവര് തപസ് ചെയ്ത് ജ്ഞാനത്തെ സ്ഫുടം ചെയ്തെടുത്ത ഒരു സ്ഫുടം ചെയ്തെടുത്തവരാണ് ഈ യോഗി വര്യന്മാര്. അവരുടെ ദേശമാണ് ഭാരതം. ഇപ്പൊ ലോകത്തിന്റെ ജ്ഞാനദീപമാണ് ഭാരതം എന്ന് പറയാൻ തന്നെ കാരണം ഇവരുടെ പ്രസൻസ് ആണ് ഇവിടെ. അപ്പൊ അഗസ്ത്യ ഋഷി വന്നണഞ്ഞത് തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള ആദിത്യ ഹൃദയ മന്ത്രം ശ്രീരാമന് കൊടുക്കാനാണ്. എന്തിനാണ് ഈ ഓരോന്നിനും നമ്മൾ ഈ മന്ത്രം തരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശ്രീവിദ്യ ഉപാസന എന്ന് പറഞ്ഞ മന്ത്രങ്ങളുടെ ഒരു കളിയാ. എന്തിനാ ഈ മന്ത്രം തരുന്നത്? നിങ്ങളുടെ ജീവിത വിജയത്തിന്. നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന അജ്ഞാനത്തെയും ആ ആവരണത്തെയും മാറ്റി ഓരോ പടികൾ കടന്ന് എവിടെ നിന്നാണോ വന്ന് ഈ ഭൂമിയിൽ പതിച്ച നമ്മള് അതിനകത്തോട്ട് എനിക്ക് ദേവിയെ വേണമെന്ന് ചുമ്മാ പറഞ്ഞ ദേവിയെ കൈ കൊണ്ട് തരാൻ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങളുടെ ഹാർഡ് വർക്ക് വേണ്ടേ? ഇപ്പൊ ഞാൻ കണ്ടാ പോരാ, വേറൊരാൾ കണ്ടാ പോരാ, നിങ്ങൾക്ക് സ്വയം കാണണം. ആ കാണണമെങ്കിൽ ഞാൻ തന്നെ പരിശ്രമിക്കണം. അതിനല്ലേ ഈ മന്ത്രം തരുന്നത്. ഇപ്പൊ നോക്കൂ, ശ്രീരാമന് യുദ്ധവിജയത്തിന് അഗസ്ത്യ മഹർഷി എന്താ കൊടുക്കുന്നത്? അതിശ്രേഷ്ഠമായിട്ടുള്ള ആദിത്യ ഹൃദയ മന്ത്രം, ആദിത്യന്റെ ഹൃദയമന്ത്രം. ആദിത്യൻ സൂര്യകുലത്തിൽ ജനിച്ച ശ്രീരാമന് കൊടുക്കുന്നത് ആദിത്യ ഹൃദയ മന്ത്രമാണ്. ആ മന്ത്രം അദ്ദേഹം ജപിക്കുമ്പോൾ അത് എത്രത്തോളം പ്രഭാവമുള്ളതായിട്ട് തീരുന്ന നമുക്കറിയാം. ആ മന്ത്രം തുടങ്ങുന്നത് എന്താ? സന്താപനാശകരായ നമോ നമോ, അന്ധകാരാന്തകരായോ നമോ നമോ, ചിന്താമണേ ചിദാനന്ദായതേ നമ എന്നാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ആ മന്ത്രം, ആ സന്താപത്തെ, നിനക്ക് വരുന്ന ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള ആ ഒരു മന്ത്രമാണ് നിനക്ക് തരാം. അതായത് മനസ്സുകളാണ് സന്താപത്തെയും സന്തോഷത്തെയും ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ അത് ഇല്ലാതാക്കാൻ, അല്ലയോ ദാശരഥി, നിനക്ക് അഗസ്ത്യൻ ആകാശമാർഗേണ വന്നു ചേരുകയാണ് ഈ യുദ്ധത്തിൽ. എന്താ? ആദിത്യ ഹൃദയ മന്ത്രം കൊടുക്കാൻ. അപ്പൊ എന്താ? താപത്രയങ്ങള് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ താപത്രയങ്ങൾ, അത് രാമനും ഉണ്ട്. അദ്ദേഹം അതുകൊണ്ടാണല്ലോ കാട്ടിലെ, അദ്ദേഹത്തിനും ശാപം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അതെല്ലാം അനുഭവിച്ചു തീരണമെന്നും നമ്മൾ കണ്ടത്. അപ്പോ നമുക്കും എല്ലാം എങ്ങനെയാണോ മനുഷ്യജന്മത്തിൽപ്പെട്ട എല്ലാവർക്കും ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം, 3 ദുഃഖങ്ങളെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ മന്ത്രം കൊടുത്തിട്ട് അഗസ്ത്യൻ എന്താ പറയണത്? നിനക്ക് ശത്രു വിനാശനം വരും, നിനക്ക് രോഗവിനാശനം വരും. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിന്റെ ആദിത്യ മണ്ഡലം, നിന്റെ ഉള്ളിലെ സൂര്യമണ്ഡലം പ്രകാശിക്കുമ്പോൾ നിനക്ക് എന്താ വരും? നിനക്ക് ശത്രുനാശം, നിനക്ക് എല്ലാത്തിനെയും ജയിക്കാൻ പറ്റും. ആ സൂര്യമണ്ഡലത്തിലാണ് ജീവാത്മാവ് വസിക്കുന്നത്. നിന്റെ ഹൃദയപത്മത്തിലാണ് ആ ജീവാത്മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ജപിക്കൂ. അപ്പൊ ദേവാസുരന്മാർക്കും എന്താ, യക്ഷകിന്നരന്മാർക്കും താപസന്മാർക്കും എല്ലാം എന്താ, സൂര്യനെയാണ് ഭജിക്കണം നമുക്ക് കാണാം. പണ്ട് പഞ്ച ആയതന പൂജയില് ആദ്യത്തെ ദേവത, നമുക്ക് ദൃഷ്ടിക്ക് ഗോചരമാകുന്ന ദേവത സൂര്യനെയാണ് എല്ലാവരും രാവിലെ എഴുച്ച ഭജിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീചക്രത്തിലെ ആദ്യത്തെ റൈറ്റ് സൈഡില്, ശ്രീചക്രത്തിലെ ദേവിയുടെ ആ ഒരു ചിന്താമണി ഗൃഹത്തിലോട്ട് പോകുമ്പോൾ ദേവിയുടെ ആ ഒരു ബിന്ദുവിന്റെ ഏറ്റവും താഴത്തെ സ്ക്വയറിൽ ആദ്യത്തെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് സൂര്യമണ്ഡലമാണ്, സൂര്യദേവനാണ്. അപ്പോ ആ സൂര്യമണ്ഡലത്തിലാണ് ദേവി ഇരിക്കുന്നത് നമ്മുടെ ജീവാത്മാവായിട്ട്. അപ്പൊ എന്താ, ഏത് ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം നമ്മൾ ജപിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് താപത്രയങ്ങളുണ്ട്. നമ്മളെല്ലാം എന്താ പറയാ, ഇല്ലാതാക്കിയിട്ട് വന്നവരല്ല. അപ്പൊ ശ്രീരാമന് പോലും ഈ മന്ത്രം അദ്ദേഹം കൊടുക്കണമെങ്കിൽ എന്താ അതിന് കാരണം? ആ ഒരു
കുംഭസംഭവന്റെ അഗസ്ത്യന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു അനുഗ്രഹത്തോടു കൂടി ആദ്യത്തെ ഹൃദയം കൊടുക്കുന്നുണ്ട്. ഏത് ഗുരുക്കന്മാരുടെ ഉള്ളിൽ നിന്നും അനുഗ്രഹത്തോട് കൊടുക്കുന്ന ഒരു മന്ത്രം ആ ആൾക്ക് ശത്രുനാശത്തിനും തന്റെ സ്വന്തം വിജയത്തിനും കാരണമാവും. ഭാരതീയ ഗുരുപരമ്പര എന്താണെന്ന് നമ്മൾ അറിയണം. അതിൽ നിന്നാണ് ശ്രീവിദ്യാ മന്ത്രം വന്നിരിക്കുന്നത്. ഗുരുപരമ്പരയിലൂടെ മാത്രം കിട്ടുന്ന ഒരു മണിമുത്താണ് ശ്രീവിദ്യാ മന്ത്രം. അവർക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇല്ലാതെ നമ്മുടെ ഗുരുപരമ്പരയെ വന്ദിക്കാതെ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് സാധനയിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റാൻ എന്താ, അവര് മാത്രമേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. അവരുടെ പാദപത്മങ്ങൾ മാത്രമേ നമുക്ക് വെച്ചാൽ കാണാത്ത ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെ കാണും? അവരല്ലേ കാണാത്തടത്ത്. നമ്മൾ ഇലക്ട്രിസിറ്റിയെ കാണുന്നില്ല. നമ്മുടെ ഗുരുക്കന്മാര് മരിച്ചുപോയി നമ്മുടെ ശരീരം വിട്ട് സമാധിസ്ഥരായ ഗുരുക്കന്മാരെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഓരോ അടിയിലും അവരുടെ അനുഗ്രഹവും അവരുടെ എന്താ പറയാ അവര് നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്നും അനുഭവം കൊണ്ട് 100% അറിയുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാം, ആ ഒരു സാധനാ തലത്തിൽ കയറുമ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ആ ഒരു ഗുരുപരമ്പരയ്ക്ക് സറണ്ടർ ചെയ്ത് ആ മഹാശക്തിയുടെ മഹാഗുരുരൂപിണിയായിട്ടിരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്തിച്ചേരണമെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് എന്താ, ഞാൻ അതുകൊണ്ടാണ് ഈ ഉത്തരകാണ്ഡം എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഇത് 2 വർഷം മുമ്പേ പഠിച്ച സംഭവമാണ്. സാധനയുടെ പല പല തലങ്ങളാണ് ഈ പറഞ്ഞ രാമഹൃദയവും ഉത്തരകാണ്ഡവും. ഇതുവരെ കേട്ട ആ ഒരു രാമായണമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ പടിയും നമ്മൾ മനസ്സിലാക്കി പോകേണ്ട തത്വങ്ങൾ മാത്രമാണ്. കുറച്ച് കഥകൾ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് വരുന്നെങ്കിലും കഥകളെല്ലാം തന്നെ രാക്ഷസന്മാരെ കൊന്നു, രാവണനെയും കൊന്നു കഴിഞ്ഞപ്പോ എന്താ, ആ ഒരു രാമന്റെ വിജയം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടത്? രാക്ഷസന്മാരെ കൊന്നു കഴിഞ്ഞു, അദ്ദേഹം പട്ടാഭിഷേകം കഴിഞ്ഞു, രാജാവായി. ഇനി എന്താ? രാജാവായുള്ള അടുത്തത് ഇനി നമുക്ക് അടുത്തത് രാമന്റെ ലക്ഷ്യം എന്താ? ആ പ്രജകളെ നന്നായിട്ട് പാലിച്ചിട്ട് അദ്ദേഹത്തിന് എന്താ, സരയൂ നദിയിൽ സ്വദേഹത്യാഗം ചെയ്യണം. എല്ലാം മനുഷ്യനായിട്ട് ജനിച്ചവർക്കെല്ലാം ദേഹത്തിന് അന്ത്യമുണ്ട്. അത് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ്. അപ്പൊ നമുക്കിന്ന് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ അടുത്ത ഇതിനെയാണ് രുദ്രഖണ്ഡം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ശരീരത്തിന്റെ തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ചു, വിഷ്ണു ഗ്രന്ഥിയും കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു അറിവിന്റെ തലത്തിലേക്ക് പോകണം. കഥകൾ കേട്ട് രാക്ഷസന്മാരെ ഇല്ലാതാക്കി വഴിയിലിരിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ 3ാമത്തെ തലത്തിൽ കയറുകയാണ്. നിങ്ങളും മനസ്സുകൊണ്ട് അതുപോലെ തന്നെ ചിന്തിക്കണം. നമ്മുടെ ആജ്ഞാചക്രമായിരിക്കുന്ന രുദ്രഗ്രന്ഥി, രുദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അഗ്നിയുടെ സ്വഭാവം. എന്തൊക്കെയാണോ അവിടെ ദഹിപ്പിക്കാൻ പറ്റുന്നത് അതെല്ലാം അവിടെ ദഹിപ്പിച്ച് അവിടെ പിന്നെ അതിന് മേളിലോട്ട് കർമ്മങ്ങളില്ല, കർമ്മഗതിയില്ല, കർമ്മം അവിടെ അവസാനിക്കുക. അവിടുന്ന് എന്താ, ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി മുകളിലോട്ടുള്ള ഊർധ്വ മണ്ഡലങ്ങളിലേക്ക് ഉള്ള യാത്ര. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഇതിനെ ഈ ഉത്തരചരിതത്തിന് നമ്മൾ രുദ്രഖണ്ഡം എന്ന് പറയാറുണ്ട്. വാൽമീകി രാമായണത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് നമ്മൾ കണ്ടു ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം ഉത്തരഖണ്ഡത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. നമ്മളൊരു കഥ കേട്ട്, അതായത് അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ശരിക്കും നമ്മുടെ ദൃഷ്ടികോണിലൂടെയാണ്. ഏത് കഥയും, ഒരു സിനിമാ കഥയാവട്ടെ, ഒരു നോവല് വായിക്കുമ്പോഴാവട്ടെ, രാമായണം തന്നെ ആയിക്കോട്ടെ, നമ്മുടെ വീക്ഷണകോണം, നമുക്ക് പ്രത്യേകമായിട്ട് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയും. നമ്മൾ അതിലാണ് ഉറച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കാരണം എന്താ, അത് നമ്മുടെ ജീവിതം, അതാണ് സ്വഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ ഇടപെട്ടിരിക്കുന്ന ആളുകൾ, ഇതുവരെ നമ്മൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആ പറഞ്ഞ ബാഹ്യമായിട്ടുള്ളതും ആന്തരികമായിട്ടുള്ള സംസ്കാരത്തിന്റെ വികസനം, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം. ആ ഒരു കണ്ണിൽ കൂടെ അല്ലാതെ പെട്ടെന്ന് നീ ഇത് കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോ നമ്മൾ എന്താ ആ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ചില സംഗതികളെ എപ്പോഴും രാമായണം, നമ്മളിപ്പോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ ചില പ്രധാന സംഗതികളെ മനസ്സിൽ വച്ചിട്ടേ നമ്മൾ രാമായണം പോലെയുള്ള ഒരു ഇതിഹാസം വിലയിരുത്താൻ പറ്റൂ. നമ്മുടെ വിലയിരുത്തലിനപ്പുറമാണ് രാമായണം എന്നൊക്കെ പറയുന്നത്. വ്യക്തിഗതമായിട്ടുള്ള വിലയിരുത്തലുകൾ നമ്മൾ എന്താ പറയാ, ആ വളർന്ന പശ്ചാത്തലമൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം, അത് ആത്മീയ പുരോഗതിക്ക് ഉൾക്കൊള്ളാനാണെന്ന് കണ്ടിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക മേധാശക്തി ഇതിന് വേണം. എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അത് എന്താ ഞാൻ പറയാ, അതിന് ഇനിയിപ്പോ മനസ്സിലായില്ലെങ്കിൽ തന്നെ ഇതെല്ലാം ഒന്ന് കേട്ട് മനസ്സിൽ വെക്കുക. ആ ഒരു മേധാശക്തിക്ക് എന്ത് വേണം? ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കണം. നമ്മൾ സരസ്വതി ദേവിയെ പൂജിക്കുന്നവരാണില്ലേ. ദേവിക്ക് 3 തലങ്ങളുണ്ട്: മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. പഞ്ചദശി മന്ത്രത്തില് ദേവി സരസ്വതി സ്വരൂപിണിയാണ്. എല്ലാ ഭോഗങ്ങളും തന്ന് അവസാനം നമുക്ക് മോക്ഷത്തിലേക്കുള്ള ജ്ഞാനം തരുന്ന സ്വരൂപിണി. പഞ്ചദശി മന്ത്രം ജപിക്കുന്നവരെല്ലാം അൾട്ടിമേറ്റ്ലി ദേവി സരസ്വതിയെ പൂജിക്കുന്നു. ദേവിക്ക് ചാമരം വീശുന്ന ഒരാളാണ് സരസ്വതി ദേവി. അപ്പൊ തീർച്ചയായിട്ടും മഹാദേവിയെ പൂജിക്കുന്നവർക്ക്, മഹാദേവിയെ സേവിക്കുന്നവരുടെ അനുഗ്രഹം കിട്ടുന്നുള്ളത് ഷുവറാണ്. അപ്പൊ ആ മേധാശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ എന്താ, ആ മനുഷ്യ ജന്മത്തിന്റെ ഊർധ്വഗതി
അതിന് വേണ്ട മുത്തുക്കള് ഈ രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മള് ആ രാമപട്ടാഭിഷേകം വെച്ച് സന്തോഷ മുഹൂർത്തത്തിൽ നിർത്തും, വീണ്ടും നമുക്ക് ദുഃഖങ്ങൾ വരും. ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ ചോദിക്കും. നമ്മൾ 30 ദിവസം രാമായണം വായിച്ചവരാണ്, എനിക്കിതാ വീണ്ടും ദുഃഖം വന്നു. രാമായണം നമുക്ക് കുറെ ഫലപ്രാപ്തി തരുന്ന ഒരു പുസ്തകമല്ല. അത് നമ്മുടെ ജീവിതത്തില് ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക്, ഒരു സാധകനെ സംബന്ധിച്ച് തന്റെ മോക്ഷമാകുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കുന്ന ഒരു ബുക്കാണ്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോളും. ഇല്ലെങ്കിൽ എന്താ, ഒന്നും നമ്മളെ എന്താ പറയുക, ഇതെല്ലാം വായിച്ചു ഒന്നും നമ്മളെ ബാധിക്കാത്ത മട്ടില് നമുക്ക് ആ ഒരു അങ്ങനെ ത്യജിക്കാനും എടുക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അത് അവരവരുടെ എന്താ പറയുക ബേസിക് ക്വാളിറ്റി അനുസരിച്ച് ചെയ്യാം. എനിക്ക് പറയാനേ പറ്റുള്ളൂ, എങ്ങനെ വേണമെങ്കിലും ഇതിനെ സ്വീകരിക്കാം. അപ്പോ ആ ഒരു എന്താ, പക്ഷെ നമുക്ക് ചില കാര്യത്തിൽ ഒരു തന്റെ ഇടം വേണം. ഞാൻ ഇത് സ്വീകരിക്കും, എന്റെ ജീവിതത്തിൽ എനിക്കിത് മാറ്റം വരുത്തണം എന്നുള്ള ഒരു തന്റെ ഇടം ഉണ്ടാവണം. എന്നാലേ ഈ രാമായണം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുവാനായിട്ടുള്ള ഒരു സാധന ക്രമമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. കാരണം ഇതൊരു സാധനയാണ്. എന്നുവെച്ചാൽ സിദ്ധന്മാരുണ്ടാവണമെങ്കിൽ സാധന വേണം. സാധന ചെയ്തിട്ട് സാധ്യമായ കാര്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിലോട്ടുള്ള യാത്ര. നമ്മൾ എന്താ ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, വേദമേ ഉണ്ടായിരുന്നുള്ളൂ, 4 വേദങ്ങൾ ഉണ്ടായിരുന്നു. വേദം എന്ന് പറഞ്ഞ അറിവാണ്, ദാറ്റ് ഈസ് നോളജ് എന്നാണ് അർത്ഥം. വേദം അറിവിന്റെ ഭണ്ഡാരമാണ്. അതിന്നാണ് നമ്മൾ ഇങ്ങനെ ചോർത്തി പണ്ട് ത്രേതായുഗത്തിന് മുമ്പേ നമ്മുടെ കൃതയുഗത്തിലേക്ക് വേദം പൂർണ്ണമായിട്ട്, അവർക്ക് ഇങ്ങനെ ബുക്കിന്റെ ഒന്നും ആവശ്യമില്ല, അവർ പൂർണ്ണമായിട്ട് വേദജ്ഞന്മാരായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചോർത്തി എടുത്തിട്ട് എന്താ, വേദവ്യാസൻ എന്ത് ചെയ്തു, ആ ഒരു സാധനാ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം ചേർത്തിട്ട് കലിയുഗത്തിലുള്ള ആളുകൾക്ക്, ദ്വാപര യുഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി, അവരെ കലി ബാധിക്കുന്നതിന് മുമ്പേ, ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ രാമായണം വരുന്നത് ദ്വാപര യുഗത്തിന്റെ അന്ത്യത്തിൽ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വധാമത്തിലേക്ക് പോയി കലി ആരംഭിക്കുന്നതിന് മുമ്പായിട്ടാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ വ്യാസന്റെ ഈ അധ്യാത്മ രാമായണം വരുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ ത്രേതായുഗത്തിൽ രാമന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. വാൽമീകി 56,000 ശ്ലോകങ്ങളിലൂടെ ആ വാൽമീകി രാമായണം എന്ന് പറഞ്ഞ്, അതാണ് യഥാർത്ഥ രാമായണം. വാൽമീകി എന്താ പറയാ, കൂടെ ജീവിച്ച, വാൽമീകിയുടെ കാലത്ത് ജനിച്ച ആളാണ് രാമൻ. അപ്പൊ വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ട്. വാൽമീകി രാമന്റെ കുട്ടികൾക്ക് രാമായണം പറഞ്ഞു കൊടുത്ത് അയോധ്യയിൽ ചെന്ന് അവർ പാടിയിട്ടുണ്ട്. ഇതെല്ലാം നടന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ത്രേതായുഗമായിരുന്നു. അപ്പൊ ആ യുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് സത്യം. അപ്പൊ ഇതെന്തുകൊണ്ട് വ്യാസൻ എടുത്തു എന്ന് ചോദിച്ചാല്, ഈ പറഞ്ഞ വേദങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് കാലക്രമേണ കാലത്തിന്റെ പ്രയാണത്തില് ആ കൃതയുഗം, ദ്വാപരയുഗം എന്നൊക്കെ ഇങ്ങനെ വന്ന് എന്താ അവസാനം കലിയുഗത്തിലെത്തിയ മനുഷ്യന് സാധാരണയുള്ള മേധാശക്തി പോലും ഇല്ലാതായി. അവര് അന്തർമുഖരല്ലാതായി. അവർക്ക് ബാഹ്യമായിട്ടുള്ള ആ ഒരു സാധനങ്ങളില് എന്താ, മാനിനെ തേടി സീതയെ പോലെ അവര് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ആകർഷ്ടരായിട്ട് എന്താ, സ്വന്തമായിട്ടുള്ള യഥാർത്ഥ ധർമാർത്ഥ കാമ മോക്ഷങ്ങളില് മോക്ഷത്തെ മറന്നവർ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വേദവ്യാസൻ തന്റെ പ്രാഗൽഭ്യം കൊണ്ട് സാധനാ മാർഗത്തിലുള്ളവർക്കും അല്ലാത്തവർക്കും അതിലേക്ക് ഉയരുവാൻ, വേദം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഈ രാമായണം പഠിച്ച് രാമന്റെ തത്വം ഉൾക്കൊണ്ടാൽ മതി. വേദം പഠിക്കണമെന്നൊന്നുമില്ല. ആ വേദ തത്വങ്ങൾ വളരെ ഡയല്യൂട്ട് ചെയ്ത് കഥാരൂപത്തിൽ വേണ്ടി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ആ വേദവ്യാസൻ വേദത്തെ പകുത്തതുപോലെ, നാലാക്കിയതുപോലെ ഈ പറഞ്ഞ വേദങ്ങള്, അത് കഴിഞ്ഞ് വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുക്കളാണ്. ആ ഉപനിഷത്തുകളിലൂടെ, അതിലൂടെ എന്താ, വീണ്ടും നമുക്ക് കുറച്ചുകൂടെ താഴെ വന്നു പുരാണങ്ങളിലൂടെ, പുരാണം എന്ന് പറഞ്ഞാൽ കഥ രൂപേണ കൊണ്ടുവന്ന് അവര് നമുക്ക് തന്നു. കാരണം ഈ പറഞ്ഞ ഓരോ മനുഷ്യരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, മോക്ഷമാണെന്ന് അറിഞ്ഞ് അവർക്ക് ആ ലക്ഷ്യം പെട്ടെന്ന് നേടാൻ പറ്റില്ല. അവര് താഴെ ഭൂമിയിൽ പതിച്ചവരാണ്. അപ്പോ സാധനാ മാർഗത്തിലുള്ളവർക്ക് ഇതിൽ നിന്നുള്ള മുത്തുക്കൾ അവര് കഥയിലൂടെ എടുക്കട്ടെ, ആ കഥയിലൂടെ അവരറിയട്ടെ. പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വേദമന്ത്രങ്ങൾ പറഞ്ഞാല് അവർക്ക് മനസ്സിലാവില്ല. അതിനുള്ള കർമ്മങ്ങള് അവര് ചെയ്യുന്നില്ല. വേദ അധ്യയനം വേണം. വേദാധ്യയനത്തിന് എന്താ, ആ നിത്യമായിട്ടുള്ള അഗ്നിഹോത്രം വേണം. ഒരുപാട് അതിന്റെ ചുറ്റുപാടുകളുണ്ട്. ഒരു ആളുടെ വീട്ടിൽ തന്റെ ഗുരുകുലത്തിൽ പോയി താമസിക്കണം. അതിൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകൾ. ഡയറക്റ്റ് രാവും പകലും വേദമന്ത്രങ്ങൾ ഉരുവിട്ട് പഠിക്കണം. അതിന്റെ അർത്ഥങ്ങൾ ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കണം. അതൊന്നും ഇന്ന് കലിയുഗത്ത് പറ്റില്ല. കാരണം നമ്മൾ വേറെ വിദ്യാഭ്യാസ രീതി തന്നെ മാറിപ്പോയി. അപ്പൊ ഈ പുരാണങ്ങള്, രാമായണം എന്ന് പറയുന്ന ഇതിഹാസം തന്നെ വേദവ്യാസൻ നമുക്ക് തന്നിരിക്കുന്നത് കലിയുഗത്തിന് തൊട്ട് മുമ്പാണ്. അതെന്തിനാണ്? നമ്മുടെ സാധനാ മാർഗത്തിൽ നമ്മളെ ഉയർത്താൻ. ഇതെല്ലാം തന്നെ എന്തിനാണ്? നമ്മുടെ മനസ്സിന്റെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു നിലയിലേക്ക് ഉയർത്താൻ. എന്താണ് സംസ്കാരം? ഈ പൂർവ്വചിത്തി തന്നെയാണ്. ഈ പൂർവ്വചിത്തി എന്ന് പറയുന്ന പൂർവ്വജന്മ സംസ്കാരം, വാസനകള്, ഓരോ കർമ്മങ്ങളും, നമ്മുടെ കർമ്മങ്ങളെല്ലാം
മാനസികം, വാചികം, ഈ സ്ഥൂല ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്നായിട്ട് തിരിക്കാം. 3-4 തലത്തിലുണ്ട്. അതിലോട്ടൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. അപ്പൊ കർമ്മത്തിന്റെ ഒരു സംസ്കാരം, ഞാനൊരു ഇറച്ചി വെട്ടുകാരന്റെ സംസ്കാരം, ഒരു മീൻ വിൽക്കുന്ന ആളിന് മീൻ വിൽക്കുന്ന സംസ്കാരം. കാരണം ജനിച്ച കുലം, വളർന്ന സാഹചര്യം എല്ലാം അതിനെ ബാധിക്കും. വളരെ റയറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് സംസ്കാരത്തില് ജനിച്ചാലും നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പോലെ ഉയർന്ന വ്യക്തികൾ, ഏത് സംസ്കാരത്തിനും അവരെ താക്കാൻ പറ്റില്ല. അവർ അവിടുന്ന് ഈ ഉജ്ജ്വലിച്ച് സൂര്യനെ പോലെ ഇല്ലെ ചന്ദ്രനെ പോലെ ഉയർന്ന നഭസിൽ തിളങ്ങി ലോകത്തിന് മുഴുവനും മാതൃകയായിട്ട് ജീവിച്ചിട്ട് അവർ പൊലിഞ്ഞു പോകും. അത് വളരെ റയറാണ്. അല്ലെങ്കിൽ എന്താ, ഈ പൂർവ്വചിത്തി എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരം എപ്പോഴും നമ്മളോട് കാണും. അതാണ് ചിത്തം. അതാണ് നമ്മൾ ചിത്തശുദ്ധി വരുത്തണം എന്ന് പറയുന്നത്. അപ്പോ ആ സംസ്കാരത്തെ ഉയർത്തണം. ഉയർന്ന സംസ്കാരം ഉണ്ടെങ്കിൽ അടുത്ത ജന്മങ്ങൾ നന്നാവുള്ളൂ. സംസ്കാരം എന്ന് പറഞ്ഞാല് സംസ്കരിച്ച് വെക്കുന്നത്. നമ്മളിപ്പോ എന്താ, മാങ്ങ ഇല്ലെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ള കാലത്ത് അതിനെ എടുത്ത് എന്ത് ചെയ്യും, നമുക്കില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സംസ്കരിച്ച് വെക്കും. ഉപ്പിലിട്ട് വെക്കും മാങ്ങ, ഇല്ലെങ്കിൽ എന്താ പൈനാപ്പിളൊക്കെ ജാമാക്കി വെക്കും. എന്നിട്ട് എന്താ, മഴക്കാലമൊക്കെ വരുമ്പോൾ ഈ ഫ്രൂട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എടുക്കും. അതിനാണ് സംസ്കരിക്കുക. കുറെ കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പൊ ഈ കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ മാറ്റിവെച്ച ചിത്തത്തിൽ നിന്നാണ് ഈ ജന്മങ്ങൾ വന്നു ചേരുന്നത്. അവിടെ നല്ല കർമ്മങ്ങളില്ലെങ്കിൽ, അവിടുത്തെ സംസ്കാരം നല്ലതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ജന്മങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. എന്തൊക്കെ നമ്മൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇട്ടിട്ട് പോകും. അതിനോടുള്ള ഒരു ശ്രദ്ധ കാണില്ല. നമുക്ക് അതിൽ ഉയരാൻ പറ്റില്ല. അപ്പോ ഈ കഥകളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ മനുഷ്യന്റെ മാനുഷിക തലത്തിൽ വ്യാഖ്യാനിച്ച് മനുഷ്യന്റെ അനുഭവങ്ങളാക്കി തീർക്കണം. നമ്മുടെ തന്നെ അനുഭവങ്ങളാക്കി. നമ്മളും ഇതുപോലെ പലതും സഹിച്ചിട്ടുണ്ട്, പലതും പുറത്തു പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ കടന്നുകൂടി. നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് പട്ടുമെത്തയിൽ ഇരിക്കണവരല്ല. ജീവിതം ഏത് ദരിദ്രനും ധനികനും എല്ലാം അതിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങളും സംഘർഷങ്ങളിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോ നമ്മുടെ അനുഭവങ്ങളായിട്ട് എടുത്ത് ഇതൊരു സിനിമാ കഥയോ കാൽപ്പനികമായിട്ട് ഒരു കൃതിയോ ആയിട്ട് തോന്നരുത് രാമായണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഒരു സാധകനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം കേട്ട് ഒരു പ്രാവശ്യം അതിന്റെ അർത്ഥതലങ്ങളിൽ സഞ്ചരിച്ചാൽ ആ രാമനാമം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ശുദ്ധീകരിക്കുന്ന മാത്രമല്ല, രാമായണം പിന്നെ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. രാമായണത്തിൽ കുറെ വാക്കുകളല്ല, തത്വങ്ങളാണ് പ്രധാനം. രാമായണത്തിന്റെ അവസാന ഭാഗത്തില് രാവണന്റെ ലങ്കയിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ലങ്കയില് രാവണന്റെ ലങ്കയില് 1 വർഷക്കാലം കഴിച്ച സീതയെ എല്ലാവർക്കും രാമൻ ഉൾപ്പെടെ തന്നെ പതിവൃതയാണെന്ന് അറിയാമായിരുന്നിട്ടും അഗ്നിപ്രവേശം നടത്തി. അഗ്നി ഭഗവാൻ തിരിച്ചു കൊടുത്തു. ആ ദേവിയെ സ്വീകരിച്ച് സന്തോഷമായിട്ട് അയോധ്യയിലെത്തി. രാജാവായി പട്ടാഭിഷേകം ചെയ്തു. രാജ്യം ഭരിക്കുവാൻ തുടങ്ങി. വീണ്ടും പ്രശ്നം വന്നു. 3 വർഷമാണ് അവര് രാജ്യ അഭിഷേകത്തിന് ശേഷം സന്തോഷമായിട്ട് ജീവിച്ചത്, ഭാര്യയും ഭർത്താവുമായിട്ട്. ജീവിതത്തില് 14 വർഷം കാട്ടിൽ കഴിഞ്ഞു. കാട്ടിൽ കഴിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മൾ ഒരു ദിവസം കാട്ടിൽ താമസിക്കുമ്പോൾ അറിയാം, പട്ടുമെത്തയിൽ രാജകുമാരിയായിട്ട് ജനിച്ച രാജാവിന്റെ മകളായിട്ട്, രാജകുമാരിയായിട്ട്, രാജപത്നിയായിട്ട്, ഒരു ദശരഥ മഹാരാജാവിന്റെ മരുമകളായിട്ട് വന്ന സീത എങ്ങനെയാണ് ഒരു ദിവസം ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും കാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല, എളുപ്പമല്ല. കാരണം ഒരു സുഖ സൗകര്യവും ഇല്ലാതെ ബാഹ്യ ലോകത്തിൽ നിന്ന് നമ്മൾ ആന്തരിക തലത്തിൽ കടക്കുന്ന പോലെയാണ് വനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ സ്റ്റേജ് എത്തുമ്പോൾ വനത്തിൽ പ്രസ്താവിക്കണം എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ ബഹളങ്ങളിൽ നിന്ന്, വച്ചുകെട്ടലുകളിൽ നിന്ന്, ഒരുപാട് അഭിനയങ്ങളിൽ നിന്ന്, പല സംഘർഷങ്ങളിൽ നിന്ന് മനസ്സ് വിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ വാനപ്രസ്ഥ സ്ഥാനം, വനത്തിൽ പോകണം എന്ന് പറയും. ജീവിതത്തിലെ വീട് തന്നെ ഒരു മുറി നിങ്ങൾ വാനപ്രസ്ഥമാക്കി മാറ്റിക്കൊള്ളും. ഒരു മനസ്സ് മാത്രം, ഞാനും എൻ്റെ ആത്മതത്വവുമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇല്ലെങ്കിൽ കാട്ടിപ്പോണം എന്നല്ല അതിന്റെ അർത്ഥമൊന്നും. അപ്പൊ വനം എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ദുഷ്ടമൃഗങ്ങള്, രാക്ഷസന്മാര്, അതായത് ജീവിതത്തില് ഒരു യുദ്ധസ്ഥലത്ത് നിൽക്കുന്ന പോലെയാണ് വനത്തിൽ താമസിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും എവിടെയാണ് സാധന ഏറ്റവും നന്നായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ഗുരുപരമ്പരയില് നമ്മുടെ തന്ത്രശാസ്ത്രം പറയുന്നത്, 1 ആ വനത്തിൽ ദുഷ്ടമൃഗങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ, 2 യുദ്ധത്തിൽ നിൽക്കുമ്പോൾ, 4 ചുറ്റും ശത്രു സൈന്യം വന്ന് നമ്മളെ എവിടെ നിന്ന് വേണമെങ്കിലും ആരോ അയച്ചു കൊല്ലാം എന്നുള്ളത് നമുക്ക് രക്ഷ നേടാൻ ഒരു വിധത്തിലും പറ്റില്ല. അതായത് ഒരു മലയിൽ ചവിട്ടുമ്പോൾ, ഒരു ഹിമാലയത്തില് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടുന്ന് 4 സൈഡും മണ്ണ് ഇടിഞ്ഞു വീണ് മുകളിൽ നിന്ന് ഒരു ഉരുണ്ട വലിയൊരു ഐസ് കട്ടയും ഒരു ഐസ് ബർഗ് നമ്മുടെ തരത്തിൽ വരിക. എങ്ങനെയായാലും മരണം സുനിശ്ചയം. ആ സമയത്ത് വേണം മന്ത്രസാധന കൊടുക്കാനെന്ന് പറയും തന്ത്രശാസ്ത്രത്തില്. കാരണം എന്താ, നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കില്ല, നമ്മുടെ ജീവനെ കുറിച്ച് മാത്രം ചിന്തിക്കും. അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ, എൻ്റെ സ്ഥൂല ശരീരം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പറഞ്ഞാൽ ആ എല്ലാ ശ്രദ്ധയും ഏകാഗ്രമായിട്ട്
നമ്മൾ മനസ്സിന്റെ പല അവസ്ഥകളും കണ്ടു. ക്ഷിപ്തം, വിക്ഷിപ്തം, മൂഢം, നിരുത്തം എല്ലാം കണ്ടു. ഇവിടെയൊക്കെ മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞ് സെറ്റിൽ ചെയ്യാത്ത ഒരവസ്ഥ. ആ നിരോധം കഴിഞ്ഞിട്ടാണ് ഏകാഗ്രം വരുന്നത്. ആ സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു വിഷമം വരുമ്പോ, നാല് ചുറ്റും കാട്ടുതീ വന്ന് ഒറ്റയ്ക്ക് അകപ്പെട്ട് ആ പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുമ്പോൾ ആ പാർവതി ദേവി പഞ്ചാഗ്നിയിൽ നിന്നപ്പോഴാണ് ആ ശിവനെ കിട്ടിയത്. അതുപോലെ ദുഃഖങ്ങൾ വന്ന് നമ്മളെ നാലുപാടും ചുറ്റും. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മന്ത്രം സ്വീകരിക്കുന്നത് ദുഃഖ സമയത്താണ്, നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴ്. അതുപോലെ കൊടുക്കണം എന്നാ തന്ത്രശാസ്ത്രം പറയണ. കാരണം കിട്ടുന്ന മന്ത്രത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ ഏകാഗ്രമായ മനസ്സ് ആ മന്ത്രത്തിലിരിക്കുന്ന ദേവതയുമായിട്ട് താതാത്മ്യപ്പെടും. അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ജപിക്കും, ഇല്ലേ? ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിൽ നമ്മൾ മരിക്കും, നമ്മുടെ ജീവനെ രക്ഷിക്കാൻ. ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് കാട്ടിനകത്ത് കയറുമ്പോഴും. കാട്ടിനകത്ത് എപ്പോ വേണോ മരണം സംഭവിക്കാം. പാമ്പ് വരാം, ഇഴജന്തുക്കൾ വരാം, ആ ഒരു സർപ്പങ്ങൾ ഉണ്ടാവാം, എപ്പോ രാക്ഷസന്മാരുണ്ടാവാം, എവിടെ നിന്നും നമുക്ക് മരണം വരും. രാമന്റെ കൂടെ ഉള്ളതുകൊണ്ട് സീത വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോയി. അല്ലാത്ത ഒരു വ്യക്തി ഒറ്റയ്ക്ക് കാട്ടിൽ പോയി നോക്കൂ, എപ്പോഴാണ് മരണം സംഭവിക്കണമെന്ന് ചോദിച്ചാൽ മതി. അതുപോലെ ആ സമയത്ത് നമ്മൾ മന്ത്രം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ജീവനെ മനസ്സിലാക്കും. ഈ ജീവന്റെ ആ ഒരു പ്രഷ്യസ്നെസ് മനസ്സിലാക്കും. ഈ ജീവൻ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് നേടിയെടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കും. ബാഹ്യമായിട്ട് നമ്മുടെ മനസ്സ് ഒന്നിലും അലയില്ല, കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കിട്ടും. ആ സമയത്ത് ഈശ്വരാന്നൊരു വിളി വിളിച്ചാൽ മതി. ആ ഒരു എന്നെ രക്ഷിക്കൂ, എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞൊരു പൊട്ടി കരച്ചിലാണ് അവിടെ. അതായത് ആ ജീവാത്മാവ് അവിടെ സറണ്ടർ ചെയ്തു. എനിക്ക് വേറെ ആരുമില്ല. അത് വരണമെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു മുഹൂർത്തം വന്നാലേ അത് നമ്മൾ സമ്മതിക്കുള്ളൂ. അതുവരെ ഈഗോ കിടക്കും നമ്മുടെ ഉള്ളില്. ആ ഈഗോ സറണ്ടർ ചെയ്യാൻ സമ്മതിക്കില്ല. നിനക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ലാസ്റ്റ് മിനിറ്റ് കട്ടിൽ എല്ലാം തൊലിയായിട്ട് കടന്നാൽ പോലും ഒരു വയസ്സായ ആള് പോലും ഞാൻ സറണ്ടർ ചെയ്തു എന്ന് സമ്മതിക്കാൻ വലിയ പാടാ. അപ്പൊ എന്താ പറയണം, മരണം വന്ന് മുമ്പിൽ നിന്ന് നമുക്കിനി വേറെ വഴിയില്ല എന്ന് കാണുമ്പോൾ ടോട്ടൽ സറണ്ടർ അവിടെ വരണത്. അതുകൊണ്ടാണ് അപ്പൊ കൊടുക്കൂ എന്ന് പറയുന്നത്. ആ ഒരു തലം നമ്മൾ അവിടെ ഇപ്പോഴും നമ്മളത് ആ ഒരു തലത്തിൽ നമ്മൾ വരണം. നമുക്ക് ആരുമില്ല സഹായിക്കാൻ. ഈ ഉണ്ടെന്ന് പറയുന്നതൊക്കെ മിഥ്യയാണ്, മായയാണ്, മായയുടെ ഒരു കളിയാണ് ഈ ജീവിതം. അപ്പൊ ഈ ഇല്ല എന്നുള്ളത് ഇപ്പോഴേ ഉറപ്പിച്ചോളൂ. നമ്മൾ പലയിടത്തോട്ടും നമ്മുടെ പാശം കൊണ്ട് കെട്ടിവെച്ചിട്ട് അവര് നമ്മളെ സഹായിക്കും, ഇവര് നമ്മളെ സഹായിക്കും എന്നിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു മിഥ്യയായിട്ടുള്ള ധാരണയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഭയം ഉണ്ടാവുന്നത്. ആ ഭയം ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തിലാണോ ശാശ്വതമായിട്ടുള്ളതിൽ അതിലിപ്പോഴേ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലെ നമുക്ക് ഈ പറഞ്ഞ സാധനയുടെ അടുത്ത തലത്തിലോട്ട് പോവാൻ പറ്റൂ. അപ്പൊ നമ്മളിപ്പോ കണ്ടു, അതാ വന്നു 3 വർഷം സന്തോഷമായിട്ട് ആ ഒരു വനയാത്രയൊക്കെ കഴിഞ്ഞ് പാവം എത്രയോ ദുഃഖിക്കാമോ അത്രയും പറഞ്ഞ കുടീരത്തിൽ കിടന്ന് ഭക്ഷണം പോലും വേവിച്ച് കഴിക്കാതെ പച്ചയോടെ കഴിച്ചിട്ടൊക്കെ ആ ഒരു സുഖമായിട്ട് വെറും 3 വർഷമാണ് രാമനും സീതയും ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് കൊട്ടാരത്തില് താമസിച്ചത്. എപ്പോഴും എന്താ കാരണം, വീണ്ടും അവിടെ എന്താ കുറെ കോൺസ്പിറസികൾ, അതായത് യാതൊരു വിധത്തിൽ വിവേകമില്ലാത്ത കുറെ സ്ത്രീയും പുരുഷന്റെയും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് വെളുത്തയുടെ സമുദായത്തിൽപ്പെട്ട രജകൻ, അവര് സംസാരിക്കുകയാണ്. ഒരു സാധാരണ സ്ത്രീയാണ്. ഭർത്താവ് ആ സ്ത്രീ പോയി വേറെ ഏതോ വീട്ടിൽ കുറച്ചുനാൾ താമസിച്ചു എന്നോ, കൂട്ടുകാരൻ എന്തോ ആയിരുന്നു, കൂട്ടുകാരനും കൂട്ടുകാരിയൊക്കെ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോ പറയണ, നീ അങ്ങനെ താമസിച്ചാൽ എന്താ, ഞാൻ രാമനല്ല നിന്നെ സ്വീകരിക്കാൻ എന്ന് പറയുകയാണ് ഈ പറഞ്ഞ വെളുത്തേടൻ ഭർത്താവ്. നോക്കൂ, രാമനെയാണ് കമ്പയർ ചെയ്യണത് ഈ വെളുത്തേടൻ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വിവേക ബുദ്ധി, വിവേകശൂന്യമായിട്ടുള്ള പെരുമാറ്റം അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല നമുക്ക്. സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ? ഇന്ന് ഈ ജന്മത്തിലാണോ ഉണ്ടാക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മള് പൂർവ്വ ജന്മങ്ങളിലെ സംസ്കാരമാണ് ഈ ജന്മത്തില് നമ്മുടെ ജനനത്തിന് കാരണം. അപ്പൊ പൂർവ്വജന്മങ്ങളിൽ ഉണ്ടാക്കിയ പൂർവ്വ ചിത്തി അപ്സരസ് ആണെങ്കിൽ നമുക്ക് നല്ല ജന്മങ്ങൾ, നല്ല അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ട് ജനിച്ച് ഇതൊക്കെ പഠിക്കാനുള്ള സൗകര്യം കിട്ടും. അല്ല നമ്മുടെ പൂർവ്വ ചിത്തി കാട്ടാളനായിരുന്നെങ്കിൽ, ഇല്ലെ ഒരു രാക്ഷസനാണെങ്കിൽ നമ്മുടെ പൂർവ്വ ചിത്തം അതിലുള്ള സംസ്കാരങ്ങൾ നല്ലതല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സ്ഥിതി. പക്ഷെ നമുക്ക് അവിടുന്ന് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മേളിലോട്ട് പോകാൻ പറ്റൂ. ആ ഒരു സാധാരണ സ്ത്രീയാണ് ആ ഭർത്താവിനോട് പറഞ്ഞ വാക്കുകളാണ്. എന്താ എന്നെ സംശയിക്കണമെന്ന് ചോദിച്ചപ്പോ, സംശയിക്കും, ഞാന് രാമനല്ല എന്ന് പറഞ്ഞത് കർണിക ഒരാള് പറഞ്ഞു. അത് അടുത്തു നിന്ന ആള് കേട്ടു. പറഞ്ഞ് പരദൂഷണം കാറ്റ് പോലെയാണ്. പെട്ടെന്ന് ഒരാളെ കുറിച്ച് നല്ലതൊന്നും പെട്ടെന്ന് പരക്കില്ല. നല്ലതുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ലെന്നേ പറയൂ. ഒരാളുടെ നന്മ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ആ നന്മ ഉണ്ടോ? അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. നമുക്കുള്ളിൽ നല്ല ഉറപ്പാ അവര് നല്ലതാണെന്ന്. എന്നാലും നമ്മൾ എന്താ പറയണത്? എനിക്കറിയില്ല, അങ്ങനെയൊക്കെ തോന്നുന്നു. ഒരിക്കലും നമുക്ക് നല്ലത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചീത്തയോ ഉടനെ അക്സെപ്റ്റ് ചെയ്യും, ഉടനെ സ്പ്രെഡ് ചെയ്യും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ വേറൊരു മുഖം മൂടി വെച്ചിട്ട് അതിനെ
സ്പ്രെഡ് ചെയ്യാൻ നോക്കും. ഇപ്പൊ അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? ആ ഒരു പരദൂഷണം രാജാവിന്റെ ചെവിയിൽ എങ്ങനെയാലും എത്തും. കാരണം ചാരന്മാരുണ്ട്. തന്റെ പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള രാമൻ തന്റെ ഭരണം എങ്ങനെയാണെന്ന് അറിയാൻ സദാ ചാരന്മാരെ വിടും. ഓരോ ഗൃഹങ്ങളിലും അവർ വേഷം മാറി നടക്കും, വീടിന്റെ ചുറ്റും അവിടെയൊക്കെ. ഇന്നാണെങ്കിലോ നമ്മളെ ഭരണാധികാരികൾ ഇന്ന് കാണുന്നു പോലും ഇല്ല, അല്ലേ? നമ്മൾ വോട്ട് ചെയ്ത് ഇന്ന് വരെ നമ്മുടെ ഭരണാധികാരികളെ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാണണമെങ്കിൽ തന്നെ ഏതെങ്കിലും മീറ്റിങ്ങിലോ ടിവിയിലോ കാണും. അങ്ങനെയല്ല രാമൻ. രാമൻ തന്നെ വേഷപ്രച്ഛന്നനായിട്ട് രാജാവ് തന്നെ ഇറങ്ങും മാസത്തിലൊരിക്കൽ. അതുവരെ എന്താ ഈ പറഞ്ഞ ദൂതന്മാര് കൊണ്ടുകൊടുക്കുന്ന അറിവനുസരിച്ച് മോശമായിട്ടുള്ള സ്ഥലമാണോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, രാജാവ് നേരിട്ട് വരും. അത്രയായിരുന്നു അവർക്ക് ആ പ്രജകളോടുള്ള സ്നേഹം. അപ്പോ ഇതിങ്ങനെ എന്താ ചുറ്റിക്കറങ്ങുന്ന ആൾക്കാരൊക്കെ ഉടനെ തന്നെ ഇത് കണ്ടുപിടിക്കും. എന്നുവെച്ചാൽ ഈ വെളുത്തേടനും വെളുത്തേടത്തെയും അതൊക്കെയാണോ സംസാരിക്കുന്നത്? അവർ ഉറച്ചു സംസാരിക്കുക, രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടു. ഇത് എവിടെ എത്തി? രാമന്റെ ചെവിയിലെത്തി. പാവം സീതയുടെ കഷ്ടകാലം. വീണ്ടും എന്താ അവിടെ ചെന്ന് രാമനോട് പറയുന്നു. രാമൻ തന്റെ വസിഷ്ഠനെ വിളിക്കുന്നു, രാജ്യസഭ കൂടുന്നു, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ എന്താ, ഇതെനിക്ക് പറ്റില്ല, ഇനിയും ഇങ്ങനെയുള്ളൊരു അപവാദം, എന്റെ പ്രജ ഒരു സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ ഇനിയിപ്പോ രാമനെ ഒരുപാട് ദേഷ്യപ്പെടാം, നമ്മുടെ മനസ്സിൽ തോന്നും ഇത് ചെയ്യുന്നത് ശരിയാണെന്ന്. എല്ലാ തെറ്റുകളും എല്ലാ ശരികളും എപ്പോഴും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ചില ദൈവ നിയോഗങ്ങളിൽ നമ്മൾ അവർക്ക് പോയേ പറ്റുള്ളൂ. നമ്മളല്ല അവിടുത്തെ ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടതെന്ന് നമുക്കിപ്പോ രാമന്റെ ഈ പറഞ്ഞ ഉത്തരഖണ്ഡം കാണുമ്പോൾ അറിയാം. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് രാമൻ അത് ഇഗ്നോർ ചെയ്തുകൂടാ? ഒരു വിവേകമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു രചകൻ, ഒരു വെളുത്തടൻ പറഞ്ഞത് കൊണ്ട് അയാളുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ ഒരു കാഷ്വൽ ടോക്ക്, ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ നടന്ന രാമനെ പ്രതിയാണെന്ന് പറഞ്ഞ് ആ രാമന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തു, തന്റെ ധാർമ്മികമായിട്ടുള്ള കടമകളെ ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നി. അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റില്ല. ഉടനെ തന്നെ ആ ഒരു സീത ഗർഭിണിയാണ്. അപ്പോഴ് ആ ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കൂടെ കണക്കിലെടുക്കണം. ഒരു ഭർത്താവിന് ഭർത്താവ് എന്ന് പറഞ്ഞാല് ഭരിക്കപ്പെടണം, ഇല്ലേ? ഭർത്താവിന് മാത്രമല്ല രക്ഷിക്കണം, ആ ത്രാണനം ചെയ്യണം ഭാര്യയെ. ഈ 14 വർഷം കൂടെ കൊണ്ടു നടന്നു, അഗ്നിപ്രവേശം ചെയ്തു, ശുദ്ധമാക്കി എടുത്ത സീത. ഇനി ആ സീതയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് രാമന്റെ കടമയാണ്. പക്ഷെ അപ്പോഴും തന്റെ പ്രജാക്ഷേമ തൽപരതയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം ഇനി നമുക്ക് കാണാം, ഇവിടെയാണ് തത്വങ്ങൾ ഒളിച്ചു കിടക്കുന്നത്. എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു? ആ സീതയെ ഉപേക്ഷിക്കാൻ സാമാന്യ മനുഷ്യരുടെ ചിന്തകള്, നമ്മളെല്ലാം സാമാന്യ മനുഷ്യരാണ്. നമ്മളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഗർഭിണിയായി സീത, എന്തായാലും രാമൻ എന്തിനാണ് ഇത് ചെയ്തത്? നമുക്ക് അതിൽ തത്വങ്ങളിലൂടെ വേണം ഇനി നമുക്ക് ഈ പറഞ്ഞ ഉത്തരകാണ്ഡം മനസ്സിലാക്കേണ്ടത്. ആർക്കും ഈ ഒരു ഗർഭിണിയായ സീതയെ കളയണമെന്ന് പറഞ്ഞാല് ഏത് ഭാര്യമാർക്കും ഭർത്താവായ രാമനോട് വിദ്വേഷം തോന്നും. അല്ലാതെ ആരും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് അഗ്നിശുദ്ധി വരുത്തി ഭാര്യയെ കൊണ്ടുവന്നതാണ്. എന്നിട്ട് നിഷ്കരുണം ഗർഭിണിയായിരിക്കുമ്പോൾ ഉപേക്ഷിക്കുക, ഇത് എവിടത്തെ ന്യായമാണ്? കൊട്ടാരത്തിൽ അറ്റ്ലീസ്റ്റ് പ്രസവിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെങ്കിലും അവിടെ ഒന്ന് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ന്യായം നടപ്പിക്കുക. ഗർഭിണിയെ കൊണ്ട് കളയുക. ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു രാമന്റെ ആ ഒരു ഭരണത്തിന് ഇനി ഭരണാധികാരികളാവേണ്ട കുഞ്ഞുങ്ങളാണ് ആ വയറ്റിൽ കിടക്കുന്നത്, ആ സൂര്യവംശത്തിലെ കുഞ്ഞുങ്ങള്. അപ്പൊ അവര് നല്ലൊരു തലത്തില് ജനിച്ച് വളർന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ആ രീതി കൊണ്ടുവരണം എന്ന് രാമൻ ചിന്തിക്കണ്ടേ? അതൊരു അച്ഛന്റെ കടമയല്ലേ? ഒരു രജക സ്ത്രീ അല്ലെങ്കിൽ ഒരു രജകൻ പറഞ്ഞത് കേട്ട് അവരുടെ വാക്കിനാണ് വില, സ്വന്തം ധർമ്മത്തിൽ. ഇത് ധർമ്മമല്ലേ? ഭർത്താവിന്റെ ധർമ്മമല്ലേ? ഇങ്ങനെ ഘോരം വലിയ ഡിബേറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് രാമൻ ചെയ്തത് ശരിയാണോ? ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇതെല്ലാം നമ്മൾ യുക്തി സഹജമായിട്ടൊന്ന് വിലയിരുത്തിയേ പറ്റൂ. കാരണം ഇത് സാധനാതലമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഒരു ബാഹ്യമായിട്ടുള്ള തലങ്ങളല്ല ഇത്. അപ്പോ രാമനെ നമ്മൾ ഇപ്പൊ കാണുന്നത്, ഈ ഒരു ഡിസിഷൻ എടുത്ത രാമന് വസിഷ്ഠനെ വിളിച്ചു, എല്ലാവരും പറഞ്ഞു ഇപ്പൊ വേണ്ട രാമ, ഇത് നമ്മള് ഒരു റൂമറിന്റെ പേരില് ഇത് പറഞ്ഞ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു സ്ലിപ്പ് ഓഫ് എ ടങ്, ഒരു രാമനെ പോലെ എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, അങ്ങേ ആണെന്ന് പറഞ്ഞില്ലേ, നമുക്ക് അയാളെ വിളിക്കാം, ചോദ്യം ചെയ്യാം, നമുക്ക് വിചാരണ ചെയ്യാം. എന്നിട്ട് എന്താണ് ഉള്ളില്? ഒന്നും വേണ്ട, അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് ഇനി ഇത് പറ്റില്ല. രാമൻ തീർത്ത് പറയാണ്, സീതാദേവിയെ എനിക്ക് ഉപേക്ഷിക്കണം, ഇനി എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരു ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും രാമൻ അവിടെ കൊടുക്കണില്ല. പരുഷമായിട്ട് എങ്ങനെയാണോ അഗ്നിപ്രവേശ സമയത്ത് നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളൂ എന്ന് പറഞ്ഞ ആ പരുഷ വാക്കുകൾ തന്നെ അവിടെ നമ്മൾ കാണണം. യാതൊരു വിധത്തിലുള്ള ഭർത്താവിന്റെ സ്നേഹമോ, ഭാര്യയ്ക്ക് അവൾക്ക് ആരുമില്ല, സ്വന്തം അച്ഛന്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഇവിടെ താമസിക്കുകയാണ്, വേറെ സഹായത്തിന് ആരുമില്ല. ഗർഭിണിക്ക് ഒരു വനത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ആരും സഹായമില്ലാതെ ഏത് നിഷ്ഠുര ഹൃദയം ചെയ്യില്ല ഒരു ഗർഭിണിയായ ഭാര്യ അത് വനത്തിൽ ഉപേക്ഷിക്കാൻ. രാമൻ അറിയാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. രാമൻ ത്രികാലജ്ഞാനിയാണ്. എവിടെ ഉപേക്ഷിക്കണം?
സീത എവിടെ പ്രസവിക്കണം, ആ കുഞ്ഞുങ്ങൾ എവിടെ വളരണം, എവിടെ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളത് രാമന് നന്നായിട്ട് അറിയാം. നല്ല ബോധത്തോടു കൂടി തന്നെയാണ് രാമൻ ചെയ്യുന്നത്. പക്ഷെ രാമൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഒരു നിയോഗങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. അപ്പോ രാമനാണ് അജ്ഞാനിയായിട്ടുള്ള ഒരു കാട്ടാളനെ എന്താ ഒരു രാമനാമം കൊണ്ട് അജ്ഞാനിയായിട്ടിരിക്കുന്ന കാട്ടാളൻ ഒരു സാർവഭൗമനായിട്ടുള്ള കവിയാക്കി മാറ്റിയെങ്കിൽ ആ രാമനാമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രൂപത്തിന് ഇത്രയും കഴിവും ഉജ്ജ്വലതയും ഉണ്ടാവും എന്ന് നമുക്കറിയാം അല്ലെ. അത്ര ഉജ്ജ്വലമാണ് രാമനാമത്തിന്റെ പ്രഭാവം. ആ രൂപവും നാമവും രണ്ടല്ല. ഇപ്പൊ ഹൈന്ദവ സിദ്ധാന്തം വെച്ച് നോക്കുകയാണെങ്കിൽ ആധ്യാത്മികതയുടെ ആദ്യത്തെ പടി നാമരൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാഹ്യമായിട്ട് ആലംബനത്തിന് നമ്മൾ വസ്തുക്കളെ വെക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ സാധനാതലത്തിൽ നമ്മൾ പോകുന്നത്? ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ കാണുന്നു, പടങ്ങൾ വെച്ച് പൂജിക്കുന്നു, ഇതെല്ലാം അതിനകത്ത് വരും. അപ്പൊ ഇവിടെ തുടങ്ങിയാലേ നമുക്ക് ബാഹ്യപൂജ വരുള്ളൂ. അപ്പൊ രാമൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കാണുന്ന എന്താ? ധർമ്മത്തിന്റെ പ്രതീകമായിട്ട്. രാമൻ എന്ന് പറഞ്ഞ ഒരു വില്ലും അമ്പും വെച്ച് ശത്രുക്കളെ ഇല്ലാതാക്കി നമ്മളെ ധർമ്മത്തെ പരിരക്ഷിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള സ്വരൂപം. അങ്ങനെയാണ് നമ്മളെ രാമനെ കാണേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? പക്ഷെ എന്താ രാമൻ ഇപ്പൊ ചെയ്യുന്ന ചില കാര്യങ്ങള് തന്റെ സ്വന്തം ഭാര്യയോട് ചെയ്യുന്നത് അധർമ്മമല്ലേ എന്ന് ചോദിക്കാം. നമ്മളിപ്പോ ഇവിടെ സാധനയുടെ തലം ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ബാഹ്യപൂജ എന്ന് പറയുന്നത് നാമരൂപങ്ങള് ഇല്ലാതെ തുരീയം എന്ന അവസ്ഥയുള്ള ബ്രഹ്മത്തെയാണ് നമ്മൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഇല്ലേ. ഈശ്വരനായി കാണുന്നതിന് നാമരൂപങ്ങളില്ല, നിഷ്കളമാണ്, കലകളില്ല, ഒരു പ്യുവർ എനർജി തലമാണ്. അവിടെയോട്ട് നമ്മൾ പോകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആദ്യം നാമരൂപങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ വെക്കുന്നത്, വീട്ടിലെ പടങ്ങൾ വെക്കുന്നത്, എല്ലാം തന്നെ അതിന്റെ പ്രതീകമായിട്ടാണ്. കാരണം നമുക്കൊരു അവലംബം വേണം. ആ കാണുമ്പോൾ ഇന്നതാണ് ഉണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ അതിന്റെ പ്രതിബിംബമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ദേവിയുടെ വിഗ്രഹത്തെ കാണുമ്പോൾ അല്ലെ ദേവിയുടെ രൂപത്തെ കാണുമ്പോൾ ആ ദേവിയുടെ രൂപം നമ്മുടെ ഉള്ളിലോട്ട് ഒരു ഫോട്ടോ പോലെ പതിഞ്ഞു കിടക്കും നമ്മുടെ ഹൃദയത്തിൽ. കണ്ണടയ്ക്കുമ്പോൾ അപ്പൊ പുറത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതാണ് അതിന്റെ തത്വം. അപ്പൊ ആദ്യം ഒരു നാമം വേണം, പിന്നെയാണ് രൂപം വേണ്ടത്. ആദ്യം നാമം രാമ 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 എന്നുള്ള നാമം കിട്ടി. അന്ന് വാൽമീകിക്ക് കിട്ടിയതുപോലെ മരാമര എന്ന് കൊടുത്ത് ജപിച്ചപ്പോ രാമനായി. അതുപോലെ ഒരു ആദ്യം കിട്ടിയത് എന്താ? രാമ എന്നുള്ള നാമം, പിന്നെയോ ആ രൂപം. പക്ഷെ ഇതില് അങ്ങനെ നാമരൂപത്തിൽ ഉറച്ചാണ് പോണെങ്കിൽ ശരിക്കും പറഞ്ഞ ആ പരമമായ ചൈതന്യത്തിലെ മോക്ഷ പദവിയിൽ എത്തിക്കാം. പക്ഷെ അതൊരു സത്യമാണ്, ഒരു നഗ്ന സത്യമാണ്, നമുക്ക് നാമവും രൂപവും വേണമെന്നുള്ളത്. ആ ഒരു പക്ഷെ ഇതില് കാട്ടാളനായിരിക്കുന്ന വാൽമീകി നമ്മളെക്കാൾ ഒരു പടി ഉയർന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് നാമരൂപങ്ങളില്ലായിരുന്നു. സപ്തർഷികള് രാമ എന്ന് പറയുന്ന നാമം കൊടുത്തപ്പോ രാമൻ ജനിച്ചിട്ടില്ല, രാമനെ അറിയില്ല. രാമന്റെ വിഗ്രഹം എങ്ങനെ ഇരിക്കും? രാമൻ എന്ന് പറയുന്ന അയോധ്യയിലെ ഒരു രാജകുമാരനാണെന്ന് പോലും ഈ പറയുന്ന കാട്ടാളൻ അറിയില്ല. അപ്പൊ ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് സപ്തർഷികളുടെ സത്സംഗം കൊണ്ട് ഈ പറഞ്ഞ കാട്ടാളൻ എന്താണ് കിട്ടിയത്? നാമരൂപമില്ലാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ ആദ്യം ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ, ബാഹ്യപൂജകൾ ഒന്നും ചെയ്യാതെ ആ ഒരൊറ്റ നാമത്തിന്റെ ശക്തിയിൽ, അതായത് തന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എല്ലാത്തിലും ഒരു വിരക്തി വന്നു. ഞാൻ എന്തിന് കർമ്മം ചെയ്യണം? ഞാൻ ആർക്ക് വേണ്ടി ചെയ്തു? ആർക്ക് വേണ്ടി ചെയ്തവർ ഇന്ന് എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറയുന്ന ഇതാണ് ഞാൻ പറയുന്നത്. എല്ലായിടത്തും ശത്രുക്കള്, എനിക്ക് ആരുമില്ല. ആ തോന്നലിലാണ് നമ്മൾ ദൈവത്തിനെ പിടിക്കുമ്പോഴേ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഇദ്ദേഹം ചെയ്തത്. ആര്? ഈ കാട്ടാളന് സപ്തർഷികൾ കൊടുത്ത മര എന്നാ പറഞ്ഞു കൊടുത്തത്, രാമാന്ന് പോലും പറഞ്ഞു കൊടുത്തില്ല. മരാമാന്ന് ജപിച്ചപ്പോ എന്താ? രാമനാമമായി അഗ്നി ജ്വലിപ്പിച്ചു തന്റെ ഉള്ളില്. ആ അഗ്നിയില് തന്റെ പൂർവ്വചിത്തിയിൽ കൊണ്ടുവന്ന ആ നെഗറ്റീവ് സംസ്കാരങ്ങളെ മുഴുവനും അദ്ദേഹം ഹോമിച്ചിട്ട് എന്താ? നാമരൂപങ്ങളില്ലാത്തടത്ത് നിന്ന് അദ്ദേഹത്തിന് യഥാർത്ഥ രൂപം കാണാൻ പറ്റി. അതാണ് വാൽമീകിയുടെ ഒരു അറിവില്ലാത്ത തലത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ജ്ഞാനം കിട്ടി. കാരണം ആ യഥാർത്ഥമായിട്ടുള്ള നിഷ്കള ചൈതന്യത്തില് നമ്മളെല്ലാം അന്വേഷിച്ചു പോകുന്നത് നാമരൂപങ്ങളിലൂടെ രൂപമില്ലാത്ത ഈശ്വരനിലാണ്. ഈശ്വരന് നാമരൂപങ്ങളില്ല, അത് സത്യമാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഒരു ബ്രഹ്മസത്യം എന്ന് പറയുന്നതിന് രൂപമില്ല. അതിൽ ഈശ്വര പദവി കൊടുത്തിട്ട് ദേവതാ സങ്കല്പത്തിനാണ് രൂപമുള്ളത്. ഇപ്പൊ ഈ ലളിതാ ത്രിപുര സുന്ദരി തന്നെ ഒരു തലത്തിൽ കഴിയുമ്പോൾ ദേവിക്ക് നാമരൂപങ്ങളില്ലാത്ത തുരീയം എന്ന് പറയും. തുരീയം എന്ന് പറഞ്ഞാൽ ബിയോണ്ട്, പര എന്നർത്ഥം. അതിൽ നമ്മൾ ത്രിഗുണങ്ങൾ കൊടുത്ത് ദേവിയെ ഈ പറഞ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായിട്ട് കൊണ്ടുവരുമ്പോൾ ദേവിക്ക് നാമരൂപങ്ങളുണ്ട്. പക്ഷെ ഏത് മനുഷ്യനും ഏത് സാധകനും നാമരൂപങ്ങൾ ആവശ്യമല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ആദ്യത്തെ പടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് നാമരൂപം കൊടുക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പൂർവ്വ ചിത്തിയായിട്ടിരിക്കുന്ന ഈ കാട്ടാളന്റെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം കാട്ടാളന്റെ രൂപം ധരിച്ച വാൽമീകിക്ക് വളരെ ഉയർന്നതായിരുന്നു.
അതുകൊണ്ടാണ് അതും ആരാണ് കൊടുത്തതെന്ന് പറയണം. ഈ കൊടുത്ത ആൾക്കും വാങ്ങിച്ച ആൾക്കും ആ തലം വേണം. ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് മേളിൽ നിൽക്കുന്ന ആൾ താഴെ നിൽക്കുന്ന ആൾക്ക് കൊടുക്കല്ല. അത്രയും പാകപ്പെട്ടെങ്കിൽ മാത്രമേ ഗുരുക്കന്മാര് ആ ശിഷ്യന് അത് കൊടുക്കുള്ളൂ. ഇപ്പൊ സപ്തർഷികൾക്കറിയാം ഇദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഉയർന്ന ചൈതന്യത്തിന്. അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ മരാമന്ത്രം കൊടുത്തിട്ട് നാമരൂപങ്ങളില്ലാത്ത രാമനെ ജപിച്ച് അദ്ദേഹം എന്താ ആ രാമനെ താമസിപ്പിക്കാനും ആ പരബ്രഹ്മ ചൈതന്യം താരക മന്ത്രം ജപിച്ച ഫലം കിട്ടിയത് നോക്കൂ. ആ രാമന്റെ കഥ എഴുതാനും രാമന്റെ ഭാര്യ അവിടെ വന്ന് പ്രസവിക്കാനും ആ കുഞ്ഞുങ്ങളെ നോക്കാനും ഈ രാമനെയും സീതയും അവിടെ താമസിപ്പിക്കാനും ഇതിൽ കൂടുതൽ എന്താ ഭാഗ്യം വേണ്ടത്? അപ്പൊ നാമരൂപങ്ങളില്ലാതെ ജപിച്ച ഒരാൾക്ക് എത്രയും പെട്ടെന്നാണ് ആ തലം നമുക്ക് കിട്ടിയത്. അപ്പോ രാമന്റെ നാമം മാത്രം ജപിച്ചാലും ഇത് വരും എന്ന് കാണിക്കുകയാണ്. അന്ന് രൂപമില്ലാത്ത രാമൻ ജനിച്ചിട്ട് പോലുമില്ല. ആ പിന്നെ ത്രേതായുഗത്തില് എന്താ നമ്മൾ കാണുന്നത്? പിന്നെയാണ് ത്രേതായുഗത്തില് മാനിഷാദ എന്ന ആദ്യ വാക്യത്തിലൂടെ ഈ രാമായണ കഥ ഉരുത്തിരിഞ്ഞു വരുന്നത്. വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലായിക്കൊള്ളാം. അപ്പൊ ഈ വാൽമീകി ഈ പറഞ്ഞ പുറ്റിനകത്തിരുന്ന് കുറെ കാലം ജപിച്ചപ്പോഴൊന്നും രാമൻ ജനിച്ചിട്ടില്ല. ത്രേതായുഗത്തില് അവിടെ ദശരഥന് പ്രായമായതിനു ശേഷമാണ് ഈ പറഞ്ഞ യാഗം ചെയ്യുകയും പുത്രകാമേഷ്ടി ചെയ്തിട്ട് ഇവരുണ്ടാകുന്നത്. അപ്പൊ രാമൻ ഈ പറഞ്ഞ വാൽമീകി ഓൾറെഡി പുറ്റിനകത്ത് ഈ പറഞ്ഞ കാട്ടാളൻ വാൽമീകി ആയി കഴിഞ്ഞു. അദ്ദേഹം പർണശാല കെട്ടി കാട്ടിൽ താമസിക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ 14 വർഷത്തില് ആ വനവാസത്തിൽ വരുമ്പോൾ വാൽമീകി ആശ്രമത്തിൽ വരുന്നതും പിന്നെ ഇത് കഴിഞ്ഞിട്ട് സീതയെ കൊണ്ടുവിടുന്നതും. അപ്പോ ആ ഒരു ആദി കാവ്യം ഈ മാനിഷാദ എന്ന് പറഞ്ഞ ആദി കാവ്യം ഇപ്പൊ എന്തായിട്ട് തീർന്നു? രാമന്റെ കഥ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കൂ. മാനിഷാദ എന്ന് തുടങ്ങിയ അരുതേ കാട്ടാള എന്ന് തുടങ്ങിയത് അവസാനിച്ചത് എന്താ? മാധവനായിരിക്കുന്ന ശ്രീനിവാസനായിരിക്കുന്ന രാമചന്ദ്രന്റെ ദുഷ്ടനായിരിക്കുന്ന രാവണന്റെ അമ്പ ഇത് കൊന്ന കഥയായിട്ട് പരിണമിക്കുകയാണ്. രണ്ടിടത്തും കാമമോഹിതനായിട്ടിരിക്കുന്ന ആദ്യം ക്രൗഞ്ച മിഥുനങ്ങളുടെ അടുത്ത് കാമമോഹിതനായിരിക്കുന്ന ആ ഒരാള് അമ്പ ഇതിട്ടപ്പോ ദുഃഖത്തിൽ അരുതേ കാട്ടാള എന്ന് പറഞ്ഞു. ഇവിടെയോ ഈ പറഞ്ഞ ആ ഒരു രാമൻ തന്നെ അവതരിച്ചു വന്ന് കാമത്തിന്റെ പ്രതീകമായിരിക്കുന്ന രാവണനെ അമ്പെയ്ത് കൊല്ലുകയാണ്. അതിന്റെ ഒരു പരിണാമമാണ് നമ്മളെ കാണുന്നത്. അപ്പോ അവിടെയും ക്രോധാദികളായിരിക്കുന്ന ഷഡ് വൈരികളിലെ കാമത്തെ ഇല്ലാതാക്കുന്ന രാമന്റെ അസ്ത്രം, കാമത്തെ ഇല്ലാതാക്കുന്നതാണ് രാമന്റെ അസ്ത്രം. അപ്പോ ആ ഈ വാൽമീകിക്ക് എന്തുകൊണ്ട് രാമമന്ത്രം കാമത്തെ ഇല്ലാതാക്കി, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി, വിരക്തി വന്ന് അദ്ദേഹം എങ്ങനെ കാട്ടാളത്വത്തിൽ നിന്ന് ഒരു കവിശ്രേഷ്ഠനായി മാറിയെന്ന് നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നമ്മൾ ചിന്തിച്ചോളും. രാമമന്ത്രത്തിന്റെ അഗ്നിമന്ത്രത്തിന്റെ രം എന്ന് പറയുന്ന ബീജത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം തന്റെ പൂർവ്വ കർമ്മങ്ങളെ, ഈ കാട്ടാള വേഷം കിട്ടിയ പ്രാരാബ്ധ ശരീരത്തിലിരിക്കുന്ന കർമ്മങ്ങളെ നിസാരമായിട്ട് നിഷ്കള ചൈതന്യമായിരിക്കുന്ന ആ താരക ബ്രഹ്മത്തിന്റെ ആ സ്വരൂപം രൂപമില്ലാത്ത അവസ്ഥയിൽ ധ്യാനിച്ച് അതിനെ ഇല്ലാതാക്കിയിട്ട് അത് ഏറ്റവും ഉയർന്ന തലത്തിൽ രാമനെ കുറിച്ചുള്ള വാൽമീകി എന്ന് പറഞ്ഞ വാൽമീകം തന്റെ ആ ഒരു പുറ്റിനകത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോൾ തനിക്ക് രാമനെ കുറിച്ചുള്ള ശ്ലോകം ആദി കാവ്യം എഴുതാനും രാമനെ സൽക്കരിക്കാനുമുള്ള അനുഗ്രഹം ആ ഈശ്വരൻ കൊടുത്തു. ഇതാണ് ഞാൻ പറയുന്നത്, ആ തപസ്, ആ ശ്രദ്ധ, നമുക്ക് ഒരു വിരക്തി എല്ലാത്തിലും പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റില്ല. കുറച്ച് മനസ്സ് വിടണം. അത് വിടാൻ വലിയ പ്രയാസമാണ്. ഏത് പ്രായത്തിലും വിടാൻ പ്രയാസം. ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മളെ അറ്റാച്ച്മെന്റിനെ എന്താക്കണം? ഡിറ്റാച്ച്ഡ് ആക്കണം. സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം പോയിട്ട് ഇത് ചെയ്യുന്നത്, കാട്ടാളൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുവിധമൊക്കെ എല്ലാം സുഖമായിട്ടിരിക്കുമ്പോൾ പതുക്കെ മനസ്സ് എല്ലാത്തിൽ നിന്നും വിടുവിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ പാശങ്ങളും, പുത്രപാശം, പത്രപാശം, ഭാര്യാപാശം, ഇങ്ങനെ പാശം എവിടെ നോക്കിയാലും കെട്ടലുകളാണ്. ആ കെട്ടലുകൾ പതുക്കെ മനസ്സുകൊണ്ട് കെട്ടുന്നത് അവര് വന്ന് നൂലെടുത്ത് വെച്ച് കെട്ടുകയല്ല, ഈ വെളിയിൽ നിൽക്കുന്നവർ വന്ന് കെട്ടുന്നതല്ല. ആ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സുകൊണ്ട് നമ്മൾ കെട്ടുന്നതാണ്. അപ്പൊ ആ കെട്ട് ആരഴിക്കണം? നമ്മൾ കെട്ടുന്ന കെട്ട് വേറെ ആള് വന്ന് അഴിക്കൂ? നമ്മൾ അഴിക്കണം. നമ്മൾ അഴിക്കുമ്പോ എന്താ, ഈ കെട്ടുകളെല്ലാം കെട്ടേണ്ടടുത്തോട്ട് കെട്ടിക്കൊള്ളണം. ആ ഭഗവാന്റെ പാദത്തിലോട്ട് കെട്ടണം. അപ്പൊ മറ്റേ കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞു വരും. എങ്കിൽ മാത്രമേ നമുക്ക് സാധനയില് മേളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കോദണ്ഡപാണിയായിരിക്കുന്ന രാമനെ ഈശ്വര ഭാവത്തിൽ നമ്മൾ ഇവിടെ കാണണം, കണ്ടേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇനി രാമൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഈശ്വര തത്വത്തിലോട്ട് നമ്മളെ കൊണ്ടുപോവാണ്. ഇതിനടുത്ത ചോദ്യം, അപ്പൊ സീതാദേവിയെ ത്യജിച്ചത് ശരിയാണോ? ഈ ഒരു അപവാദത്തിന്റെ പേരില് അഗ്നിശുദ്ധി വരുത്തിയ തന്നോടൊപ്പം ജീവിക്കുന്ന തന്റെ ധർമ്മഭക്തിയും ഗർഭിണിയുമായിട്ടുള്ള സീതയെ അറിഞ്ഞിട്ടും പരിത്യജിക്കുന്നത് ശരിയാണോ? അപ്പൊ പ്രാപഞ്ചികമായിട്ടിരിക്കണം നാം ഓരോരുത്തരും രാമൻ ഇത്ര ആദർശ പുരുഷനായിരുന്നിട്ടും ഈ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ
വീക്ഷണഗതി, അത് നമ്മുടെ വീക്ഷണഗതി. നമ്മൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. നമുക്ക് അതിന്റെ ഉയരത്തില് രാമനെ ഈശ്വരീയ ഭാവത്തിൽ കാണാൻ നമുക്ക് പറ്റണില്ല. കാരണം നമ്മൾ ഈശ്വരനെ കണ്ടിട്ടില്ല. നമുക്ക് ഈശ്വരൻ അമ്പലങ്ങളിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ ശക്തിയെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ആ പ്രധാന കാരണം നമ്മുടെ വീക്ഷണമാണ്. ആ ഒരെണ്ണം നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. പ്രധാന കാര്യം അതായത് രാമനും സീതയും എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ സാധനാതലത്തിൽ വന്ന് നമ്മൾ ഈ രാമനെയും സീതയും കാണണം. അവര് ഈ രാമൻ സീത എന്ന് പറയുന്നത് പുരുഷ പ്രകൃതികളാണെന്ന് മനസ്സിലാക്കണം. അതാണ് സാധനയിൽ വരുന്ന ശിവപാർവതി സങ്കല്പം പോലെ തന്നെ പുരുഷനും പ്രകൃതിയും. നമ്മൾ അറിയാം, പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ, നവദ്വാരേ പുരേദേഹി. നമ്മുടെ ശരീരമാകുന്ന പുരത്തിലെ പട്ടണത്തിലെ ഒരു കച്ചവട സ്ഥലത്ത് പലതും കച്ചവടം വാങ്ങിക്കുന്നു, വിൽക്കുന്നു, കൊണ്ടുവരുന്നു, എടുക്കുന്നു, തിരിച്ച് തിരസ്കരിക്കുന്നു, അങ്ങനെയുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്നു, അതില്ല, അതാണ് പുരം. അപ്പൊ അവിടെ ഇരിക്കുന്ന പുരുഷൻ, ആ പുരുഷൻ എന്താ? പ്രകൃതിയുമായിട്ട് വേർപെട്ട്. അപ്പൊ പുരുഷൻ ആരാ? പ്രകൃതി ആരാ? ഈ ശരീരം എന്ന് പറയുന്ന ജഡവസ്തു, പ്രകൃതി, അത് ശിവന്റെ ജഡവസ്തുവാണ്. ഇത് ചൈതന്യ സ്വരൂപമായിട്ടിരിക്കുന്ന ദേവി ചൈതന്യം. ഇതാണ് പുരുഷനും പ്രകൃതിയും. പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനല്ല. ശരീരം ശരിക്കും മംഗളകരമല്ല, അമംഗളമാണ്. മാറ്റർ ആൻഡ് എനർജി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും എന്താണ് മാറ്റർ, എന്താണ് എനർജി. നമ്മൾ ഈ പറഞ്ഞ എന്താ, നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ എപ്പോഴും പറയാറുണ്ട് E = mc². എന്താണ് ഈ എനർജി? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചേതനാ സ്വരൂപം, ചേതനാ ശക്തി, ചിത് സ്വരൂപം, ചിത് ശക്തി, ചേതനാരൂപ. അവിടെ എന്ത് ചെയ്യുന്നു? ഈ അമ്മ ഈ ശക്തി വന്നിട്ട് ജഡശക്തി, ജഡാത്മിക, ജഡത്തിന് ശക്തി കൊടുക്കുന്നു. ജഡമാകുന്ന ഈ മാറ്ററിന് ശക്തി കൊടുക്കുന്നു. എന്താണ് ഈ മാറ്ററായിട്ട് പരിണമിച്ചിരിക്കുന്നത്? ശിവനായിട്ടിരിക്കുന്ന മാറ്റർ. ശിവൻ എന്താ? പഞ്ചതത്വങ്ങളിലൂടെ, പഞ്ചതന്മാത്രകളിലൂടെ ആ പറഞ്ഞ പഞ്ചഭൂതങ്ങള് പഞ്ചീകൃതമാകുന്നത് ഈ ശിവ ചൈതന്യം, ഈ ശിവനിൽ നിന്ന് ശിവന്റെ മാറ്റർ എടുത്തിട്ടാണ്. ആ മാറ്റർ എടുത്തിട്ട് ആ ശില്പി ആരാ? ഉണ്ടാക്കുന്ന ആ ഒരു ആർക്കിടെക്റ്റ് ആരാ? ഈ ശക്തി, ഈ ചിത് ശക്തിയായിട്ടുള്ള ദേവി. ഇത് വളരെ ശ്രീവിദ്യ തത്വത്തിലെ ബേസിക് കാര്യമാണ് ഈ പുരുഷനും പ്രകൃതിയും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുന്ന മന്ത്രത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് അതിനെ മാറ്റാൻ പറ്റില്ല. അത് രണ്ടും ഒന്നാണ്. ഒന്നിനെ ഒന്നാക്കി മാറ്റുന്ന ശക്തി. ഒന്നിനെ ഒന്നാക്കി മാറ്റുമ്പോൾ ഈ ഒന്നിനെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റുമോ? ആ ഒന്നാണ് പലതായിട്ട് മാറാൻ ആ ഉപയോഗിക്കുന്ന എനർജി. ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ നിന്നെടുക്കുന്ന ആ വെള്ളം എന്ന് പറയുന്നത് ഒരു ശക്തി, ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം, ഒരു റിസർവോയറിലുള്ള വെള്ളം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പമ്പ് വെച്ച് ഭയങ്കര ശക്തിയായിട്ട് കറക്കി അവിടെ എന്ത് വന്നു? ഊർജം വന്നു. ഊർജത്തെ ഡെവലപ്പ് ചെയ്യാണ്. ആ കെട്ടിക്കിടന്ന ആ വെള്ളത്തിനെ വളരെ ശക്തിയായിട്ടുള്ള പമ്പ് കൊണ്ട്, ഇല്ലെങ്കിൽ ഭയങ്കര ഇത് വെച്ച് അടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? പല കാര്യത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഈ ശിവൻ എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് ഒരനക്കവും ഇല്ലാതെ റിസർവോയർ ആയിട്ടിരുന്ന ആ ശക്തിയെ ഈ ദേവി എന്ന് പറയുന്ന ശക്തി, ആ ശക്തി 3 തരത്തില് ഇച്ഛയായിട്ടും ജ്ഞാനമായിട്ടും ക്രിയയായിട്ടും ആ പറഞ്ഞ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും പ്രകൃതിയായിട്ടും ഈ മീനായിട്ടും മാനായിട്ടും ഈ പറഞ്ഞ വേംസ് ആയിട്ടും എന്താ ഈ അമീബ വരെയുള്ള സകലതും ഈ ഒരു പല ആ സൃഷ്ടി കർമ്മങ്ങള് ഈ 5 കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നു. ഏതാണ് 5 കാര്യങ്ങള്? 5 പഞ്ചതന്മാത്രകള്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 എണ്ണത്തിനെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനകത്തിരിക്കുന്ന ഈ പറഞ്ഞ നമ്മൾ ജഡം ഉണ്ടാക്കുന്നു. ഈ മാറ്റർ എന്ന് പറയുന്നത് ജഡമാണ്. അത് ശിവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവൻ തന്നെ. പക്ഷെ അതിന് ഉണ്മ കൊടുക്കുന്നത് ഈ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ അന്ധകരണാദികളായിട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 4 പേരും കൂടെ ഇതിനകത്ത് ഒരുമിച്ച് പ്രവേശിച്ചിട്ട് ഇതിന് ഉണ്മ കൊടുക്കുന്നു. അതിന് എന്താ പറയാ, ചലനശേഷി കൊടുക്കുന്നു. ഇത് കേറിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റർ ജഡമാണ്. അപ്പൊ എന്താണ് പുരുഷൻ, എന്താണ് പ്രകൃതി? ഈ പുരുഷനും പ്രകൃതിയും അഭേദ്യരാണ്, മാറ്റാൻ പറ്റില്ല. കുറച്ച് താൽക്കാലികമായിട്ടൊക്കെ നമ്മൾ മാറി എന്ന് പറയാം, ഒരിക്കലും അത് മാറാൻ പറ്റില്ല. ഇതാണ് തന്ത്രശാസ്ത്രത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നല്ലവണ്ണം നമ്മൾ അത് മനസ്സിലാക്കിക്കൊള്ളാം. അതായത് ഇത് ആത്യന്തിക സത്യമാണ്. ഒരിക്കൽ ആത്യന്തികം എന്ന് പറഞ്ഞാൽ അന്തമായിട്ട്, അതായത് അവസാനം വരെയും ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു വേർപെട്ട് നിൽക്കുകയാണ്, അവർ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ്, ചേർന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ഭൗതിക തലത്തിൽ, മനുഷ്യ തലത്തിൽ പറയാം. പക്ഷെ ഓരോരുത്തരുടെയും, നിങ്ങളുടെയും എന്റെയും ഉള്ളിലിരിക്കുന്ന ശിവനും ശക്തിയും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു പൂർണ്ണമായിട്ട് ഒരാളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനകത്ത് ശിവനില്ല. ശിവൻ പോയി എന്ന് പറഞ്ഞാൽ എന്താ? ശവമായി നാളെ. ആ ഷായുടെ ഉള്ളില് ഇകാരമായിട്ടിരിക്കുന്ന വള്ളി, ഷാ എന്നുള്ള ശവത്തിന്
ആ ചൈതന്യം കൊടുക്കുന്ന വള്ളി, അതാണ് ഈംകാരം. ദേവി ഈംകാര സ്വരൂപിണിയാണ്. ഈം എന്ന് പറയുന്ന അക്ഷരം വെറും ഈം എന്ന് ജപിച്ച പോലും അമ്മയെ കാണാൻ പറ്റും. അത്ര പവർഫുൾ ആണ് ഈംകാരം. ആ ഈംകാരം ആ ശവത്തിന് ഈംകാരം ചേരുമ്പോ ശിവനായിട്ട് തീർന്നു, മംഗളമായിട്ട് തീർന്നു. അപ്പൊ ഇവരൊരിക്കലും സെപ്പറേറ്റ് ചെയ്തിരിക്കണില്ല, ഒരിക്കലും അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കിപ്പൊ ഇവിടെ കാണുന്നതൊക്കെ എന്താ? നമ്മളിപ്പോ ഒരു ചുമ്മാ ഒരു കർട്ടൻ നാടകമല്ലേ കാണുന്നത്? ഒരു തിരശീല മാറ്റി രാമനും സീതയും വരണു, അവര് കാട്ടിപ്പോണു, സെപ്പറേറ്റ് ചെയ്തിരുന്നു, രാവണൻ പിടിച്ചു. ഇതൊക്കെ എന്താ? നമുക്ക് മായാകൽപിതമായിട്ടുള്ള നമുക്ക് കുറച്ച് രൂപങ്ങൾ നമുക്ക് തരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞ നിയോഗങ്ങൾ? നമ്മൾ ഓരോരുത്തരും എന്താണോ ഭൂമിയിൽ ഇന്ന് ഇരിക്കുന്നത്, നമ്മൾ മായയ്ക്കനുസൃതമായിട്ട് എന്തൊക്കെയോ ചലിക്കുന്ന പാവകൾ, അത്രേ ഉള്ളൂ. നമ്മള് ഈ പറയണ ശിവനും ശക്തിയും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുമുണ്ട്. ഇതുപോലെ തന്നെ രാമനും സീതയും ഇരുന്ന പോലെ അവർക്ക് സെപ്പറേഷൻ ഇല്ല. സെപ്പറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തിന് ഈ ബാഹ്യമായിട്ടുള്ള ശരീരം സെപ്പറേറ്റ് ചെയ്തതിന് ദുഃഖിക്കുന്നു? എന്തിനൊരാൾ മരിക്കുമ്പോ കിടന്ന് ഈ കഷ്ടപ്പെടുന്നു? ബാഹ്യമായിട്ടുള്ള സെപ്പറേഷൻ വന്ന് അത് എന്താ കമ്പൽസറിയാണ്, വന്നേ പറ്റൂ. അത് നമുക്ക് അനുഭവിക്കണം. മരണം വരും, മരണം വരും എന്ന് ഓർത്ത് നിനച്ച് അത് നിനയ്ക്കണം. മരണം വരും, ശരീരം നഷ്ടപ്പെട്ടു പോകും. അതിന് കിടന്ന് ആർത്തലച്ച് കരയേണ്ട കാര്യമുണ്ടോ? ആ ജീവന് മുക്തി കിട്ടി, അത് അടുത്ത ജന്മം സ്വീകരിക്കണം. അതിന് ഹയർ എന്താ ഈ എവല്യൂഷൻ തിയറി? നമ്മൾ പറയുന്നുണ്ട് ചെറുതായിട്ട് ഒരു അമീബയിൽ നിന്ന് എവല്യൂഷൻ തിയറി. അവർക്ക് കർമ്മമില്ല. ഈ പറഞ്ഞ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും കുറെ കാലം ജീവിച്ച് ഭൂമിയിൽ ഇരിക്കുമ്പോൾ അതിന് കാലക്രമം അനുസരിച്ച് ഈ പറഞ്ഞ യമധർമ്മ രാജാവ് ഇല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്ന ചക്രത്തിലൂടെ അവര് സഞ്ചരിച്ച് അവർക്ക് ഭൂമിയിൽ എത്താൻ പറ്റും. അവര് അധോലോകത്ത് താമസിക്കുന്നവര് എവല്യൂഷൻ, അവര് പല കാലത്തിന്റെ ഗണനയിൽ മനുഷ്യ ജന്മം എടുക്കണം ഭൂമിയിൽ വന്നിട്ട്. അവിടുന്ന് പിന്നെ നമ്മൾ എവല്യൂഷൻ തിയറിയാണത്. നമുക്ക് വീണ്ടും ഊർത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശരീരത്തെ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കണം. ഈ ശരീരം കൊണ്ട് ഊർത്ത ലോകത്ത് പോകാൻ പറ്റില്ല. അവിടെ എവല്യൂഷൻ പ്രോസസ്സ് മനസ്സിലാണ് നടക്കുന്നത്. ആ മനസ്സുകൊണ്ട് ഉയർന്ന് നമ്മൾ 3 ഡയമെൻഷനിൽ ജീവിച്ചിട്ട് 4th ഡയമെൻഷൻ, 5th, 6th, അതാണ് 6th സെൻസ് എന്ന് പറയുന്നത്. ആജ്ഞാചക്രത്തിൽ എത്തുമ്പോൾ 6th സെൻസ് നമുക്ക് വർക്ക് ചെയ്യും. നമുക്ക് ഈ ലോകം മുഴുവനും നമ്മളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് സഹസ്രാരത്തിൽ എത്തുമ്പോൾ എന്താ? സർവ്വതോന്മുഖമായിട്ട് തീരും. എല്ലായിടത്തും ഇരിക്കുന്നത് ഞാനാണ്. ഞാൻ എന്നുള്ള വസ്തുവിനെ പിന്നെ കാണാൻ പറ്റും എല്ലാത്തിലും, എല്ലായിടത്തും, എല്ലാ മൃഗങ്ങളിലും. അപ്പൊ നമുക്ക് എന്താ? ആ ഒരു ഭേദചിന്തയില്ല. നമുക്ക് രണ്ടെന്നുള്ള ആ ഡ്യുവാലിറ്റി ഇല്ലാതാകുന്നത് എവിടെയാ? ആജ്ഞാചക്രത്തിന് മേളില്. അവിടെയാണ് മോക്ഷം. ഈ ഞാനും ഈ ഞാൻ എവിടെ നിന്ന് വന്ന സോഴ്സിലിരിക്കുന്ന ശക്തിയും നമ്മള് രണ്ടല്ല, ഏകമായിട്ട് അദ്വയമാണ്, ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ കണ്ട നാടകങ്ങൾ മുഴുവനും ഈ പറഞ്ഞ രാമായണം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി രചിച്ച നാടകമെല്ലാം എന്തായിരുന്നു? വെറും എന്താ കഥാപാത്രങ്ങളായിരുന്നു. അവർക്ക് രാമനും സീത എന്ന് പറയുന്ന പുരുഷ പ്രകൃതിമാർക്ക് യാതൊരു വിധത്തിലും സെപ്പറേഷൻ ഇല്ല. ദേ ആർ ഓൾവേസ് ഒരുമിച്ച്, പിരിയാൻ പറ്റാത്ത ശക്തികളാണ് അവര് നമ്മുടെ ഉള്ളിലുമുണ്ട്. സീതയായിട്ട്, രാമനായിട്ട്, ശിവനായിട്ട്, പാർവതിയായിട്ട്, വിഷ്ണുവായിട്ട്, ലക്ഷ്മിയായിട്ട്, ആരാണെങ്കിലും ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ജീവൻ. ഇത് രണ്ടും കൂടെ പോകുമ്പോൾ, ശരീരം വിടുമ്പോൾ ശരീരത്തിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ? ഈ ചിത്ശക്തി നമ്മുടെ ശരീരത്തെ ഈ ജഡമായിട്ടിരിക്കുന്നത് ശിവതത്വം തന്നെയാണ്, മാറ്റർ ആണ്. അതുകൊണ്ടാണ് ചിതാഭസ്മം ചിതയിൽ കൊണ്ടുപോയി എരിച്ചു കളയുന്ന ഈ പഞ്ചഭൂതങ്ങളെ. അത് എരിച്ചു കളയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഈ ശിവബോധം, ഈ പറഞ്ഞ നമ്മുടെ ഇരിക്കുന്ന ചിത്ശക്തി എന്ന് പറയുന്ന ഈ ജീവാത്മാവ് ശിവബോധത്തിൽ ലയിച്ച് ഏകമായിട്ടായിട്ട് അവർ യാത്ര ചെയ്യുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതെല്ലാം ഇനി വരുന്നു. രാമഹൃദയം എന്ന് പറയുന്നത് അതാണ്, അത്ര ഉയർന്നതാണ് രാമഹൃദയം. ഇത് ആ ചിതാകാശം ജലാകാശത്തിൽ കാണുന്ന പോലെ, ജലത്തിൽ കാണുന്ന പ്രതിബിംബം പോലെ വളരെ വ്യക്തമായിട്ട് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നുണ്ട് അല്ലെ? എന്താ? ദൃശ്യമാന നഗരീ തുല്യം. ഈ കാണുന്നത് ഒരു നഗരിയാണ്, ഒരു പുരിയാണ്. അതെന്താ? ദൃശ്യം, കാണുകയാണ്. കാണപ്പെടുന്ന ഒരാൾ അകത്തിരുന്ന്, കാണുന്ന വസ്തു പുറത്ത്. അപ്പൊ ഇതെന്താ? ഒന്നിന്റെ പ്രതിബിംബമാണ്. അപ്പൊ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നതിന്റെ പ്രതിബിംബമാണ് ഈ കാണുന്ന നമ്മൾ ഓരോരുത്തരും, ഈ കാണുന്ന വിശ്വവും. ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ സാധനയുടെ പോലും ആവശ്യമില്ല. അത് രണ്ടും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ശക്തിയെ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. അതാണ് സിദ്ധി. ആ സിദ്ധികളാണ് അണിമാലിക്കുമാക്കി നമുക്ക് വലുതാവാനും ചെറുതാവാനും. എവിടെയാ എന്താ വലുതാവും ചെറുതാവും? ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഇതൊരു ശാസ്ത്രമായിട്ട് മാറാൻ കാരണം ഈ മനസ്സിൽ, ഈ തനുവില്, ഈ ശരീരത്തിനകത്തിരിക്കുന്ന മനസ്സിന്റെ ശക്തി. അതിന് വലുതാകാൻ പറ്റും, ചെറുതാകാൻ പറ്റും, റിജിഡ് ആവാൻ പറ്റും, നാരോ ആവാൻ പറ്റും, ഒഴുകാൻ പറ്റും, അഗ്നിയാവാൻ പറ്റും, ദഹിപ്പിക്കാൻ പറ്റും. എന്തും ഭാവന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതിശക്തമായിട്ടൊരു ഉപാധിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ മനനം ചെയ്ത് മനനത്തിലൂടെ മനുഷ്യത്വത്തെ നേടി ആ യഥാർത്ഥ സത്യത്തിൽ ചെന്നോളണം.
അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഒരിക്കലും അവിടെ സെപ്പറേഷൻ ഇല്ല. ഇതറിഞ്ഞാൽ ഈ കഥകളൊക്കെ കഥകളായിട്ട് നമ്മൾ കാണാൻ പഠിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താ ഒരു എന്താ പറയാ പാവകളി നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കർട്ടൻ കെട്ടിയിട്ട് ആ പുറകിൽ ഒരു വെളിച്ചം വെച്ച് കൊടുത്തിട്ട് പാവകളെ ഇവിടെ വെളിയിലെ പാവകളെ ചലിപ്പിക്കും രണ്ടുപേരിരുന്ന്. അപ്പൊ അതിന്റെ പ്രതിബിംബങ്ങള് ഈ നിഴല് പോലെ ആ കർട്ടനിൽ വീണ് കഴിയുമ്പോൾ കുതിരകൾ ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നു, യുദ്ധം വരുന്നു. അവിടെ പാവകളുടെ ചലനം നിൽക്കുമ്പോൾ അവിടെ കർട്ടനിൽ ഒന്നുമില്ല. ഇത് തന്നെ നാമരൂപങ്ങൾ എന്ന് പറയുന്നത്. കർട്ടനാകുന്ന പ്യോർ വെളുത്ത ഒരു കർട്ടൻ. സിനിമാ തിയേറ്ററിൽ ചെന്നാലും 2.5 മണിക്കൂർ സ്ക്രീനിൽ എന്തൊക്കെയോ കാണുന്നു ഇല്ലേ? യഥാർത്ഥത്തിൽ സ്ക്രീൻ അല്ലേ ഉള്ളൂ അവിടെ. എന്താ കാണുന്നത്? ആ ഒരു പ്രൊജക്ഷൻ. ആ പ്രൊജക്ട് ചെയ്ത് എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചതിനെ അവിടെ ഇരുന്ന് ലൈറ്റിന്റെ പ്രകാശത്തിൽ നമ്മളെ കാണിക്കുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിന്റെ കൂടെ കരയുന്നു, ചിരിക്കുന്നു. 2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നമ്മളിലോട്ട് തിരിച്ചെത്തുന്നു. ഇത് തന്നെ ഈ ശരീരമാകുന്ന രൂപമെടുത്ത് പാവ കളിക്കുന്നു. ഈ ലോകത്ത് വന്നിട്ട് ആ ചരട് കളിക്കുന്ന ആ ചരട് പിടിച്ച് നമ്മുടെ അമ്മ കളിപ്പിക്കുന്നു. അത് വെച്ച് കളിക്കുന്നു, കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നു. തിരിച്ച് എന്താ നൂല് ആരുടെ കയ്യിലാണെന്ന് മറന്നു പോകുന്നു. ഇവിടെ തന്നെ ശരീരം അവസാനിക്കുന്നു. വീണ്ടും ജന്മജന്മാന്തരങ്ങൾ ദേഹത്തെ തേടി അലഞ്ഞ് ദേഹമെടുത്ത് ഈ സത്യത്തെ അറിയുന്നിടം വരെ ജന്മം തുടരുന്നു. ഇത് വേണോ? അത് നമ്മൾ തീരുമാനിക്കണം. ഈ സത്യത്തെ ഉൾക്കൊള്ളണം. ഇതിനാണ് രാമായണം നമ്മൾ പഠിക്കുന്നത്. ഈ സത്യം അറിഞ്ഞാൽ ഈ 24,000 ശ്ലോകമോ 32,000 യോഗവാസിഷ്ടമോ കാണണ്ട. ഇതിന്റെ എസൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഈ എസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളതൊക്കെ എന്താ ഒരു നീർക്കുമുള പോലെ. ആ നീർക്കുമുള പൊട്ടിയാൽ ജലമാണെന്ന് അറിഞ്ഞാൽ ആ നീർക്കുമുള ജലത്തിന്റെ ഒരു എന്താ അതിലുണ്ടാകുന്ന നാമരൂപങ്ങളാണെന്ന് അറിഞ്ഞാൽ ജലമേ അവിടെ ഉള്ളൂ. അവിടെ കുമിളകളില്ല, അലകളില്ല, തിരകളില്ല, എല്ലാം സമുദ്രം മാത്രം, ജലം മാത്രം. ആ ജലത്തിന്റെ വിവിധ നാമരൂപങ്ങൾ ഏകമായിട്ടിരിക്കുന്ന ആ ശിവചൈതന്യത്തിന്റെ നാമരൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പല പല പ്രദർശനങ്ങൾ. ആ പാവകളി ദേവി നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവിക്കൊരു ലീലയാണ്. അതുകൊണ്ടാണ് അമ്മ ലളിത എന്ന് പറയുന്നത്. അമ്മയ്ക്ക് പ്രപഞ്ച സൃഷ്ടി അമ്മയുടെ കളികളിൽ ഒന്നാണ്. അമ്മ കളിക്കട്ടെ, അമ്മ ഇഷ്ടം പോലെ കളിക്കട്ടെ. നമുക്കെന്താ, നമ്മൾ ആ കളിക്ക് നിന്നു കൊടുത്താൽ പോരെ? അവിടെ കയറി ബലം പിടിക്കുമ്പോഴാണ് ഞാന് എന്റേത് എനിക്കുള്ളതെന്ന് പറയുന്നത്. അമ്മയുടെ കളിക്ക് അമ്മയുടെ കൂടെ ചേർന്ന് കളിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനാണ് അമ്മയുടെ മന്ത്രം നമ്മൾ എടുക്കുന്നത്. അമ്മയുടെ കൂടെ ചേർന്ന് അമ്മയ്ക്ക് സറണ്ടർ ചെയ്ത് ഞാനെന്നുള്ള വ്യക്തി ബോധമില്ലാതെ അമ്മ കളിപ്പിക്കുന്ന ചരട്, എനിക്ക് ചരട് വേണ്ട, ചരടിന്റെ അറ്റത്തെ പാവ ഞാനാണെന്ന് അറിഞ്ഞ് ആ ചരടെന്ന് പറയുന്ന മന്ത്രത്തിലൂടെ അമ്മയുടെ കൈകളിൽ എത്തിക്കൊള്ളണം. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിവ് വരുമ്പോൾ സുഖദുഃഖങ്ങളും ഈ ശരീരം ഉപേക്ഷിക്കാനും ഒന്നും നമുക്ക് മടിയില്ല. ഭയം എന്നുള്ള ഒരു കാര്യമേ നമുക്കില്ല. ഈ സത്യത്തെ ഉൾക്കൊണ്ട് വേണം ഇനി നമുക്ക് സീതയുടെ ഈ പറഞ്ഞ സീതാ പരിത്യാഗമൊക്കെ കാണാനായിട്ട്. അത് നിയോഗങ്ങളാണ്, ഇതൊക്കെ നടന്നേ തീരൂ. അപ്പൊ ഇതൊരു സിനിമയാണ്. ആ പ്രപഞ്ച സത്യത്തിൽ, അതായത് ജയവിജയന്മാരുടെ തിരിച്ചുള്ള പോക്കിന് രാവണനെ വധിച്ചേ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ രാമൻ എന്ന് പറയുന്ന വ്യക്തിത്വം വിഷ്ണുവാണ്. ആ വിഷ്ണുവിന് സ്വധാമത്തിൽ പോയേ പറ്റൂ. ഇതൊക്കെ അനിവാര്യമായിട്ടുള്ള ഘടനയാണ്. അതാണ് ഞാൻ പറയുന്നത്. 3 നാഴിക ഈ രാമായണം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന കാലഗണന ദേവന്മാരെ സംബന്ധിച്ച് 3 നാഴിക. നമ്മൾ 1 നിമിഷം കണ്ണടച്ച് തുറക്കുന്ന അരനാഴിക നേരം മനുഷ്യനെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കുറച്ച് സമയം. നമ്മൾ ഇതിനെ വലിയ ഒരു കഥയാക്കി എടുത്ത് ജീവിതം നരകിച്ച് 14 വർഷം ഒന്നുമല്ല. ദേവവർഷങ്ങൾ എന്ന് പറയുമ്പോൾ 1 മിനിറ്റ്, ഒരു പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ്. അത്രയും പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ നമ്മൾ ഈ സീതാന്വേഷണത്തിന്, അതായത് നമ്മൾ 1 വർഷക്കാലം അദ്ദേഹം സീതാന്വേഷണത്തിൽ എന്തിനു മുഴുകി? അദ്ദേഹം വ്യാപൃതനല്ലായിരുന്നോ? അതിനല്ലേ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തത്, ഹനുമാനെ തെക്ക് ദേശത്തേക്ക് അയച്ചത്? അവിടെ ലങ്കയിൽ സീത ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്. അങ്കുലിയം കൊടുത്തയച്ചില്ലേ? ഇതൊക്കെ എന്താ കാരണം? ഈ രാമന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. മനുഷ്യഭാവം പൂണ്ട് എന്താ പറയാ, ജാലം, ഒരു ഇന്ദ്രജാലം നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ നിയോഗത്തിന്റെ പൂർത്തി. നമ്മൾ ഓരോരുത്തരും രാമന് നിയോഗമുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിയോഗമാണ്. നിയോഗിച്ചിരിക്കുക നമ്മള്. പക്ഷെ നമ്മളെന്താ, ഭൂമിയിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ നിയോഗം മറന്നുപോയി. നമ്മൾ എന്തെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ എന്താ പറയുക, ഒരു ഉത്സവ സ്ഥലത്തേക്ക് പറഞ്ഞു നോക്കൂ. നമ്മൾ പറയും ഇന്നത് ചെന്നത് വാങ്ങിച്ചോണ്ട് വരൂ, ആ കളിപ്പാട്ടം കുഞ്ഞെ നീ വേറെ ഒന്നും നോക്കല്ലെന്ന് പറഞ്ഞ് ഈ കൊച്ചുകുട്ടി അജ്ഞാനിയാണ്, അറിയില്ല, കൊച്ചാണ് അല്ലെ. അവിടെ ചെന്ന് കഴിയുമ്പോ എന്താ, അവിടുത്തെ പകിട്ടിലും അവിടുത്തെ വെളിച്ചത്തിലും അവിടെ കിടക്കുന്ന പൂരത്തിലും അവിടെ നടക്കുന്ന ഡാൻസുകളിലും മതിമറന്ന് ഇങ്ങനെ നിൽക്കും. അയ്യോ എന്തൊക്കെയോ എന്റെ കണ്ണുകളെ ആകർഷിക്കണം, എന്തൊക്കെയോ ഞാൻ കേൾക്കുന്നു, എന്തൊരു ഭംഗി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് ആ സ്ഥലം വിട്ട് തിരിച്ച് സ്വഗ്രഹത്തിൽ വന്നു ചേരാൻ പറ്റില്ല. ആര് പോവും? അമ്മ തേടിപ്പോവും.
പിടിച്ചോണ്ട് വരാൻ, ഇല്ലേ? നിന്നെ ഇതിനല്ലേ അയച്ചത്, മറന്നുപോയോ, എന്താ തിരിച്ചു വരാത്തെന്ന് ചോദിച്ചിട്ട് അമ്മ ചെന്ന് ഓർമ്മിപ്പിക്കും. അങ്ങനെ ഓരോരുത്തരും നമ്മളെ അമ്മ വന്ന് വിളിച്ചിരിക്കുകയാണ് നമുക്ക് മന്ത്രം തന്ന്. ആ സ്വധാമത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കുഞ്ഞെ, നീ പോയിട്ട് കുറെ കാലങ്ങളായില്ലേ, കണ്ട് മതിയായില്ലേ, കേട്ട് മതിയായില്ലേ, രുചിച്ച് മതിയായില്ലേ, അനുഭവിച്ച് മതിയായില്ലേ, നീ എന്നെ മറന്നുപോയോ, വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ മഹാമന്ത്രം തന്ന അമ്മയിലേക്ക് സ്വീകരിക്കാൻ അമ്മ കാത്തിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം, ഇല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ തീരുമാനിക്കുന്ന ഏത് ജന്മത്തിലോട്ടും വരാൻ തയ്യാറാകുക. ഈ ഒരു ആത്മതത്വത്തെ അറിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചാലും അതല്ലേ, എന്തായാലും മരണമില്ല. ഒരിക്കലും ഈ പറഞ്ഞ ജീവാത്മാവെന്ന് പറയുന്ന ലയനമേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഏതെങ്കിലും ഒരു ലോകത്ത് ജനിക്കണം. നമ്മൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമാണ് ജനനം, മറ്റത് ആവിർഭൂതമാവുകയാണ്. ഈ പറഞ്ഞ ലൈറ്റ് എനർജിക്ക് എന്താ പറയാ, അവർക്ക് ഉണ്ടാവാൻ പറ്റും, എവിടെ വേണോ പോകാൻ പറ്റും, ആ ഒരു തലത്തില്. അപ്പൊ എന്താണെങ്കിലും ശരി, ആ അമ്മയുടെ ഇഷ്ടത്തിനാണെങ്കിൽ, അമ്മ നിശ്ചയിച്ച കാര്യമാണെങ്കിൽ അതെന്താ മംഗളകരമായിട്ട് അവസാനിക്കുകയുള്ളൂ. അപ്പൊ പുറമെ നമ്മൾ ഇതിന്റെ കർത്തവ്യം എല്ലാം എന്താ കൊടുക്കുന്നത്, രാമനിലാണ് കൊടുക്കണം, അല്ലെ? രാമൻ അത് ചെയ്തില്ലേ, തന്റെ കർത്തവ്യം ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ, അദ്ദേഹത്തിന്റെ പൗരുഷം കാണിക്കാനല്ലേ സീതയുടെ അടുത്ത് എന്താ പറയാ, ഞാൻ തിരിച്ചു വിളിച്ചു, നിന്നെ പിടിച്ചു, രാമനെ കൊണ്ടുവന്നു, ഞാൻ നിനക്കെന്താ പരിപൂർണനായിട്ടുള്ള ഒരു ഭർത്താവാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു, നീ പതിവ്രതയാണെന്ന് എനിക്കറിയാം, എന്തെല്ലാം പറയണു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണം. ആ ദേവിയെ തനിക്ക് തിരിച്ചു വേണമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ച് ചിന്തിച്ചിരുന്നു. കാരണം അതാണ് പറഞ്ഞത്, പുരുഷനും പ്രകൃതിയും സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതാണ് സത്യം. നമ്മൾ സത്യത്തെ മാത്രം അറിയുക, അതാണ് ഉണ്മ, അതാണ് സത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്തില് എന്തിനാണ് സീതയെ ഉപേക്ഷിക്കണം അടുത്ത ചോദ്യം, അല്ലെ? നമുക്ക് സീതയെ തിരിച്ചു കിട്ടി, ഇനി എന്തിനാണ് അവിടെയും ചില തത്വങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. കാരണം ഇതെല്ലാവരുടെയും, ഏത് മനുഷ്യന്റെയും ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ആധ്യാത്മിക ദൃഷ്ടിയോടെ വേണം നമ്മൾ നോക്കിക്കാണാൻ. കാരണം ഈ മണ്ണ്, ഈ നമ്മുടെ ഭാരത മണ്ണിനെ കുറിച്ച് ഒന്ന് അറിയണം നമ്മൾ. ഭാരത മണ്ണ് എന്താ, ഇന്ന് എന്താണ് വന്നിരിക്കുന്നത്? പശുക്കളെ പണ്ട് ഗോവധം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഹിബിറ്റ് ചെയ്ത ഒരു രാജ്യമാണ് ഭാരതം. പശു എന്ന് പറയുന്നത് കാമധേനുവാണ്. അതിലെല്ലാ ദേവതാ സങ്കല്പങ്ങളും പശുവിൽ ഇരിക്കുന്നു എന്നാണ്. പക്ഷെ ഇന്ന് ആ പശുവിനെ കൊന്ന് ചോര ഒഴുക്കി വൃത്തികെട്ട അധാർമിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഭാരത മണ്ണായിട്ട് തീർന്നു. അതുകൊണ്ട് അത് ശുദ്ധമല്ല, അശുദ്ധമാണ്, അല്ലെ? ഋഷിമുനിമാര് തപസ് ചെയ്ത് സാത്വികമായ യാഗയജ്ഞങ്ങൾ നടത്തി പുണ്യഭൂമിയാണ് ഈ മണ്ണ്. ഇന്നോ അത് പാശ്ചാത്യ സംസ്കാരം, അതായത് പാശ്ചാത്യര് വന്ന് നമ്മളെ ആക്രമിച്ച് നമ്മളെ അപവിത്രമാക്കി കളഞ്ഞു, നമ്മുടെ ആ ശുദ്ധത ഇല്ലാതാക്കി. പക്ഷെ അവര് ഉപേക്ഷിച്ചു പോയിട്ടുള്ള കുറെ, നമ്മൾ പറയില്ല, എല്ലാം വന്ന് ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടാത്തത് ഇട്ടിട്ട് പോയിന്ന്, അതുപോലെയുള്ള ചില ചില ഇതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് അവർ ഉപേക്ഷിച്ചു പോയ വികൃതങ്ങളായിട്ടുള്ള ചില സംസ്കാരങ്ങളും പേറി ഇന്ന് നമ്മൾ നടക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, ആ മാതൃക, അവരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്, ഒരിക്കലും നമ്മുടെ സംസ്കാരത്തെ. അത് ഇന്നും അങ്ങനെ ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഭാരതം ഇങ്ങനെ നിലനിൽക്കുന്നത്. നമ്മൾ വിദേശീയര് വന്ന് നമ്മുടെ ഭാഷയെ മറന്നു, നമ്മുടെ സംസ്കാരത്തെ മറന്നു, നമ്മുടെ അച്ഛനമ്മമാരെ പൂജിക്കാൻ മറന്നു, ആ ഗുരുവിനെ പൂജിക്കാൻ മറന്നു, അതിഥികളെ പൂജിക്കാൻ മറന്നു, നമ്മുടെ പഞ്ചയജ്ഞങ്ങൾ മറന്നു, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു, കർത്തവ്യങ്ങൾ കടമകൾ മറന്നു. എന്തോ കോട്ട് സൂട്ട് വിട്ട് വന്ന് അവിടെ തണുപ്പ് രാജ്യത്ത് അവരുടെ ശരീരത്തെ രക്ഷിക്കാൻ വന്ന് നമ്മുടെ മുമ്പിൽ എന്തോ നമ്മൾ പകച്ചു നിന്നു. കാരണം നമ്മുടെ സംസ്കാരം നമുക്ക് കൈമുതലായിട്ടുള്ളത് നമ്മളെ വിട്ടുപോയി. അപ്പൊ അവരെന്തോ വലിയ ആളുകളെ വേറെ ഭാഷ, അവരവരുടെ ഭാഷയല്ലേ അവരവർക്ക് വലുത്, അവര് വന്ന് നമ്മുടെ മുമ്പിൽ അതൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളെന്താ, നമ്മുടെ ആ മൂല്യ ശോഷണം കൊണ്ട് നമുക്ക് അവര് വലുതായിട്ട് തോന്നി. അവരെന്തൊക്കെയോ കാണിച്ച് ഒരു ശ്മശാന ഭൂമിയായിട്ട് ആക്കി നമ്മുടെ ഭാരതത്തെ. ഇന്നും ആ ഭാരതത്തിൽ അത് അവരുടെ ഒരുപാട്, അവരുടെ ആ ഇൻവേഷന്റെ അവര് കൊണ്ടുവന്നിട്ടുള്ള കുറെ സംസ്കാരങ്ങൾ ഇന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ വെസ്റ്റേണൈസ് ചെയ്തു എന്ന്. വലിയ അഭിമാനമാണോ അത്, വെസ്റ്റേണൈസ് ചെയ്യുക? നമ്മൾ എന്താ, പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് വളരെ രൂഢമൂലമായിട്ടിരിക്കുന്ന സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് അവരിന്ന് ഇവിടെയോട്ട് വരുന്നത്. എത്രയോ സായിപ്പും മദാമയും ഏത് രാജ്യത്ത് നിന്ന് നോക്കിയാലും നമ്മുടെ സംസ്കാരവും നമ്മുടെ വെജിറ്റേറിയനിസം ഒക്കെ കണ്ട് ആകൃഷ്ടരായിട്ട് അവർ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ പറയും, ഓ അവര് വന്ന് പഠിക്കും, നമുക്ക് അതും പുച്ഛ. നമ്മൾ എല്ലാത്തിനെയും പുച്ഛിച്ചിട്ട് നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല, നമ്മൾ ആ ചെയ്യുന്നവരെ പുച്ഛം. ഇങ്ങനെ ഒരു സംസ്കാരം ഭാരതത്തിൽ ഇന്ന് രൂപപ്പെടുത്തുക. അതാണ് ശ്മശാന ഭൂമി. ശ്മശാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരങ്ങൾ അവസാനിച്ച ഒരു ഭൂമി. പക്ഷെ അല്ല, ആ ഹിമാലയ പ്രാന്തങ്ങളിൽ ഇനിയും ഇരിപ്പുണ്ട് എന്താ, ആ ഒരു ഋഷി തുല്യരായിട്ടുള്ള ആൾക്കാര്. അവര് എന്താ, ആ ഒരു അവരുടെ തപസ് കൊണ്ട് അവര് പോസിറ്റീവ് എനർജി ഇങ്ങനെ ഈ ഭൂമിയിൽ മുഴുവനും പരത്തുന്നത് കൊണ്ട് ഇന്നും ആ ഒരു ഭാരതത്തിന് ആ ഒരു ആധ്യാത്മിക ചൈതന്യമുണ്ട്. അങ്ങനെ ശവം ശരിക്കും ശവം അടക്കുന്നതാണ് ശ്മശാനം. അപ്പൊ അവിടെ ശവം വന്നപ്പോ എന്ത് ചെയ്തു,
പശുവിനെ കൊന്നു, മനുഷ്യരെ കൊന്നു. ഇപ്പൊ മനുഷ്യരെ, പശുക്കളെ കൊല്ലുന്ന പോട്ടെ, മനുഷ്യരെ കൊന്ന് പെട്ടിക്കകത്ത് വെക്കുന്നു മനുഷ്യര്. അപ്പോ ശവം വന്നപ്പോ എന്തായി? ശിവം നഷ്ടപ്പെട്ടു, മംഗളകരമായിട്ടുള്ളതെല്ലാം നമ്മളെ നഷ്ടപ്പെട്ടു. ഭാരതാംബയുടെ മക്കളാണ് നമ്മള്. ആ മാതാവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതായി. നമ്മുടെ നാഷണൽ ഫ്ലാഗ്, ആ ഒരു പറക്കുന്ന ദേവി, അതിലിരിക്കുന്ന നമ്മുടെ ഭാരതാംബ, പാർവതീ ദേവിയുടെ സ്വരൂപമാണ് ഭാരതാംബ. 51 ശക്തിപീഠങ്ങളുള്ള അത് എന്താ പറയാ, അത് പറക്കുമ്പോ ആ ഒരു നാഷണൽ ആന്തം പറയുമ്പോ എണീറ്റ് നിൽക്കുന്ന സംസ്കാരം പോലും നമുക്കിന്നില്ല. പണ്ട് നമുക്കത് വളരെ നിർബന്ധമായിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എവിടെയാണെങ്കിലും നാഷണൽ ആന്തം കേൾക്കുമ്പോൾ എഴിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് തന്റെ ആ ഭാരതഭൂമി, എന്റെ അമ്മയെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ച് നിൽക്കാറുണ്ട്, കൂടെ ചൊല്ലാറുണ്ട്. ഇന്ന് അതുകൊണ്ടോ? സിനിമാ തിയേറ്ററിൽ എഴിക്കണോ വേണ്ടയോ, അത് ചിലയിടത്ത് നിർബന്ധമാക്കണോ, ഉടനെ അടുത്ത സർക്കാർ വന്ന് അത് വേണ്ട. അങ്ങനെ നമ്മുടെ സ്വന്തം പെറ്റമ്മയെ നഷ്ടപ്പെട്ടവരാണ് നമുക്ക്. നമ്മൾ ഇന്ന് പോറ്റമ്മമാര് പോലും ഇല്ലാതെ, അതുകൊണ്ടാണ് സ്വന്തം പോറ്റമ്മമാര് പോലും ഇല്ലാതെ നമ്മളിങ്ങനെ അന്യരാഷ്ട്രങ്ങളിൽ ചെന്ന് തന്റെ ആ ഒരു സെക്കൻഡ് സിറ്റിസൺഷിപ്പ് എടുത്ത് വലിയ ആളുകളായിട്ട് കുറെ പണം ഉണ്ടാക്കി തന്റെ സ്വബോധത്തെ നഷ്ടപ്പെട്ട് അവിടെ തന്നെ അടിഞ്ഞുകൂടുന്നു. അവരുടെ മരണവും ജനനവും ഒക്കെ ഇവിടെ നല്ല ഭാരതഭൂമിയിൽ ജനിച്ചിട്ട് മരണം അവിടെയായിട്ട് തീരുന്നു. ഇവിടെ ജനിച്ച എത്രയോ പേര് എന്റെ അന്ത്യ സംസ്കാരം അമേരിക്ക ചെയ്യണമെന്ന് എന്റെ കൂടെ പറഞ്ഞു. എനിക്കറിയാം അമേരിക്ക ഭൂമി വലുത്, എന്റെ രാജ്യം ചെറുത്, എന്റെ ചിതാഭസ്മം അവിടെ കൊണ്ട് ഒഴുക്കുക. ഒന്ന് ആലോചിച്ചു, എത്ര തരം താണു പോയി നമ്മുടെ ജന്മം. എത്ര ഈ പുണ്യഭൂമിയെ തിരിച്ചറിയാത്തുണ്ടല്ലേ. എന്റെ മക്കൾ ഇരിക്കുന്നിടമാണ് വലുത്. എന്റെ മക്കൾ എന്താ, നാളെ പെരിഷബിൾ ആയിട്ടുള്ള കുറെ സാധനങ്ങളല്ലേ, കുറെ ശരീരങ്ങൾ. നമ്മുടെ മക്കൾ ഇരിക്കുന്നിടത്ത് എന്താ പുണ്യം? അവര് പുണ്യ കർമ്മങ്ങൾ ചെയ്ത് അവരിയ്ക്കുന്നിടം പുണ്യ തീർത്ഥങ്ങള് സന്യാസിമാരിയ്ക്കുന്നിടത്ത് അവര് ആ ഈശ്വരത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു തടാകത്തിന്റെ കരയിലിരുന്ന, ഒരു ഗംഗയുടെ തടത്തിലിരുന്ന ഒരു ഋഷി തന്റെ ഒരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ ആ തീർത്ഥമാണത്. ആ ജലം തീർത്ഥമായി മാറി. കാരണം എന്താ? ഈ ഈശ്വരീയ സംസ്കാരം അവിടെ കൊണ്ടുവന്നു. അതാണ് ഈശ്വരീയത. അല്ലാതെ നമ്മുടെ മക്കൾ ഇരിക്കുന്നിടമൊന്നും നമ്മുടെ മക്കളെ ആ രീതി പഠിപ്പിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട എന്താ, പൈങ്കിളി കഥകളോ നോവലോ വായിക്കുന്ന പോലെ പാരായണം ചെയ്യാതെ ഈ പറഞ്ഞു കിടക്കുന്ന ഈ ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. വളരെ സ്ട്രഗിൾ ചെയ്ത് മാത്രമേ നമ്മുടെ സാധനയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം പരിസരമെല്ലാം കൊണ്ടിരിക്കുകയാണ്. ജലം മലിനമാണ്, വായു മലിനമാണ്, മനുഷ്യന്റെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മനസ്സ് അതിലും ഭയങ്കരമായിട്ട് മലിനമായിരിക്കുക. അപ്പൊ ശുദ്ധതയില്ല അവിടെ. അപ്പൊ ശുദ്ധമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ അറിയണമെങ്കിൽ ഈ അശുദ്ധികളെല്ലാം മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ കർക്കിടക മാസത്തില് ഈ ഒരു രാമായണം എടുത്ത് വായിച്ചാൽ, ഒരു 31 ദിവസം ഇല്ലെ 30 ദിവസം വായിച്ചാൽ നമുക്ക് ഈ തത്വങ്ങൾ അറിയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. രാമായണം കുറെ അക്ഷരങ്ങളിൽ ചുരുങ്ങും. ഞാൻ ഇത്രയും ശ്ലോകം വായിച്ചു, നാളെ അത് അടച്ചു വെച്ചു, നാളെ മറ്റുള്ളവനെ ദ്രോഹിക്കാനും ആ ഒരു ആത്മസത്യത്തെ അറിയാതെ വെറുതെയൊക്കെയോ അലഞ്ഞു നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്നത്. എല്ലാവരും കർക്കിടകം 1 എന്ന് പറയുമ്പോൾ രാവിലെ എഴിച്ചു, രാമായണം വായിച്ചു, ഇത്രയും ശ്ലോകം വായിച്ചു, കണക്ക് പറയാറുണ്ട്. ഈ കണക്ക് പറയുന്ന വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. കാരണം ഈ തത്വങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. തത്വം അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ബോധത്തിൽ മാറ്റം വരുള്ളൂ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിന് മാറ്റം വരുള്ളൂ. അപ്പോ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ബോധം ഉണ്ടാക്കിയെടുക്കലാണ്. ഈ നമ്മുടെ ഉള്ളിൽ ഈ ബോധത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രാമായണ ഋഷി, രാമായണത്തിന്റെ കർത്താവായിട്ടിരിക്കുന്ന വാൽമീകി. അതുകൊണ്ടാണ് കാട്ടാളനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ആ ആള് തന്നെ ഇത് എഴുതിയത്. അപ്പൊ നമ്മുടെ കാട്ടാളത്വം, നമ്മുടെ ആ ഒരു സാക്ഷരതരായിട്ട്, നമ്മൾ സാക്ഷരരാണെന്ന് പറയണു, പക്ഷെ നമ്മൾ എന്താ പറയുക, രാക്ഷസന്മാരാണ്. രാക്ഷസീയ സ്വഭാവങ്ങളുടെ പിടിയിൽ വരുന്ന മോഡേൺ ആൾക്കാർക്ക്, മോഡേൺ വേഷമിട്ട സാക്ഷരത ഉൾക്കൊണ്ട ആൾക്കാർ. എന്താണ് സാക്ഷരത എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വിദ്യാഭ്യാസമുള്ളവരാണോ ഇത് ചെയ്യുന്നത്? 5ഉം 6ഉം ഡിഗ്രികളുണ്ട്, IAS ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലേ? ഈ 3 അക്ഷരങ്ങളിലുള്ള പ്രവൃത്തികളാണോ നമ്മൾ ഇന്ന് കാണുന്നത്? അത്രയും അധപ്പതിച്ചത്. അപ്പൊ അവരെങ്ങനെയാ നമുക്ക് സാക്ഷരത എന്ന് പറയുന്നത്? അപ്പൊ ഈ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസമല്ല, നമുക്ക് യൂണിവേഴ്സിറ്റി എന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റുകളല്ല നമ്മളെ സാക്ഷരരാക്കുന്ന. യഥാർത്ഥത്തിലെ അക്ഷരങ്ങളെ, ആ നശിക്കാത്ത തത്വത്തിനെ നമ്മുടെ ഉള്ളില് തിരിച്ചറിയുന്നതാണ് സാക്ഷരത. അപ്പോഴേ നമുക്ക് രാക്ഷസനിൽ നിന്ന് മുക്തി കിട്ടുള്ളൂ. ദുന്ദുബിയുടെ 7 മുളകൾ പൊട്ടിയതുപോലെ ഓരോ തലത്തിലും നമ്മുടെ അജ്ഞാനം മാറുമ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് അടുക്കും. അത് കുറച്ചു പേരായിക്കോട്ടെ, 1000-ൽ ഒരാള് തിരിച്ചു വന്നാൽ അത് നമ്മുടെ ഭാരതഭൂമിയെ രക്ഷിക്കും. കാരണം അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി. ഈ സത്യത്തെ മനസ്സിലാക്കുന്നവരുടെ ഉള്ളിൽ മാത്രമേ ആ പോസിറ്റീവ്നെസ് കാണാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോ ഈ പ്രകൃതിയായ സീതാദേവിയെ പരിത്യജിക്കാൻ ശ്രീരാമചന്ദ്രൻ ഒരുങ്ങുകയാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. ഇതൊക്കെ കഥയുടെ ഒരു ഒഴുക്കാണ്. ഇനിയിപ്പോ ആ ഒഴുക്ക്, ആ നദി ഒഴുകി സമുദ്രത്തിൽ ചെന്ന് ചേർന്നിട്ട് തനിക്ക് സരയൂ നദിയിൽ തന്റെ ആ ശരീരത്തെ ഉപേക്ഷിക്കണം, തന്റെ കൂടെ നിന്നവർക്കെല്ലാം മുക്തി കൊടുക്കണം. രാമന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം
സീതാദേവിയെ പരിത്യജിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പ്രകൃതി അഥവാ മായയെ പരിത്യജിക്കാതെ നമുക്ക് ബ്രഹ്മത്തെ കിട്ടില്ല എന്നുള്ള ആദ്യത്തെ ആണി അടിക്കുകയാണ്. സാധനയിൽ ആദ്യത്തെ ആ ഒരു മനസ്സിലാക്കേണ്ട തിരിച്ചറിവ് എന്താ? പ്രകൃതിയായിട്ടിരിക്കണം മായയെ പരിത്യജിക്കാതെ നമുക്ക് ബ്രഹ്മസത്യത്തെ കിട്ടില്ല. അതാണ് ഒരു സത്യം. രാമൻ സൂര്യവംശജനായതുകൊണ്ട്, സൂര്യവംശത്തിൽ ജനിച്ച വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം എന്താ? ജാഗ്രത അവസ്ഥയുള്ള ആളാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉറക്കത്തിൽ കാണുന്ന ആളാണോ സൂര്യൻ? അല്ല. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം സൂര്യന്റെ പ്രഭാവമാണ് ഈ ജീവനെ ശരീരത്തിൽ നിലനിർത്തുന്നത്. രാവിലെ ഉദിക്കുന്ന സൂര്യനല്ല. ആ സൂര്യൻ ഒരു എനർജി സെന്റർ ആണ്. ആ സൂര്യൻ ഉണ്ട്, അത് കാണുന്ന പ്രപഞ്ചത്തിലെ സൂര്യൻ. അതുപോലെ ആ സൂര്യന്റെ എല്ലാം എന്താ? പ്രാണശക്തിയെ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മസൂര്യനുണ്ട്. അപ്പോ ഈ പറഞ്ഞ പ്രണവ മന്ത്രം നമുക്കറിയാം 3 മണ്ഡലങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ: അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, സോമമണ്ഡലം. അപ്പൊ ഈ ജാഗ്രത്തിന്റെ പ്രതീകം അപ്പൊ ഓംകാരം എന്ന പ്രണവം, അതായത് ബ്രഹ്മസത്യത്തിന്റെ ബ്രഹ്മം എന്ന് പറയുന്നത്. പ്രണവം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മോപാസനയാണ് പ്രണവം എന്ന് പറയുന്നത്. ഓംകാരം, പ്രണവം. ഏത് മന്ത്രവും തുടങ്ങുന്നത് ഓംകാരത്തിൽ. അകാര, ഉകാര, മകാരങ്ങള്, അർത്ഥചന്ദ്രൻ, മാത്ര. ഇതിൽ നിന്നാണ്. അതാണ് ആ അകാര, ഉകാര, മകാരങ്ങള്. ഈ പറഞ്ഞ അർത്ഥചന്ദ്രൻ എന്ന് പറയുന്നത് മായ, അതിൽ നിന്നുള്ള ബിന്ദു. ഇങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിയായിട്ട് വരുന്നത്. അപ്പൊ ഓംകാരത്തിന്റെ ആദ്യത്തെ ശബ്ദം അകാരമാണ്. ആര്? ഈ പറഞ്ഞ രാമൻ. ജാഗ്രത അവസ്ഥ ആദ്യത്തത്. ഇപ്പൊ സൂക്ഷ്മതലത്തില് എന്താ ഇത് കാണേണ്ടത്? ആ ഒരു ആദ്യ മന്ത്രമായിട്ടുള്ള ആ രാമൻ ജാഗ്രത ആണ്. നമുക്ക് 3 അവസ്ഥകളുണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇപ്പൊ രണ്ടാമത്തെ അവസ്ഥ, നമുക്കറിയാം സ്വപ്നാവസ്ഥയാണ്. അത് എവിടെ കൊണ്ടുചെല്ലും? ഈ പ്രണവത്തില് ഉകാരം എന്ന് പറയുന്ന മന്ത്രത്തിൽ കൊണ്ടുചെല്ലും. ഉകാരം. അത് 3ാമത്തെ അവസ്ഥ സുഷുപ്തി, മകാരം. അപ്പൊ അകാര, ഉകാര, മകാരങ്ങള്. അപ്പൊ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ, അത് നമ്മൾ എപ്പോഴും പഠിച്ചോളും. ഓം എന്നുള്ളത് ബ്രഹ്മസത്യമാണ്. ആ ഒരു 3 പ്രണവ മന്ത്രമാണ്. അതിനെയാണ് നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന എല്ലാ മന്ത്രത്തിന്റെയും ആ ഗായത്രിയുടെ ആ ഉപജ്ഞ, അതിൽ നിന്നാണ് ഗായത്രി മന്ത്രം പോലും വരുന്നത്. അപ്പൊ ആ ഓമിന്റെ, ആ ബ്രഹ്മത്തിന്റെ ആ ഏകാക്ഷരമായിട്ടിരിക്കുന്ന, അതായത് ആ പരം ഇരിക്കുന്ന ആദ്യത്തെ അക്ഷരമാണ് രാമൻ ജാഗ്രത അവസ്ഥയിൽ. അപ്പൊ എന്താ? ഈ ശ്രീരാമചന്ദ്രൻ അത് ഈ പരം എന്ന് പറഞ്ഞാൽ എന്താ? ബിയോണ്ട് ആണ്. ഈ ഓം എന്ന് പറയുന്നത് സൃഷ്ട പ്രപഞ്ചത്തിന് മുന്നുള്ള ശക്തി. അതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ഓമിൽ നിന്നാണ് പ്രപഞ്ചം നാദത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ ആ പരമാണ്. അപ്പൊ ശ്രീരാമനെ ഈ ലക്ഷ്യപ്രാപ്തിക്ക് അവതരിച്ച ആളായി കണ്ട് നമ്മൾ ഉപാസിക്കണം. അതായത് എന്താണോ ബ്രഹ്മത്തെ നമ്മൾ ഉപാസിക്കുന്നത്, നമ്മൾ ഈശ്വര തത്വത്തെ ബ്രഹ്മത്തിലോട്ടുള്ള സഞ്ചാരമായിട്ട് ഈശ്വരനായിട്ട് കാണുന്നെങ്കിൽ ഈ പറഞ്ഞ ജാഗ്രത അവസ്ഥയിലുള്ള ആളായിട്ട് അകാരമായിട്ട് നമ്മൾ ഈ രാമനെ കാണണം, ഉപാസിക്കണം. രണ്ടാമതോ അകാരം, ഉകാരം. നമ്മൾ എന്താ? സ്വപ്നാവസ്ഥ. സ്വപ്നവും സുഷുപ്തിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നമ്മൾ ഡീപ് സ്ലീപ്പിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ചെറിയ ഒരു എന്താ പറയുക, സ്വപ്നം എന്ന് പറയുന്നത് തോട്ട്സ്, അതായത് പൂർണ്ണമായിട്ട് ആ ഒരു സത്യത്തിൽ ലയിച്ചിട്ടില്ല, എന്നാൽ സത്യത്തിൽ ലയിക്കാനായിട്ടുള്ള മനസ്സിന്റെ യാത്ര. ജാഗ്രതയിൽ നിന്ന് പതുക്കെ ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈം, ആ ഒരു പൂർണ്ണ സുഷുപ്തിയിൽ പോകുന്നതിന് മുമ്പുള്ള ആ പൂർണ്ണ സുഷുപ്തി പോയി കഴിഞ്ഞാൽ ബ്രഹ്മസത്യത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ഓരോ ദിവസവും നമുക്ക് ബ്രഹ്മലയനമുണ്ട് സുഷുപ്തിയില്. അതുകൊണ്ടാണ് ഉറക്കത്തിന് ശേഷം വല്ലാത്തൊരു ഊർജം കിട്ടുന്നത്. ആ ഊർജ പ്രപഞ്ചത്തിൽ ചെന്ന് നമ്മുടെ മനസ്സ് ഒതുങ്ങുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ജാഗ്രത അവസ്ഥയായിട്ടിരിക്കുന്ന രാമനിൽ നിന്ന് നമ്മൾ സുഷുപ്തി അവസ്ഥയിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ആ 2ാമത്തെ തലമാണ് കൃഷ്ണൻ, 2ാമത്തെ അവതാരം. അതായത് ചന്ദ്രമണ്ഡലം, സൂര്യമണ്ഡലത്തിൽ നിന്ന് 2ാമത്തെ അവതാരമായിട്ടിരിക്കുന്ന ആ ഒരു കൃഷ്ണനിൽ എത്തുമ്പോൾ നമ്മൾ എവിടെ എത്തി? ചന്ദ്രമണ്ഡലത്തിൽ. സൂര്യമണ്ഡലം ഹൃദയഭാഗം, ചന്ദ്രമണ്ഡലം ആജ്ഞാചക്രത്തിന് മേളില്. നമ്മൾ എവിടെ എത്തി? നമ്മുടെ ജീവൻ ആ ജാഗ്രത അവസ്ഥയിൽ നിന്ന് 2ാമത്തെ അവസ്ഥയായിട്ടിരിക്കുന്ന ഉകാരത്തിലെത്തി. ഉകാരം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ പോയി കഴിയുമ്പോൾ ഈ ചന്ദ്രമണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സമയമുണ്ട് സഹസ്രാരത്തിലെത്താൻ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലലാടം എന്ന് പറയുന്ന അവിടെ നിന്ന് വളരെ നിശബ്ദമായിട്ടിരിക്കുന്ന, പിന്നെ എല്ലാം സുഷുപ്തിയിൽ ശബ്ദമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ കാണുന്നു നാദം, നാദാന്തം, ശക്തി, ഉന്മിനി, സമിനി, വ്യാപിനി എന്ന് പറഞ്ഞ് ലാസ്റ്റിൽ ചെന്ന് ആ പറഞ്ഞ മഹാബിന്ദുവില് ബൈന്ദവ സ്ഥാനത്ത് ചെന്ന് നമ്മുടെ ജീവൻ ലയിക്കുകയാണ്. അപ്പോ ഈ പറഞ്ഞ ആ രാമൻ എന്ന് പറയുന്നത് ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഈ തത്വം മനസ്സിലാക്കണം. ഓമിന്റെ ജാഗ്രത അവസ്ഥയാണ്. കൃഷ്ണനെ എന്താ നമ്മൾ യോഗേശ്വരൻ എന്ന് പറയണത്? കാരണം യോഗം ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ ജഗദ്ഗുരു. ആ ജഗദ്ഗുരുവായിട്ട് നിൽക്കുന്ന കൃഷ്ണൻ എവിടെയാണ്? ചന്ദ്രമണ്ഡലത്തിലാണ്. അദ്ദേഹം ചന്ദ്രവംശത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഈ രാമനോ സൂര്യവംശത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ആ ജാഗ്രത ഉണർന്നിരിക്കുമ്പോ കർമ്മങ്ങളെ നന്നായിട്ട് പ്രവർത്തിക്കുക, ഈ സത്യത്തെ അറിയുക, അതാണ് രാമൻ. രണ്ടാമതിരിക്കുന്നതോ ആ യോഗേശ്വരൻ, ആ
യോഗം ചെയ്യാൻ ഈശ്വരനായിട്ടിരിക്കുന്ന ആള്, ആ ഗുരുതത്വം, അതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ജന്മം. അതായത് നമ്മൾ കാണുന്നത് ആ കൃഷ്ണനായിട്ടുള്ള ജനനം. അങ്ങനെ സൂര്യ ചന്ദ്ര മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ ഒരു സാധകനെ കൊണ്ടുചെല്ലുന്നതാണ്. ഈ ബ്രഹ്മസത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ യാത്രയില് സൂര്യചന്ദ്ര മണ്ഡലങ്ങളിലേക്ക് നമ്മളെ എത്തിയാണ് രാമകൃഷ്ണൻ. അപ്പോ അവരുടെ നിയോഗം എന്താണ്? ഭൂമിയിൽ വന്നിരിക്കുന്നത് ഈ രാക്ഷസന്മാരെ കൊല്ലാൻ. നമ്മുടെ രാക്ഷസന്മാരാരാണ്? നമ്മുടെ ഷഡൂർമികള്, നമ്മുടെ ഷഡ്വൈരികള്, കാമക്രോധാദികള്, അതാകുന്ന രാക്ഷസന്മാരുടെ രൂപം കൊടുത്തിരിക്കുന്നു. രാവണനും കുംഭകർണനും, ഇല്ലെങ്കിൽ എന്താ ശിശുപാലൻ, ദന്തവക്ത്രനാവട്ടെ, ഈ പറഞ്ഞ വരാഹം, നരസിംഹമൊക്കെ, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. അതായത് നമ്മളെ പോലുള്ള ഓരോ ജീവനും ഓരോ യുഗത്തില് ഓരോ പേരെടുത്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രാക്ഷസന്മാരെ കൊന്നൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോ അവതരിക്കും. ഈ നമ്മുടെ ഉള്ളിൽ രാമതത്വം അവതരിക്കണം, കൃഷ്ണന്റെ തത്വം അവതരിപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ജീവന് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആ യഥാർത്ഥ ബ്രഹ്മതത്വത്തെ അറിയാൻ പറ്റൂ. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള രാമതത്വം എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയെ അതിജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പ്രകൃതിയെ അതിജീവിക്കാൻ പ്രകൃതിയെ കൈക്കലാക്കണം, പ്രകൃതിയെ കൊണ്ടുവരണം. അതിനെന്ത് ചെയ്തു? ത്രയംബകം എന്നുള്ള വില്ല് കൊലച്ച് സീതാദേവിയെ സ്വന്തമാക്കി. ത്രയംബകം യജാമഹേ, നമ്മൾ അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ത്രയംബകം എന്ന് പറയുന്നത് മൂന്നാമത്തെ തൃക്കണ്ണാണ്, മൂന്നാമത്തെ കണ്ണ്. ത്രയംബകം യജാമഹേ സുഗന്ധിയും. ആ സുഗന്ധം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ ജ്ഞാനത്തിന്റെ കണ്ണ് നമുക്ക് തുറക്കണം, ഇല്ലേ? ആ ജ്ഞാനം കൊണ്ട് മാത്രമേ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ, ഭയത്തിൽ നിന്ന് നമ്മൾ മുക്തരാവുള്ളൂ. അപ്പോ ഈ സീതാദേവി അവിദ്യയാണോ? അല്ല, വ്യാർ വിദ്യയാണ്, വിദ്യാസ്വരൂപിണിയാണ് അമ്മ എന്നറിയണം. അതുകൊണ്ടാണ് രാമൻ ത്രയംബകം വില്ല്, തന്റെ മൂന്നാമത്തെ തൃക്കണ്ണ് ശൈവചാപമാണ്. ശിവനാണ് ത്രയംബകൻ, ത്രയംബകേശ്വർ. ത്രയംബകേശ്വർ ലിംഗമുണ്ട്, 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ത്രയംബകേശ്വരൻ. അപ്പൊ ആ ത്രയംബകം വില്ലൊടിച്ചിട്ട് ആരെ കൊണ്ടുവന്നു? വിദ്യാസ്വരൂപിണി, ശ്രീവിദ്യാസ്വരൂപിണിയായിരിക്കണ, മഹാമായയായിട്ടിരിക്കണ, ആ യന്ത്ര മന്ത്ര തന്ത്രാദികൾക്ക് അടിസ്ഥാന സ്വരൂപിണിയായിരിക്കുന്ന സീതാദേവിയെ ആര് സ്വന്തമാക്കി? ശിവസ്വരൂപത്തിലിരിക്കുന്ന ശിവൻ ഏത് രൂപത്തിൽ വന്നാലും രാമനും കൃഷ്ണനും എല്ലാം എന്താ? ശിവസ്വരൂപം, മംഗളസ്വരൂപമായിട്ടിരിക്കുന്ന രാമൻ സ്വന്തമാക്കി. അപ്പൊ എന്താ? വിദ്യ. ആ വിദ്യ എന്ന് പറയുന്ന മനസ്സ് എവിടെ ചേർന്നു? ആ പറഞ്ഞ ബ്രഹ്മം എന്ന് പറയുന്ന പരമാത്മാവില് ചേർന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന വിദ്യ നഷ്ടപ്പെട്ടു. നമ്മളും അങ്ങനെയല്ലേ? ഈ വിദ്യ കിട്ടിയ പിന്നെ നമുക്ക് എന്താ അവിടെ ചാർച്ചക്കുറവ്? നമ്മൾ എന്തിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണം? എന്തിനു വേണ്ടി മോക്ഷത്തിന് വേണ്ടി കഷ്ടപ്പെടണം? ആ വിദ്യ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു ഭൂമിയിൽ വരുമ്പോ. അപ്പോ എന്താ? പുരുഷൻ എന്ന സത്യം എന്താ? ആ തത്വം, പുരുഷൻ ഒരു സത്യമാണ്, സത്താണ്, ഉണ്മയാണ്, തത്വമാണ്. അതെന്ത് ചെയ്യണം? വിദ്യയായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ചേർന്നാലേ യോഗം ഉണ്ടാകുള്ളൂ. അതാണ് യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ അവതരിക്കാൻ കാരണം. അപ്പൊ ഇവിടെ കാണുന്നതും നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും മാത്രമല്ല, ഈ പ്രകൃതി അവിദ്യയായിട്ടിരിക്കുന്ന പ്രാകൃത മനുഷ്യന് എന്താ? ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി പ്രകൃതിയെ ഉപയോഗിച്ചേ മതിയാവൂ. ഈ പ്രകൃതിയെ നമ്മൾ കാണണം. ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നേടേണ്ടത് നേടിയെടുത്തിട്ട് അതും അവസാനം നമ്മളെ ഉപേക്ഷിക്കേണ്ടി വരും എന്നാണ് സീതാ പരിത്യാഗം നമ്മളെ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അത് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മൾ മരിക്കുന്നിടം വരെ എല്ലാത്തിനും കെട്ടിപ്പിടിച്ചു വെക്കണം. നശ്വരമായിട്ടുള്ള സമ്പത്തുകളെ പോലും നമുക്ക് വിടാൻ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ നമ്മുടെ ഭാര്യയും ഭർത്താവിനെയൊക്കെ വിടും? രാമനെ അത് രാമതത്വത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതായത് പ്രാകൃത മനുഷ്യൻ ആണ് അവിദ്യയുള്ളത്. അവന് യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവൻ എന്ത് വേണം? ആ ഒരു മഹാപുരുഷ സംശയം വേണം. രാമന് ഒരു മഹാപുരുഷന്മാരെന്ന് പറയുന്നതെല്ലാം രാമന്റെ ഗുരുക്കന്മാരാണ്. ഈ പറഞ്ഞ വസിഷ്ഠനും വിശ്വാമിത്രനും അഗസ്ത്യനും ഒക്കെ അദ്ദേഹത്തിന്റെ വഴി കാണിച്ചു കൊടുത്തു. മനുഷ്യ ജന്മത്തിൽ അദ്ദേഹം അവിദ്യയായിരിക്കുന്ന മായ, അത് പ്രാകൃത മനുഷ്യനാണ്. ഞാൻ പ്രാകൃത മനുഷ്യനല്ല, ഞാൻ ആരാ? ബ്രഹ്മതത്വമാണെന്ന് ഉണർന്നു കഴിഞ്ഞപ്പോ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രകൃതിയെ ഉപേക്ഷിക്കണമെന്ന് നമ്മളെ കാണിച്ചു തരാൻ എന്ത് ചെയ്തു? അദ്ദേഹം സീതയെ ഉപേക്ഷിക്കാൻ തയ്യാറായി. കാരണം സീതയെ ഉപേക്ഷിച്ച് വളരെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് അദ്ദേഹം സരയൂ നദിയിൽ പോകുന്നത്. അപ്പോ പ്രകൃതിയെ ഉപേക്ഷിച്ചേ മതിയാവൂ എന്നുള്ള ഒരു തലം വരുമ്പോൾ അത് ഉപേക്ഷിക്കാൻ സന്തോഷത്തോടെ തയ്യാറാവുന്നവനാണ് ആത്മതത്വത്തെ അറിഞ്ഞവൻ. ലൗകികത്തില് ഈ മുക്തിക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ എന്നത് സത്യം. അല്ലാതെ കാലം വന്ന് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുമ്പോൾ ശരി പോട്ടെ, ഇനി എന്തായാലും മരിക്കും എന്ന് ഇരിക്കണമല്ല. ഇത് അറിഞ്ഞ് ശരീരത്തെ വിടുക, അതാണ് സത്യം.
അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, യഥാർത്ഥ സത്യത്തെ അറിഞ്ഞവന് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ലോക വ്യവഹാരത്തില് ലോകരുടെ കണ്ണില് വേറെ പലതുമായിട്ട് പല കഥകൾ ഉണ്ടാക്കിയാലും രാമൻ എന്ന് പറയുന്ന യഥാർത്ഥ സത്വ ഗുണപ്രധാനമായിട്ടിരിക്കുന്ന ബ്രഹ്മത്തിന് യാതൊരു കുഴപ്പവുമില്ല. ആകാശത്തില് ചന്ദ്രനെ നോക്കി കുറെ പേര് പട്ടികൾ കുരച്ചാലും കല്ലെടുത്തെറിഞ്ഞാലും ചന്ദ്രൻ ആകാശത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കും. അതുപോലെ തന്നെയാണ് ബ്രഹ്മതത്വം. ഈ കഥയെ വളച്ചൊടിച്ച് പല രീതിയിൽ വേണമെങ്കിലും കാണിക്കാം. കുറെ തരം താണ ആളുകളുടെ നാവിലൂടെ മോശമായിട്ടുള്ള സംഗതികൾ പറയാം. രാമനെ കുറിച്ചും സീതയെ കുറിച്ചും മോശമായിട്ട് സംസാരിക്കാം. പക്ഷെ അത് നമ്മുടെ വ്യക്തിത്വം എങ്ങനെ ഇരിക്കണമെന്ന് ആശ്രയിച്ചിരിക്കും, നമ്മുടെ സംസ്കാരം എങ്ങനെ ഇരിക്കണം. ആ യഥാർത്ഥ ഒരു സാധകനെ സംബന്ധിച്ച് അതിന്റെ ഗൂഢ അർത്ഥങ്ങള്, എന്തിന് രാമൻ വന്നു, എന്താണ് രാമന്റെ ആ അവതാര ലക്ഷ്യമെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഉള്ളറകളിലോട്ട് പോയി സത്യത്തെ ഉൾക്കൊണ്ട്, ബിക്കോസ് നമ്മളും നമ്മുടെ ആ ശരീരത്തിന്റെ ഈ സ്ഥൂല ശരീരത്തിന്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിക്കുകയാണ്. പഞ്ചകോശങ്ങളെ ഭേദിക്കണം. ഈ പറഞ്ഞ സ്ഥൂല ശരീരത്തെ ഇല്ലാതാക്കണം. പഞ്ചകോശ ഭേദനം നടന്നിട്ട് വേണം നമുക്ക് ആനന്ദമയ ചക്രത്തിൽ ചെന്ന് അമ്മയുമായിട്ടിരിക്കാൻ. അതിന് ഈ ഭേദിക്കണമെങ്കിൽ നിസാരത്തെ സത്യം സത്യം ഇല്ലെങ്കിൽ ഭേദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭേദിക്കാനൊന്നും പറ്റില്ല. ഇത് അറിഞ്ഞിട്ട് എന്താ ഉപേക്ഷിക്കണം. ഒന്നും നമുക്ക് വലിയ കോടാലി കൊണ്ടൊന്ന് വെട്ടി മുറിക്കുകയല്ല ചെയ്യണത്. അറിഞ്ഞ് അതിനെ കടന്നു പോവുക, തരണം ചെയ്തു പോവുക. അതാണ് സാധനയുടെ ലക്ഷ്യം. അപ്പൊ എന്താ, ഇതൊരു ലൗകിക സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും അറിയണം. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യണു, ലക്ഷ്മണനെ പോലും അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. ആദ്യം പ്രകൃതിയെ ഉപേക്ഷിക്കണു. ലക്ഷ്മണൻ ആരാ? നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കട്ടില് വിടില്ല അല്ലെ? എവിടെ ഹോട്ടലിൽ ചെന്ന് താമസിച്ചാലും എന്റെ വീട്ടിലെ കട്ടില്, ഞാൻ സ്ഥിരം കിടന്ന കട്ടില് അല്ലെ, എനിക്കത് പറ്റില്ല, അവിടെ ചെന്ന് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാന്ന് നമ്മൾ പറയും. നമ്മുടെ കുറെ കാലം 10, 20 വർഷം ഇല്ലെങ്കിൽ 30 വർഷം 40 വർഷം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ എത്ര അറ്റാച്ച്ഡ് ആകുന്നു നമ്മുടെ മുറി, നമ്മുടെ കട്ടില്, നമ്മുടെ കുളിമുറി. എനിക്ക് അവിടെ കണ്ണടച്ച് നടക്കാൻ പറ്റുന്ന പറയണത്. അപ്പൊ അത്രത്തോളം ഒരു ശരീരത്തിന്, ഈ പറഞ്ഞ മനസ്സിന് ഒരു മുറിയോട് അറ്റാച്ച്മെന്റ് വന്നെങ്കിൽ യഥാർത്ഥമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ധാമത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ അതൊന്നും വിടാൻ തയ്യാറല്ല. പറഞ്ഞ ആ ലക്ഷ്മണനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൽപ്പമാണ്. ഈ പറഞ്ഞ ശേഷനാഗത്തിന്റെ പുറത്ത് കിടക്കുന്ന മഹാവിഷ്ണു തനിക്ക് സദാ കാലത്തിന്റെ ആ 5 പഞ്ചേന്ദ്രിയങ്ങളാകുന്ന പഞ്ചഭൂതങ്ങളാകുന്ന 5 തലയുള്ള അനന്തൻ, ഇൻഫിനിറ്റ്, ആ ഒരു ടൈം ആൻഡ് സ്പേസിൽ കിടക്കുന്ന വിഷ്ണു, പാലാഴിയിലെ അനന്തന്റെ പുറത്ത് സ്ഥിരം ശയിക്കുന്ന വിഷ്ണു ഈ രാമനായിട്ട് അവതാരം എടുത്തപ്പോ ലക്ഷ്മണനെ ഉപേക്ഷിക്കുകയാണ്. ലക്ഷ്മണനോടും പറയുന്നു എന്നെ വിട്ടുപോകൂ. അപ്പൊ നമ്മളോ ഒരു കട്ടില് പോലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നമുക്ക് സുഖം വേണമെങ്കിൽ നമ്മുടെതൊന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങൾ നമുക്ക് വേണം, എല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ. ഈ ഒരു വലിയ തത്വമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ സീതയെ ഉപേക്ഷിക്കാൻ ലക്ഷ്മണനെയാണ് പറഞ്ഞു വിടേണ്ടത്. സീതയെ ആദ്യം ഉപേക്ഷിക്കുന്നു, പിന്നെ ലക്ഷ്മണനെ. നമുക്കറിയാം ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു, പിന്നെ ത്യാഗത്തിന്റെ, അതായത് ത്യജിക്കുന്നു പല ബന്ധങ്ങളെയും. കാരണം ഇത് നശിക്കുന്നതാണെന്ന് അറിയാം രാമന്. ബന്ധങ്ങളെല്ലാം ശരീരമുള്ളിടത്തോളേ ഉള്ളൂ, അത് ബന്ധനങ്ങളാവരുത്, അതിനെ ത്യജിക്കണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ, ഈ യോഗം ചെയ്യണമെങ്കിൽ, യോഗേശ്വരനാവണമെങ്കിൽ എന്ത് ചെയ്യണം, ത്യജിക്കണം. അത് അറിഞ്ഞുകൊണ്ട് ത്യജിക്കുകയാണ്. ആ ലക്ഷ്മണനെ വിടുന്നു, സീതയെ വിടുന്നു. അവസാനം എന്താ, സ്വന്തം ശരീരത്തെ ത്യജിക്കുകയാണ്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതായത് ഈശാവാസി ഉപനിഷത്തിൽ പറഞ്ഞ പോലെ തേന തെക്തേന പുഞ്ചീത, ഈ പ്രാപഞ്ചിക സുഖങ്ങളെല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങള്, ആത്മാവെന്ന് പറയുന്ന സുഖദുഃഖങ്ങൾക്കൊന്നും അതീതമാണ്. ആത്മാവിന് യാതൊന്നുമില്ല, മരണമില്ല, ജനനമില്ല. അതിന് സുഖം എന്ന് പറയുന്ന മനസ്സാണ് ഇതിന്റെ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നശ്വരങ്ങളാണ്. ഇത് നമ്മുടെ ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത് പ്രായം അനുസരിച്ച് ശരീരത്തിന്റെ ബലം കുറയുമ്പോൾ, നമ്മുടെ എനർജി ബോഡി വീക്ക് ആവുമ്പോൾ പോലും നമുക്കിത് അനുഭവിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞോളണം. ആ ത്യജിച്ച് എന്താ, പ്രപഞ്ച വസ്തുക്കളെ ത്യജിക്കാൻ പറ്റണം. പതുക്കെ മനസ്സില് എന്താ ചഞ്ചലത ഉണ്ടാകുന്നത്, മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ത്യജിക്കുമ്പോഴേ യഥാർത്ഥ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. മറ്റത് എന്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണോ അത് വീണ്ടും നമുക്കൊരു വിഹ്വലത, നഷ്ടപ്പെടുമോ, ഏതിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണോ അതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്താ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ എന്താ, ആ ത്യജിക്കുന്ന പ്രപഞ്ച വസ്തുക്കളെ പോലും, തന്റെ ഭാര്യയെ ത്യജിക്കുന്നു, സഹോദരനെ ത്യജിക്കുന്നു, തന്റെ തൽപ്പത്തെ ത്യജിക്കുന്നു. ആ ഒരു വിഹ്വലമായ മനസ്സ് എന്താ ശാന്തമാകണം നമുക്ക് കാണാൻ കഴിയും. പോയി കഴിയുമ്പോൾ പോയി. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കളയുന്നതാണോ ഒരാൾ പിടിച്ചു കൊണ്ടുപോകുന്നതാണോ നമുക്ക് ഇഷ്ടം? നമ്മുടെ കയ്യിലിരിക്കണം, നമ്മൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുക, അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയും. അതേസമയം കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ സാധനം കൊണ്ടുപോകുമ്പോൾ അപ്പൊ നമ്മൾ തരും, അത് തിരിച്ചു തരും, ഭയങ്കരമായിട്ട് വിഷമിക്കും. കുറച്ചുകൂടെ ആകുമ്പോഴോ അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാം വേണ്ട സാരയില്ല കൊണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ നമ്മൾ വിടേണ്ടത്?
അല്ല, ഈ ഇരിക്കുന്ന ബ്രഹ്മതത്വം ഇരിക്കുന്ന ഈ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ, ഇത് നശ്വരമാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. ഉറപ്പിച്ചിട്ട് എന്താ, നമുക്ക് കളിക്കാൻ പറ്റിയ, നമ്മളെ കളിപ്പിക്കുന്ന ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചേതനയുമായിട്ട് ചഞ്ചലതകളെ, വിഹ്വലതകളെയൊക്കെ മാറ്റി, ഭയത്തെ മാറ്റി ആ ഉള്ളിലോട്ട് യാത്ര ചെയ്ത് എന്താ, മനസ്സ് ശാന്തമാക്കണം. അത് ത്യജിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പിടിച്ചോണ്ടിരുന്നാല് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം വരും. അപ്പോ പ്രകൃതി, അതായത് ഉപേക്ഷിക്കുക. എന്നാൽ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണെന്നും അത് പ്രകൃതിയിൽ തന്നെ ഉപേക്ഷിക്കണം. പഞ്ചഭൂതമായിട്ടുള്ള, പഞ്ചീകൃതമായിട്ടുള്ളതാണ് പ്രകൃതി. അതിനെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. അപ്പൊ എന്താ, ആ തന്റെ കട്ടില്, തന്റെ തൽപ്പം പോലും എന്തിനൊക്കെയാണോ ചേർന്നിട്ട് അദ്ദേഹം കടന്നിരുന്നാണ്, സ്ഥിരം കിടക്കുന്നതാണ്, ഇനി ചെന്നാൽ പാലാഴി കിടക്കുന്നതാണ്. അതിനെ പോലും മനുഷ്യനായിട്ട് ജനിച്ചപ്പോ എന്താ, അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് ലക്ഷ്മണ, നീ എന്നെ വിട്ടു പോണമെന്ന് പറയാണ് ലക്ഷ്മണനോട്. അപ്പോ താൻ വന്നത് എന്തിനാണോ അതൊക്കെ ചെയ്യുക, വളരെ ആത്മാർത്ഥതയോട് തന്റെ കർമ്മങ്ങൾ ചെയ്തിട്ട്, അതായത് അത് നടത്തിയില്ലെങ്കിൽ എന്താ, കാലം വളരെ ക്രൂരമായിട്ട് നമ്മളെ ബലമായിട്ട് നമ്മളിൽ നിന്ന് അകറ്റും. നമ്മൾ എന്തൊക്കെ പിടിച്ചോണ്ടിരിക്കണോ അതിനെയൊക്കെ കാലം എന്ന് പറയണ അകറ്റിക്കളയും. അപ്പൊ സന്തോഷമായിട്ട് അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ രാമൻ നമുക്ക് കാണിച്ചു തരുന്നത്. സത്യമായിരിക്കുന്നതിനെ ആ നേടാൻ എന്താ, ഈ ഭൂമിയിൽ വന്നും പോയിരിക്കണം. നമുക്ക് സ്ഥിരമായിട്ടൊരു വിമാന സർവീസ് വേണം. കാരണം ശരീരത്തിൽ വരണം, ഇതറിയാതെ തിരിച്ചു പോകണം, പിന്നെയും വരണം, ഈ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ, ഈ രാമന്റെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാല്, ആ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാല് എന്താ, ഈ ഭൂമിയിൽ ഇരുന്ന് നേടേണ്ടത് നേടി പിന്നെ ഭൂമിയിലേക്ക് വരാതെ ഊർധ്വലോകങ്ങളിൽ സ്ഥിരമായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും. അതുകൊണ്ട് നശ്വരമായതിനെ തിരിച്ചറിയൂ, നമ്മള് ആ നശ്വരമായതിനെ ഉപേക്ഷിക്കൂ, നഷ്ടബോധം കൊണ്ട് നടക്കരുത്. കാരണം ഒന്നും കൊണ്ടുവരാത്തവരാണ് നമ്മള്. യാതൊന്നും കൊണ്ടുവരാതെ വെറുതെ ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ ഭൂമിയിൽ വന്നവര് എന്തിനാണ് നഷ്ടബോധം? എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്? ഭഗവത്ഗീതയുടെ 24 തത്വങ്ങൾ എഴുതി വെക്കുമ്പോ ആദ്യമല്ലേ ചോദിക്കണം, നീ എന്ത് കൊണ്ടുവന്നു? നീ ഭൂമിയിൽ എന്ത് കൊണ്ടുവന്നു? ഈ ശരീരം കൊണ്ടുവന്നു. അത് നിനക്ക് ആര് തന്നു? ആരോ അറിയില്ല, അച്ഛനമ്മമാര്. ഈ അച്ഛനമ്മമാർക്ക് എവിടുന്ന് കിട്ടി? അപ്പൊ ഇതിന്റെ ആ ഒരു തലത്തിലേക്ക് പോയി ചെല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ബുദ്ധിയും തന്ന ആളിനെ മനസ്സിലാവും, അതിലൂടെ സഞ്ചരിക്കൂ. ഒന്നും നഷ്ടപ്പെട്ടതോടുത്ത് ദുഃഖിക്കേണ്ട. ബിക്കോസ് നേടാൻ ഒരുപാടുണ്ട്. ആ നശിച്ചു പോകാത്തതിനെ നമുക്ക് നേടാൻ പറ്റും സന്തോഷത്തോടെ. അതായത് ആ ഒരു ദുഃഖമില്ലാതെ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് സന്തോഷത്തോടെ ഇത് അറിഞ്ഞിട്ട് അതിന്റെ കൂടെ ചേർന്നിരിക്കുക. അതായത് നഷ്ടപ്പെട്ടു പോകുന്നതിനോട് ചേരാൻ പോകരുത്. കാരണം അത് നമ്മളും അതിന്റെ കൂടെ നമ്മുടെ ആ ഒരു മനസ്സും അവിടെ നഷ്ടപ്പെട്ടു പോകണു. അപ്പോ ഈ ത്യാഗങ്ങളെല്ലാം തന്നെ ഒരു ആ നേട്ടമാണ്. ത്യാഗമേ അഭ്യുന്നതി. ത്യജിച്ചത് കൊണ്ട് മാത്രമേ നിനക്ക് അഭ്യുന്നതി ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സ് ആ ഒരു മരങ്ങൾ ചായുന്നു ഫലാഗമത്തിനാൽ. ആ പഴങ്ങൾ വരുമ്പോ ചായുന്ന പോലെ എന്താണെങ്കിലും നമ്മൾ താഴണം. നമുക്ക് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. പഴങ്ങൾ അവിടെ നിന്ന് ആ മരത്തിന് പ്രയോജനമുണ്ടോ? അത് മനുഷ്യർക്ക് കൊടുക്കണം. അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജന്മം കൊണ്ട് ആ കർമ്മ നിയോഗങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മള് ത്യജിക്കണം. വേദാന്ത പഠനത്തില് എല്ലാം ഉപേക്ഷിക്കാൻ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ വേദമാണെങ്കിലും തന്ത്രമാണെങ്കിലും ഇത് പഠിച്ചില്ല, ഈ ബേസിക് കാര്യങ്ങൾ അറിയാതിരുന്നാല് ഇനി ഏത് ശാസ്ത്രം പഠിച്ചാലും, വേദം പഠിച്ചാലും അഗ്നിഹോത്രം ചെയ്താലും ഈ ഉപേക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിൽ എന്താ, അഗ്നി തത്വമാണ്. ഇതം നമമ, ഇതൊന്നും എന്റേതല്ല. മമത്വത്തെ ഇല്ലാതാക്കണം. അപ്പൊ എന്താ, ഈശ്വരനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ത്യജിക്കേണ്ടത് ത്യജിക്കണം. അപ്പോ ഈശ്വരനെ കിട്ടും. രാമകൃഷ്ണ പരമഹംസർ എന്താ ചെയ്തത്? തന്റെ ശരീരത്തെ ത്യജിക്കാൻ തയ്യാറായി. കാരണം എന്താ, എത്ര വിളിച്ചിട്ടും ദേവി വന്നില്ല. ഒരു ദിവസം അമ്മയെ കണ്ടില്ല, കാളിയെ കണ്ടില്ല. അമ്മ വരാതെ ഞാൻ ഇനി ഉറങ്ങില്ല, ഭക്ഷണം കഴിക്കില്ല, വാശി പിടിച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്നു. ദുഃഖിതനായിട്ട് കുറെ വിളിച്ചു നോക്കി, ദേവി വരൂ എന്ന്. അപ്പൊ എന്താ, അമ്മ വന്നില്ല. കാരണം എന്താ, അദ്ദേഹം ദേഷ്യം വന്നു. ഇനി അമ്മ വന്നില്ല, ഇനി എനിക്ക് ശരീരം വേണ്ട എന്ന് പറഞ്ഞ് ശരീരത്തിന് വെട്ടാനായിട്ട് വാളെടുത്തപ്പോ ആര് വന്നു? താൻ പൂജിക്കുന്ന ആ ദക്ഷിണകാളിയായിരിക്കുന്ന ശ്യാമാകാളി അമ്മ ദേവി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അതായത് ശരീരത്തെ ത്യജിക്കാൻ, ശരീരബോധത്തെ ത്യജിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമേ അവിടെ അമ്മ പ്രത്യക്ഷമാവുള്ളൂ. ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളെ രക്ഷിക്കാനുള്ള അല്ല, ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല. ശരീരബോധത്തെയാണ് ഹത്യ ചെയ്യേണ്ടത്. അപ്പോഴേ അമ്മ വരുള്ളൂ. അപ്പൊ തന്റെ ശരീര ബോധം, അതായത് തന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു ബാധയാണ് നമ്മളെ സംബന്ധിച്ച്. എപ്പോഴും നമ്മളിങ്ങനെ ബാധിച്ചിരിക്കും, അതുമായിട്ട് ചേർന്ന വസ്തുക്കള്. രണ്ട്, ആ ബോധം, എന്താ മനസ്സ്, എല്ലാം നമ്മൾ എന്താ ചെയ്യണം? ഉപേക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ ഈശ്വരനെ കിട്ടിയെന്നർത്ഥം. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ ഉപേക്ഷിക്കേണ്ട, രാമനെ പോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് രാമൻ. അദ്ദേഹം വളരെ ബോൾഡായിട്ട് നിന്ന് ആളുകളുടെ വാക്ശരങ്ങളോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. നമ്മുടെ ജീവിതം ഇത്തരത്തിലുള്ള ഒരു ആയോധനമാണ്. നമ്മൾ ആയുധങ്ങൾ ഉപയോഗിച്ച വാക്ക്
നമ്മുടെ അസ്ത്രവും ശസ്ത്രവും എന്താ? നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും വരുമ്പോൾ നമ്മുടെ വാക്കുകളാകുന്ന അസ്ത്രശസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ആയോധന കല പയറ്റി തെളിയാണ്. അതായത് ഈ പയറ്റി തെളിയേണ്ട ഒരു സ്ഥലത്താണ് വന്നെത്തിയിരിക്കുന്നത്. പല പല ആളുകള്, പല പല രൂപങ്ങള്, പല പല നാമങ്ങള്, പല പല പ്രകടനങ്ങള്, പല പല വച്ചുകെട്ടുകള്, എന്താ പറയാ, എന്തൊക്കെയാ പറയേണ്ടത്? ഹിപ്പോക്രസി കാണുമ്പോ ഒന്ന് കാണാത്തപ്പോ ഇതിനുള്ളില് പയറ്റി തെളിയണമെങ്കിൽ എവിടെ വേണം നമ്മൾ ആ എത്തേണ്ടടുത്ത് ത്യജിക്കേണ്ടത് ത്യജിച്ച് ആ എത്തേണ്ടടുത്ത് ആ പാദപത്മങ്ങളിൽ ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സിനെ അർപ്പിച്ചെങ്കിൽ ദേവി തന്നെ കാണിച്ചു തരും. അനിത്യ വിവേകം ഉണ്ടാക്കുന്ന അമ്മയാണ് ദേവി. അനിത്യമായതിനെ നമുക്ക് കാണിച്ചു തരും. നിത്യമായ സത്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ സത്യവചനങ്ങളാണ്. ഋഷിമുനിമാര് കള്ളമെഴുതി നമ്മളെ പറ്റിക്കില്ല. അപ്പോ ആദ്യം മുതൽ നമ്മൾ എന്താ രാമനെ കാണുന്നത്? ഈ പറയുന്ന അവസാനത്തില് അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായി കഴിഞ്ഞു. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടില്ലെങ്കിൽ രാമായണം പഠിച്ചത് വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയണത്. തുടക്കം മുതൽ നമ്മൾ രാമനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണമെങ്കിൽ അദ്ദേഹം ആദ്യം രാജ്യത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം, അല്ലെ? അവസാനമോ സീതയും ലക്ഷ്മണയും തന്റെ സ്വന്തം നിഴല് പോലെ പിന്തുടർന്ന തന്റെ ആത്മാവായിരിക്കുന്ന സീതയും ആ ലക്ഷ്മണൻ സദാ ചേട്ടാന്ന് ജ്യേഷ്ഠ എന്ന് പറഞ്ഞ് അത്ര സ്നേഹത്തോടുകൂടി അദ്ദേഹം സ്വന്തം പിതാവിനെ പോലും പിടിച്ചു കെട്ടി കൊല്ലാൻ തയ്യാറായ ലക്ഷ്മണൻ, രാമന് വേണ്ടി ആ ലക്ഷ്മണനെയും അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. കാരണം നമ്മൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ അത്രയും വേണ്ടത് എന്ന് നമ്മൾ വിചാരിച്ച് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിനെ കാലം, വിധി നമ്മളിൽ നിന്ന് കവർന്നു കൊണ്ടുപോകും. അപ്പോഴും നമ്മൾ ഒരുപാട് ദുഃഖത്തിന്റെ കയത്തില് മുങ്ങി താണു പോകരുത്. ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ കാലം കൊണ്ടുപോകുമ്പോൾ അതിന്റെ പുറകെ പോവാതെ നമ്മുടെ ജന്മനിയോഗം പൂർത്തീകരിച്ചാൽ ഇനിയും ഇങ്ങനെയുള്ളൊരു കയത്തിൽ വന്ന് വീഴാതിരിക്കും. ഇല്ലെങ്കിലോ ഇനിയും ഈ ഭൂമിയിൽ വന്ന് ഈ ജനന മരണങ്ങൾക്ക് നമ്മൾ കാരണഭൂതമായി വീണ്ടും ദുഃഖവും സുഖവും ഇങ്ങനെ ആ ഒരു കപ്പൽ ഒരിക്കലും കരയ്ക്ക് അടുക്കില്ല. ആ മറുകരയിൽ എത്തണോ? ഭവസിന്ധു ബോധം, ഈ ഭവസിന്ധു കടക്കാൻ ആ അമ്മയുടെ കാലുകളല്ലാത്ത ഒരു ബോധം. അമ്മ, എനിക്ക് അമ്മയുടെ കാലുകൾ, ആ പാദപത്മങ്ങളല്ലാതെ രാവിലെ എഴിക്കുമ്പോ അതുകൊണ്ടാണ് നമ്മളെ പ്രാതസ്മരാമി ലളിത വദനാരബിന്ദം മുതൽ ദേവിയുടെ പ്രാതസ്മരാമി ലളിത ചരണാരബിന്ദം, അമ്മയുടെ കാലുകള് ഞാൻ സ്മരിക്കുന്നു. ഭവസിന്ധു ബോധം, എന്റെ ഭവസിന്ധു കടന്നു പോകാൻ, എന്നെ ഈ സംസാര സാഗരത്തിൽ അപ്പുറത്തെത്തിക്കാൻ ഈ കൊച്ചു ബോധമായിരിക്കുന്ന ചെറിയ കപ്പലായിരിക്കണ ആ കാലുകൾ അമ്മ ഞാൻ സദാ കാണട്ടെ. രാവിലെ തന്നെ ആ കാലുകളെ കണ്ടാൽ ആ ഒരു ദൃശ്യ മാത്രയിൽ തന്നെ പത്മങ്ങളെ പോലെ ആ താമരപ്പൂവിലിരിക്കുന്ന കാലുകൾ എന്റെ ഹൃദയ പത്മത്തില് ഞാൻ കണ്ടാൽ എല്ലാം അവിടെ സമർപ്പിച്ച് ഈ പാവകളി ചരടുകളിയെല്ലാം അമ്മയെ ഏൽപ്പിച്ച് ചരടുകളെല്ലാം ബന്ധനങ്ങളും അമ്മയുടെ കൊടുത്തിട്ട് ആ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ അമ്മ നോക്കിക്കോളും നമ്മളെ. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ഈ തത്വങ്ങൾ, ഈ സത്യങ്ങൾ നമ്മൾ അറിയണം. വിടേണ്ടതൊക്കെ വിട്ട് രാവിലെ മുതൽ രാത്രി വരെ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ല നമ്മള്. ബന്ധനങ്ങൾ അല്ലാതാക്കി മാറ്റണം. നല്ല ബന്ധങ്ങളെ കൊണ്ടു നടക്കണം. അതിൽ നമുക്ക് സുഗന്ധം ഉണ്ടാവും. ഇല്ലെങ്കിലോ ബന്ധനങ്ങളാവുമ്പോ കെട്ടുമ്പോ ചോര പൊടിയും, ഇല്ലേ? കാലിൽ തന്നെ ഒരു മനോവിഭ്രാന്തി ഉള്ള ഒരാളിന്റെ കാലിൽ ചങ്ങലയിട്ട് പൂട്ടുമ്പോ എന്താ പറയണത്? ആ ചങ്ങല കിടന്നിട്ട് അഴുകും, അവിടെ അഴുകി കാല് മുറിയേണ്ടി വരും. അതുപോലെ നമ്മള് മനസ്സുകൊണ്ട് ചങ്ങലകൾ ഇട്ട് ഉറപ്പിച്ചിരിക്കുക. ആ ചങ്ങലകളെ നമ്മൾ അഴിക്കണത് എന്താ? ആ മനസ്സിന്റെ ചങ്ങലകള് മനസ്സാകുന്ന മന്ത്രമാകുന്ന ആ ഒരു കെട്ടുകൾ അഴിക്കാനാണ് മന്ത്രം തരുന്നത്. ആ മൂലാധാരത്തിലുള്ള കെട്ട്, ആ ഒരു വാസനകളാകുന്ന കാമങ്ങളെ ഇല്ലാതാക്കണം. ഗണപതി വേണം അവിടെ. ആ മന്ത്രം ജപിച്ച് കെട്ടുകളെ അഴിക്കണം, അല്ലാതെ മുറുക്കരുത്. ഈ മന്ത്രം എന്ന് പറയുന്നത് ചുമ്മാ ഇരുന്ന് കാണാതെ ജപിക്കുക അല്ല വേണ്ട, കാണാതെ തന്നെ ജപിക്കണം അല്ല ഞാൻ പറയുന്നത്. അത് നമ്മളിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ വേണം, ഒരു നിധിധ്യാസനം വേണം. അത് നമ്മളിൽ മാറ്റം വരുത്തുന്നുണ്ടോ, എനിക്ക് ജപിച്ചിട്ട് മാറ്റമുണ്ടോ, മനസ്സ് ഫ്രീ ആയിട്ട് ഒഴുകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇല്ല 10 വർഷം ജപിച്ചിട്ടും അവിടെ നിൽക്കുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. മന്ത്രം എടുത്തിട്ട് ഒരു പ്രയോജനം അവിടെ ഇല്ല. മാറണം. അപ്പൊ ആ ഒരു ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് രാമന്റെ ആ ഒരു സദാ ഈശ്വര സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സുഖഭോഗങ്ങളുടെ പുറകെ നടക്കാതെ സമയം നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന്റെ നിയോഗം എന്താണോ അത് നന്നായിട്ട് ചെയ്തു പോകുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഉപേക്ഷിക്കുന്നതിൽ, ത്യജിക്കുന്നതിലൂടെ ത്യാഗമേക അമൃതത്വം അശ്നുതേ, ത്യാഗത്തിലൂടെ മാത്രമേ നിനക്ക് ആ മരണമില്ലാത്ത അവസ്ഥ കിട്ടുള്ളൂ. ഇത് ഉപനിഷത്ത് വാക്യമാണ്. അതായത് രാമൻ അവസാനം ശരീരം സരയൂ നദിയിൽ ഉപേക്ഷിക്കണാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈശ്വരോന്മുഖമായിട്ട് സഞ്ചരിക്കുന്ന രാമൻ തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി സകലതും ത്യജിച്ച് നടത്തുന്ന ഒരു അയനം. നമ്മളും രാമനിലേക്കുള്ള അയനം. രാമന് എവിടെയോട്ടുള്ള അയനം? തന്റെ യോഗാവസ്ഥയിലോട്ടുള്ള അയനം. രാമന് അയനത്തിന്റെ ആവശ്യമില്ല. നമ്മൾ കാണുന്നു മനുഷ്യനായിട്ട് അദ്ദേഹം അയനം എന്ന് പറഞ്ഞാൽ സഞ്ചാരം എന്നർത്ഥം.
അദ്ദേഹം എവിടെ സഞ്ചരിക്കണം? അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരുടെയും ഉള്ളിൽ വാസുദേവനായിട്ടിരിക്കുന്ന, വസിക്കുന്നവനാണ്. ആത്മചൈതന്യമായിട്ടിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ്. അദ്ദേഹത്തിന് അയനമില്ല. ഈ പറഞ്ഞ ദക്ഷിണായനോ ഉത്തരായനോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. നമ്മള് ഈ ജീവാത്മാക്കൾക്ക് ആ രാമനിലേക്കുള്ള അയനം. പക്ഷെ ആ ലോകത്തെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം എന്താ, തന്റെ ആ ശരീരത്തെ, തന്റെ രാമൻ എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടിനകത്ത് എത്ര കാലം ഇരുന്നോ അത് നന്നായിട്ട് തന്റെ നിയോഗങ്ങളെ പൂർത്തീകരിച്ചിട്ട് എന്താ എല്ലാം ത്യജിച്ചിട്ട് അദ്ദേഹം ഓരോ പ്രവൃത്തിയും നമ്മളെ കാണിച്ചു തന്നിട്ട് ജീവിതത്തിൽ ഇത് ഓരോ നാഴികക്കല്ലായിട്ട് എടുക്കൂ. അതായത് നമ്മളും ഇതുപോലെ ജീവിതത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടവരാണ്. നമ്മുടെ ആയോധന കലകൾ മെച്ചപ്പെടുത്തണം. ഈ ബാഹ്യമായിട്ടല്ല ആയുധങ്ങൾ വേണ്ടത്, അകത്തുള്ള ആയുധങ്ങൾ എടുത്തിട്ട് എവിടെയൊക്കെയാണോ നമ്മുടെ മനസ്സ് കെട്ടിയിരിക്കുന്നത് അതിനെല്ലാം മുറിച്ചു കളയണം, അതിന് യത്നിക്കണം. അപ്പോ സീതാ ത്യാഗം എന്നത് വെറും ഒരു ഭാര്യയെ സംശയിച്ച് ഉപേക്ഷിക്കുന്ന ഒരു കഥയായിട്ട് തരം താണരുത്. അപ്പൊ എന്താ, വേണ്ടാത്തതിന് നിറം കൊടുക്കരുത്. നമ്മള് ഈ പറഞ്ഞ ഇനിയുള്ള അന്യ ആളുകള് നമ്മളെ രാമായണത്തെയും ഇതുപോലെയുള്ള വലിയ കഥാപാത്രങ്ങളൊക്കെ എടുത്ത് ആക്ഷേപിക്കുമ്പോൾ, പുച്ഛത്തോടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ എന്താ സെൽഫ് ഇന്റഗ്രിറ്റി. ആ സെൽഫിനെ, ആത്മതത്വത്തെ അറിഞ്ഞ ഒരു വ്യക്തി ചെറുത്തു നിൽക്കാനും പഠിക്കണം. അവിടെ തറയായിട്ട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം. വഴക്കുകൂടി അടിക്കണം എന്നല്ല, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കും, അയ്യോ സഹോദര, ഇതല്ല ഇതിന്റെ സത്യം. നിങ്ങൾ മനസ്സിലാക്കാത്ത എത്രയോ നിഗൂഢമായിട്ടുള്ള സത്യങ്ങളാണ് ഇതിന്റെ പുറകിലിരിക്കുന്നത്. ഓരോ ഭാഗവതത്തിലും ഓരോ സ്കന്ധത്തിലും നമ്മൾ എന്താ കാണുന്നത്? ധ്യാനനിരതനായിട്ടിരിക്കുന്ന വ്യാസൻ എന്താ കാണുന്നത്? പ്രകൃതി പുരുഷന്മാരെയാണ് കാണുന്നത്. ഈ പറഞ്ഞ പുരാണങ്ങൾ എഴുതിയ എല്ലാ വേദവ്യാസൻ എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാം ധ്യാനത്തിൽ കാണുകയാണ്. ബുദ്ധിയുടെ അയനം, തന്റെ ബുദ്ധിയുടെ അയനത്തിലൂടെ ആ ബുദ്ധി പ്രകടമാക്കി, ആ ബുദ്ധിയെ പ്രചോദിതമായ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തയിൽ കാണുന്നതാണ് ഈ പറഞ്ഞ പുരാണങ്ങളെല്ലാം. അപ്പൊ അദ്ദേഹം ആദ്യം കാണുന്ന ആര്? ഏതെടുത്തു നോക്കിക്കോളൂ, ഭാഗവതമാവട്ടെ, മഹാഭാരതമാവട്ടെ, രാമായണം, ആ പ്രകൃതി പുരുഷന്മാര് പാർവതി പരമശിവനെ മന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. കാരണം നമ്മുടെ ധ്യാനത്തിലും അതുപോലെ പ്രകൃതി പുരുഷന്മാരെ തന്നെ അതാണ് സത്യം, അതാണ് ഉണ്മ, അതാണ് ഏകമായിട്ടുള്ളത്. അവരേ ഉള്ളൂ ഈ പ്രപഞ്ചത്തില്. ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം, ഈശ്വരീയ ഭാവങ്ങള് ഉള്ള ദൈവങ്ങളെല്ലാം തന്നെ എന്താ, ആ ഈശ്വരൻ, ഈ പ്രകൃതിയെ നിലനിർത്തുന്ന ഈശ്വരീയ സങ്കല്പങ്ങൾ ഇല്ല എന്നല്ല, എല്ലാം ഉണ്ട്. ലക്ഷ്മി, സരസ്വതി, പറഞ്ഞ ഗണപതി, എല്ലാത്തിനും നമ്മൾ ഭാവനയിലൂടെ, നമ്മൾ ആ മന്ത്രത്തിലൂടെ ആ ദേവത ആവിഷ്കരിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, ഒന്നിൽ നിന്ന് പലതായിട്ട് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ഒരു സാധകനെ, ഇല്ലെങ്കിൽ ആ ഈശ്വര തത്വത്തെ അറിയാൻ ഇറങ്ങി പുറപ്പെടുന്ന ഓരോരുത്തരെയും സാധിക്കാൻ, ആ ഒരു സാധകന്റെ തലത്തിലുണ്ടാകുന്ന വിഘ്നങ്ങളെ മാറ്റാൻ അവര് വരുന്നു. അവര് രൂപമെടുത്ത് വന്ന് നമ്മളെ സഹായിക്കുന്നു. വീണ്ടും അവര് രൂപമില്ലാത്ത അവസ്ഥയിലിരിക്കുന്നു. അപ്പോ ധ്യാനം എന്നത് നമ്മൾ കണ്ണടച്ചിരുന്ന ഒരു ദിവാസ്വപ്നം കാണലല്ല. എന്താ, നമ്മുടെ മനസ്സിനെ ചിന്തിക്കണം നമ്മൾ. ആ ഒരു ധ്യാനം എന്ന് പറയുന്നത് നിത്യ അനിത്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചറിയണം. നശിക്കുന്നത് എന്താണ്, ശാശ്വതമായിട്ട് എന്താണ്, ആ നിത്യത്തിന്റെ വേർതിരിച്ച് മനസ്സിലാക്കി നിത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അനിത്യമായ പ്രകൃതിയെ അതിക്രമിച്ച് പുരുഷനിൽ എത്തിച്ചേരണം. ഇതാണ് ധ്യാനയോഗം. ആ നമ്മുടെ ബുദ്ധി, അതിനുവേണ്ടി നമ്മൾ പ്രചോദിതമായിട്ടുള്ള ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗായത്രി മന്ത്രം, ആ 24 മന്ത്രങ്ങളുള്ള ആ പാദങ്ങളുള്ള ധിയോയോ ന പ്രചോദയാ, എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ ഈ മന്ത്രം. ഏത് മന്ത്രവും നോക്കൂ, ഗായത്രി വേദമാതാവാണ് ഗായത്രി. ഈ ഒരു ഗായത്രി മന്ത്രം വേദങ്ങളുടെ അമ്മയാണ്. ഈ ഗായത്രിയിൽ നിന്ന്, ആ പഞ്ചമുഖങ്ങളിൽ നിന്നാണ് പഞ്ചമ വേദം വരെ വന്നിരിക്കുന്നത്. എല്ലാ വേദങ്ങളും അമ്മയുടെയാണ്. അപ്പൊ ആ എന്റെ ബുദ്ധിയെ, ആ ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ബുദ്ധിയും പ്രചോദിതമാകും. ഈ ധ്യാനത്തില് വ്യാസൻ എന്താ പറയുക, ഈ ധ്യാനത്തിൽ കണ്ട വ്യാസൻ പറയുന്നു, പ്രകൃതി ധ്യാനത്തിൽ എന്താ വ്യാസൻ കണ്ടത്? ഇതിൽ പറയുന്നുണ്ട്, ഈ പ്രകൃതി ഘോരരൂപിണിയാണ്, ഭയങ്കരിയാണ്, വഞ്ചകിയാണ്. ഏതാ ഭാഗവതത്തിലാ പറയണത്? പ്രകൃതി ഘോരരൂപിണിയാണ്, ദയയില്ലാത്തതാണ്, ഭയങ്കര. ഇപ്പൊ നമ്മൾ പറയണില്ലേ, ഓ അമ്മ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണത്? എത്ര പേരെ മണ്ണിടിച്ചു കൊല്ലണു, എത്ര പേരെ സുനാമി വന്ന് കൊല്ലണു, എന്തൊക്കെ അമ്മ ഈ നടക്കണത്, എന്താ കാര്യം? നോക്കൂ, ആ വ്യാസൻ തന്നെ പറയണുണ്ട്, അവൾ എന്നെ പലതും ഇപ്പോഴിതാ പലതും എന്നിൽ നിന്ന് അകറ്റണു. ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാരാണ്? ഇത് എന്നെ ഈശ്വരനെ കാണിക്കാതിരിക്കാനുള്ള ഒരു മായയാണെന്ന് ഞാൻ അറിയുന്നു. ഇതാണ് മായാശക്തി. ഈ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അമ്മയുടെ പല രൂപങ്ങൾ എടുക്കുന്നത് യഥാർത്ഥ സത്യത്തെ അറിയാനായിട്ടിരിക്കുന്ന ഒരു സാധകനിൽ നിന്ന് അതാണ് സത്യസ്യ അഭിഹിതം മുഖം. ആ സത്യത്തെ, സത്യധർമായ ദൃഷ്ട എന്ന് പറയുന്ന പൂഷാവിനോട് പറയുക, സൂര്യനോട് പറയുക,
ആത്മസൂര്യനായിട്ടിരിക്കുന്ന പ്രചോദിതമായ ബുദ്ധിയോട് പറയൂ, ഈ പറഞ്ഞ പ്രകടനങ്ങളൊക്കെ നിർത്തിയിട്ട് എന്നെ യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കി തരൂ. ആ തിരശീല പോലെ, അതായത് ഒരു ജീവനും ഈശ്വരനും ഇടയില്, ഒരു ജീവനും ശിവനും ഇടയില് ഒരു തിരശീല പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു തിരസ്കരണി, ഒരു മായ, ഒരു കറുത്ത ഒരു എന്താ പറയാ കറുത്ത തുണി. ഇങ്ങനെ നമ്മളും കാണുന്നുണ്ട് ചിന്താമണി ഗ്രഹത്തിൽ ചെല്ലുമ്പോ അമ്മ ഇരിക്കുന്ന മഹാപീഠത്തിന് ചുറ്റുമുള്ള യവനിക, അതിനെയാണ് നമ്മൾ മായ, തിരസ്കരണി. അത് അമ്മ തന്നെ വിചാരിച്ചാലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇതിനെ നമ്മൾ അതിജീവിക്കണം. ആ ഭാഗവതം രചിച്ചത് എന്തിനാണെന്ന് അദ്ദേഹം അതിൽ വ്യാസൻ പറയുന്നുണ്ട്. ഈ ഘോരരൂപമായിട്ടുള്ള മായ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ദുഃഖങ്ങൾ എനിക്ക് തരുന്നു, എനിക്ക് യഥാർത്ഥം മനസ്സിലാവണില്ല. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ദേവി ഇങ്ങനെ ചെയ്യുമോ? അമ്മയല്ലേ എന്ന് ചോദിക്കണു. പ്രകൃതിയിലെ നശ്വരമായ വസ്തുക്കള് നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകും. അതിനൊരു കാലനിയോഗമുണ്ട്. ഇത്ര കാലേ അത് നിലനിൽക്കുള്ളൂ. അത് അമ്മയല്ല തീരുമാനിക്കുന്നത്, പ്രകൃതിയാണ്. കാരണം ശരീരം വന്നത് പ്രകൃതിയിൽ നിന്നാണ്. അത് തിരിച്ച് പ്രകൃതി പോവേ ഉള്ളൂ. അവിടെ നമ്മളെ 36 തത്വങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രീവിദ്യ ഉപാസകരെ മനസ്സിലാക്കണം. കാരണം ഒരു ജീവൻ, ഒരു ശിവൻ ജീവനായിട്ട് തീരുന്നത് കാലത്തിലൂടെ, നിയതിയിലൂടെ, ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അത്? കാലം, പ്രപഞ്ചം, ധർമ്മം, അതിനൊരു കാലഗണനയുണ്ട്. അപ്പൊ എന്താ? അതിലൂടെയാണ് നമ്മൾ തിരിച്ചു വന്നിട്ട് ശിവൻ, ശക്തി, അതിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, ഒരു വലിയ മോളില് കുന്നീന്ന് താഴെ ഇറങ്ങി വന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മള് നിയന്ത്രിതമായിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് നിയമങ്ങളൊന്നുമില്ല, നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞെങ്കിലും ഒരു കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങളിലാണ് നമ്മൾ ഫ്രീ അല്ല. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു എന്താ പറയാ നിയന്ത്രിതമായിട്ടുള്ള ഒരു പോലീസ് കാവലുള്ള ഈ പ്രപഞ്ചത്തിലെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കാണും. ഒരു ജീവൻ വന്നു കഴിയുമ്പോൾ ആ ശരീരത്തിന് കാവലായിട്ട് 8 കണ്ണുകള്, 8 ദേവതമാരവരിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? കാരണം അവിടെ എല്ലാം അടിച്ചു വെക്കണം നമുക്ക് അടുത്ത യാത്രയ്ക്കുള്ളത്. അവരിങ്ങനെ ആ ഒരു 9 നവഗ്രഹങ്ങള് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാം എന്താ, ഈ ജീവൻ എന്ത് ചെയ്യണു, എവിടെ നിന്ന് വന്നു, ഇവിടെ എന്ത് ചെയ്യണു, ഇതിന്റെ ആ ഒരു കാലഗണന. അതായത് അവരിലാണ് പേപ്പർ, നമ്മുടെ ആ വിസയ്ക്കുള്ള പേപ്പറും തിരിച്ച് എക്സിറ്റ് ചെയ്യാനുള്ള പേപ്പറും എല്ലാവരുടെ അല്ല. അപ്പൊ അതനുസരിച്ച് അമ്മയല്ല ചെയ്യണത്. അപ്പൊ അമ്മയെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജീവൻ തിരിക്കുമ്പോൾ ഈ കാലങ്ങൾ, ഈ പറഞ്ഞ പ്രകൃതിയെല്ലാം നമുക്ക് ദേവതകൾ അനുകൂലമായിട്ട് അമ്മയെ നോക്കാൻ പോകുന്ന ആളാണ്, ഒരു പ്രത്യേക പരിഗണന നമുക്ക് തരും. അപ്പൊ നമ്മളെന്താ ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് വരുന്നതൊന്നും അത്രയും വലിയ കാര്യമായിട്ട് എടുക്കില്ല. കാരണം യഥാർത്ഥമായിട്ടുള്ള ധാമത്തെ തിരിച്ചറിഞ്ഞാൽ പിന്നെന്താ, അതാണ് ആത്മവിദ്യ, ആത്മാവിനെ അറിയുന്ന വിദ്യ. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പരാതിയില്ല, പരിഭവമില്ല. കാരണം ഈ അമൃതത്വത്തിലേക്ക് ഇനി ഒരു ദുഃഖം നമുക്കില്ല. ഇതുവരെ അറിഞ്ഞ ആ ദുഃഖങ്ങളെല്ലാം സുഖത്തിലേക്കുള്ള ഒരു പര്യവസാനമായിട്ട്, ശുഭാവസാനം. നമ്മൾ സിനിമയുടെ അവസാനം എന്താ, എല്ലാവരും കൂടിച്ചേർന്നു ശുഭം. അതുപോലെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു കഴിയുമ്പോൾ എന്താ, ശുഭം, മംഗളം, എല്ലാ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പൊ ഇതാണ് എന്താ ആ ഒരു ഭാഗവതം നമ്മളെ കാണിക്കുന്നത്. അപ്പൊ സീതയെ ഉപേക്ഷിച്ചിട്ട് എന്താ ലക്ഷ്മണനോട് പറയണം, വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കൂ. അവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ ആ കഥയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വളരെ വേണ്ടത് മാത്രം. അതായത് വാൽമീകിയുടെ അവസാനം ഭൂമി ദേവി, അതായത് പ്രകൃതിയിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന ആ ഒരു വിദ്യയുടെ ആത്മവിദ്യ, ശ്രീവിദ്യ എന്ന് പറയുന്നത് തിരിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങുക. എന്താ, പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലേക്ക് മടങ്ങണു. ആത്മാവിനെ മറച്ചതെല്ലാം തന്നെ മറ നീക്കി പുറത്തു വരികയാണ്. എന്തൊക്കെ നമ്മൾ മറച്ചിരുന്നോ, എന്തിനാണോ ഈ സത്യത്തെ അറിയാതിരുന്നത്, അതിനെല്ലാം രാമൻ ധൈര്യപൂർവ്വം സീതയെ ഉപേക്ഷിക്കുന്നു, ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു, ഈ കണ്ട രാജ്യത്തിനെ ഉപേക്ഷിക്കുന്നു. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും ഈ പറഞ്ഞ ആ കാണുന്ന വിശ്വവും വിശേഷ ധാന്യ ധനാദിയും അദ്ദേഹം ഒറ്റ വാക്കാണ്, സത്യമെന്നാകിലോ. ഈ നിന്റെ ദുഃഖം, സങ്കടം ശരിയാണ്, സത്യം, ഈ കാണുന്നത് സത്യമാണ്, ഉണ്മയാണെന്നിരിക്കട്ടെ, ഇത് ശാശ്വതമാണെന്നിരിക്കട്ടെ. ശരി ലക്ഷ്മണ, നീ പറയണ ശരിയാണ്. തുടക്കത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തില് 10, 14, 16 വയസ്സുള്ള രാമൻ പറയുകയാണ്, ഈ കാണുന്നത് നശ്വരമാണ് ലക്ഷ്മണ, ഇതിനു വേണ്ടി നീ ഓടരുത്. അപ്പൊ എന്താ അദ്ദേഹം അവസാനം കാണിക്കുന്നത്, ഈ നശ്വരമായിട്ടുള്ളതിന് യാതൊരു ദുഃഖവും ഇല്ലാതെ ആളുകൾ അത് പറയും, ആളുകൾ ഇത് പറയും, എനിക്ക് ഇങ്ങനെ ജീവിക്കണം, ഒന്നുമില്ല, രാജാവാണ്. അദ്ദേഹത്തിന് ആ പൂർണ്ണ സ്വതന്ത്രനായിട്ട്, ഇതാണ് ആത്മവിദ്യ. ആത്മാവിനെ അറിഞ്ഞവൻ മറച്ചതിനെ എല്ലാം തന്നെ മറനീക്കി പുറത്തു വരികയാണ്. ദേവി എന്താ, വിദ്യയാണ്. സീതാദേവി ആരാണ്? വിദ്യയാണ്. ഭൂമിയിൽ നിന്ന് വന്നത് ഭൂമിയിലേക്ക് ലയിക്കും. അപ്പൊ പുരുഷൻ
സ്വതന്ത്രനാക്കുകയാണ്. പഞ്ചഭൂതമായിട്ടുള്ള ശരീരം ഭൂമിയിൽ ലയിച്ചപ്പോ ആ ശ്രീരാമൻ എന്ന് പറയുന്ന പുരുഷൻ, പുരത്തിൽ ശയിച്ച പരമാത്മാവ് സ്വതന്ത്രനായി. അപ്പൊ നമ്മളും ഈ ശരീരം വിടുമ്പോ അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇല്ലെങ്കിലും ഈ സ്വാതന്ത്ര്യം നമ്മൾ ബദ്ധരായിട്ട് സ്വതന്ത്രരാകും. അതായത് കാലം വന്ന് അടിച്ച് തകർത്ത് ഈ ശരീരത്തെ കളയും. പക്ഷെ അറിഞ്ഞുകൊണ്ടാവുമ്പോഴോ നമ്മൾ ആ ബദ്ധത വിട്ടിട്ട് സ്വതന്ത്രരായിട്ട് സന്തോഷമായിട്ട് ഇത് പോവേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് ശരീരം വിട്ടു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഉപാസകനും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം. അത് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ എന്താ, പുരുഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രനാണ്. എല്ലാവരെയും രഞ്ജിപ്പിക്കുന്നവനാണ്, രമിപ്പിക്കുന്നവനാണ്. നമ്മുടെ മനസ്സിന്റെ തലത്തിൽ നിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് കടക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മഹാസത്യമാണ്. അന്ധകരണങ്ങളും എന്താ പറയുക, അന്ധകരണ ചതുഷ്ടയത്തിന്റെ പ്രധാന ഭാഗം എന്താണ്? ഈ ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം. സൂര്യവംശജനായ രാമൻ മനസ്സെന്ന് പറയുന്ന മറ്റൊരു ഭാഗം ചന്ദ്രന്റേതാണ്. അങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മനസ്സ്. ചന്ദ്രന് വൃത്തിക്ഷയങ്ങളുണ്ട്. 16 കലകളിലൂടെ പൂർണ്ണത്വം പ്രാപിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി ഷോഡശി മന്ത്രമാണെങ്കിൽ തിരിച്ച് അതുപോലെ എങ്ങനെ പൂർണ്ണമാകുന്നു അതുപോലെ അപൂർണവുമാകും മനസ്സെന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ആടി ഉലഞ്ഞ്, അതായത് ആ വൃത്തിക്ഷയങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങൾ കൊണ്ട് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയാണ് അത് കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് മനസ്സിനെ ഉയർത്തി ബുദ്ധിയുടെ തലത്തിൽ എത്തിയിട്ട് അത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കിയിട്ട് രാമന്റെ അയനത്തെ പോലെ രാമനിലേക്കുള്ള നമ്മുടെ അയനം. ഈ പുരാണം പഠിക്കുമ്പോൾ നമ്മുടെ ജീവാത്മാവ് ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ, നമ്മുടെ എല്ലാം ആത്മസ്വരൂപത്തെ നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ രാമായണം പഠിച്ചിട്ട് ഒരർത്ഥമില്ല. അപ്പൊ സീതാ പരിത്യാഗം എന്നത് ഇന്നത്തെ ഡൈവോഴ്സ് അല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഡിവോഴ്സ് ചെയ്യുമ്പോൾ എന്തോ വലിയ കാര്യം, അതല്ല. ഒരിക്കലും പിരിയാൻ പറ്റാത്ത പ്രകൃതി, ഒരിക്കലും പിരിയാൻ പറ്റാത്ത പുരുഷൻ, അവരെന്നും ഇണചേർന്നിരിക്കുന്നവരാണ്. കുറെ ശരീരങ്ങളെ ത്യജിക്കാം എന്നല്ലാതെ ഡിവോഴ്സ് എന്ന് പറയുന്നതൊന്നും ഇതിനകത്ത് വരുന്നല്ല. നാളെ ഏതോ ഇംഗ്ലീഷ് പഠിപ്പിച്ച രാമായണത്തില് പറയണു, രാമൻ ഡിഡ് ദ ഡിവോഴ്സ് ഓഫ് സീത എന്ന് ചോദിക്കുന്ന കേട്ടു. ഇതൊക്കെയാണ് ഇന്നത്തെ തലത്തിൽ അവർ പഠിക്കുന്നത്. അപ്പോ ബ്രഹ്മത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മായ അതിനെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ ലയിപ്പിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. മായ ബ്രഹ്മത്തിന്റെ ശക്തിയാണെന്ന് അറിഞ്ഞാൽ മതി. പ്രഹർഷേണ ഉള്ള ലയം, അതാണ് പ്രളയം. പ്രളയം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നാശം സംഭവിക്കുന്നത്. ഈ പറഞ്ഞ സൃഷ്ട പ്രപഞ്ചങ്ങൾ ഇല്ലാതാവുന്നത് ആത്യന്തിക പ്രളയം. നമ്മൾ അനുഭവിക്കുന്നത് നിമിഷ പ്രളയം, നൈമിത്തിക പ്രളയം. നമ്മൾ ഉറങ്ങുന്നത് പൂർണ്ണമായിട്ട് സുഷുപ്തി അവസ്ഥ, നൈമിത്തിക പ്രളയം. അപ്പൊ നമ്മൾ ഒന്നും അറിയുന്നില്ല. ആ ഒരു വസ്തുബോധം നമുക്കില്ല, ശരീരബോധമില്ല. നമ്മുടെ ആത്മാവ് എന്തിൽ രമിക്കുന്നു? രാമനുമായിട്ട് രമിച്ചു കഴിയുന്നു, ഇല്ലേ? വീണ്ടും നമ്മൾ ജാഗ്രത അവസ്ഥയിൽ വരുമ്പോൾ ആ പ്രകൃതിയെ കുറിച്ചുള്ള ബോധം വരുന്നു. ഇതാണ് യഥാർത്ഥ സത്യം. ഇത് അറിയൂ. അതായത് രാമായണം, രാമന്റെ അയനം രാമനിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ഈ കാര്യം വ്യക്തമായിട്ട് പഠിക്കൂ. അതായത് പുരുഷനിൽ നിന്നുണ്ടായ പ്രകൃതി എന്താ? ആ ഒരു പ്രകൃതി പുരുഷനിൽ നിന്ന് വന്നതാണ്. അവിടെ ലയിച്ചേ പറ്റൂ. ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതത്വങ്ങളും എല്ലാം എവിടുന്ന് വന്നു? ഈ പറഞ്ഞ പുരുഷനിൽ നിന്ന്, ശിവതത്വത്തിൽ നിന്ന്, ദേവിയുടെ ആ ഒരു കൈനറ്റിക് എനർജി കൊണ്ട് ഈ പറഞ്ഞ പ്രകൃതി അത് വെറും പ്രതിബിംബമാണ്. ഇത് തിരിച്ച് അതിന് ലയനമുണ്ട്. ഇപ്പൊ മാൻ വുമൺ എന്നൊക്കെ പറയുന്ന പോലെ, മാൻ വുമൺ, നരൻ നാരി, എന്താ ആദം ഔവ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പുരുഷൻ സ്ത്രീ, പരമേശ്വരൻ പാർവതി എന്നൊക്കെ പറയണത് എന്താ? പരമേശ്വരനിൽ നിന്ന് ശരീരം സ്വീകരിച്ചത് പാർവതി. അപ്പൊ പാർവതി എന്ന ശരീരം അതായത് ശരീരം കൊടുത്തു. പാർവതിക്ക് പകുതി ശരീരം ശിവൻ കൊടുത്തു. അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയാൻ കാരണം എന്താ? അവര് രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പ്രപഞ്ചം വേണമെങ്കിൽ ദേവി വേണം, പാർവതി വേണം, അല്ല ശിവൻ മാത്രം മതി. അതുകൊണ്ടാണ് ശിവനെ മാത്രം ഭജിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ്, ശാംഭവിയിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രകൃതി ഇല്ല. അപ്പൊ പ്രകൃതി ഉണ്ടാക്കണമെങ്കിൽ ആരാ? അമ്മയാണ് ഉണ്ടാക്കുന്നത്. അമ്മയുടെ കളിയാണ്. ആ കളിക്കുന്ന അമ്മയെ തന്നെ നമ്മൾ പിടിക്കണം. എന്നാലേ ആ മായയെ തരണം ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഹീ ഷീ, ഹീല് HE, ഷീലോ SHE. അപ്പൊ എന്താ? ഹീക്ക് ഈ ഷീലെ S എടുത്തു കളഞ്ഞാൽ എന്താ? ശക്തി എടുത്തു കളഞ്ഞാൽ ഹീ ആവും, ഇല്ലേ? അപ്പൊ ഹീക്ക് എന്താ? ആ പുരുഷൻ ആരും വേണ്ട. സ്ത്രീ ഇല്ലെങ്കിൽ ചുമ്മാതെ അവിടെ കണ്ണുടച്ചിരിക്കുക. ഈ സ്ത്രീയാണ് അവിടെ ചെന്ന് ഹീയെ ഷീ ആക്കുന്നത്. അപ്പോ ഹീയും ഷീയും രണ്ടും എന്താ? S ഇടുമ്പോൾ, ആ ശക്തി വരുമ്പോഴാണ് അത് ശക്തിയായിട്ട് തീരുന്നത്. S എടുത്താലും ഹീ ഉണ്ട്, S ഇട്ടില്ലെങ്കിലും ഹീ ഉണ്ട്. പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പുരുഷനുണ്ട്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നല്ല അർത്ഥം, പുരത്തിൽ ശയിക്കുന്നവൻ എന്ന അർത്ഥം. ആ പറഞ്ഞ പരമമായിട്ടുള്ള തത്വം നമ്മൾ എപ്പോഴും പുരുഷനെ, ഇനി തന്ത്രശാസ്ത്രത്തിൽ എപ്പോഴും അത് വേർതിരിച്ച് കാണാതെ, പുരുഷൻ എന്ന് പറയുന്നത് ഒരു ജെൻഡർ അല്ല, ആണല്ല. അത് പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, ഉണ്മ, സത്യം, സത്ത്. അപ്പൊ എന്താ?
അപ്പൊ പുരുഷനും സ്ത്രീയും എന്നത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പൊ സീതയെ പരിത്യജിച്ച് ദുഃഖിതയായിട്ടിരിക്കുന്ന സീത ഇങ്ങനെയൊന്നും നമ്മൾ പറയരുത്. എന്താ അതൊക്കെ പാട്ട് പാടുമ്പോ പറയാൻ കൊള്ളാം, അത്രയൊക്കെ ഉള്ളൂ, രാമനെ കണ്ടില്ല എന്നൊക്കെ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാം. കാരണം ഒരു സാധനയിൽ നമ്മൾ അത് പറയരുത്. അപ്പോ ഈ തത്വങ്ങൾ മനസ്സിലാക്കി വേണം പറയുവാന്. ഉപേക്ഷിച്ച സീത എന്ത് ചെയ്യണു? വാൽമീകിയുടെ ആശ്രമത്തില് ചെന്ന് താമസിക്കുകയാണ്. അവിടെ വെച്ച് ലവകുശന്മാരെ പ്രസവിക്കുന്നു, അവിടെ കുട്ടികളെ വളർത്തുന്നു. തന്റെ കുഞ്ഞുങ്ങളല്ലെന്നോ അത് രാമൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. രാമൻ അറിയാം സീത അവിടെ സേഫ് ആയിട്ട്, നല്ല സുരക്ഷിതമായിട്ട് ആ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുമെന്നും തന്റെ ദേഹത്യാഗത്തിന് ശേഷം ഈ പറഞ്ഞ അയോധ്യ രാജ്യം ഭരിക്കാൻ അവര് തിരിച്ചു വരുമെന്നും എല്ലാം രാമൻ അറിയാം. അപ്പൊ അത് എന്താ, തന്റെ മക്കളെ സീത തന്റെ കർമ്മങ്ങളെ തീർക്കാനായിട്ട്, തന്റെ കുറച്ച് കർമ്മഗതി ഉണ്ടായിരുന്നു സീതയ്ക്ക്, തന്റെ വാക്കുകളും പ്രവൃത്തിയിലൂടെയും ചെയ്ത ശരീരത്തിന്റെ പ്രാരാബ്ധം തീർക്കാനായിട്ട് രാജകുമാരിയായിട്ടിരിക്കുന്ന സീത കാട്ടില് വാൽമീകിയുടെ അടുത്ത്, അതായത് വാൽമീകി എന്ന് പറയുമ്പോൾ ആരാണെന്ന് ആലോചിക്കണം, ഗുരുനാഥനാണ്. ആ സത്യവുമായിട്ട് ചേർന്ന്, ആ ഗുരുതത്വവുമായിട്ട് ചേർന്ന് തന്റെ പ്രാരാബ്ധ കർമ്മമാകുന്ന ശരീരത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി വിറക് കീറുകയും വെള്ളം കോരുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും അവിടെ ആ ആശ്രമ പരിസരത്ത് ശ്രമമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ആ രാമനെ എന്ന് തന്റെ ശരീരം ഉപേക്ഷിച്ച് തന്റെ രാമനുമായിട്ട് ലയിക്കാൻ പറ്റുമെന്നുള്ള രാമസ്മരണയില് സന്തോഷമായിട്ട് ഗുരുവിന്റെ അടുത്ത് അദ്ദേഹം കാണിച്ചു കൊടുത്ത വഴിയിൽ അദ്ദേഹം തന്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. വാൽമീകിയെ പോലെ ഒരാള് തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ സീത എന്തിനു വിഷമിക്കണം? അത്രയും നന്നായിട്ട് അവരെ രാമായണം പറഞ്ഞ് പഠിപ്പിച്ച് തിരിച്ച് അയോധ്യയിൽ അയക്കുകയാണ് ആര്? വാൽമീകി. കാരണം വാൽമീകിയുടെ ഉള്ളില് ചെറിയ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഈ ജന്മത്തിൽ രാമനെയും സീതയും യോജിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് പിന്നെ ആ ഒരു സുന്ദര ബ്രാഹ്മണനായിട്ട് പറഞ്ഞ കൃഷ്ണനെയും രുക്മിണിയെയും യോജിപ്പിച്ചത്. അതിനാണ് ഈ കുട്ടികളെ പറഞ്ഞയച്ചത്. രാമന്റെ മുമ്പിൽ ചെന്ന് പാടൂ, രാമനോട് ചോദിക്കൂ, ചെയ്തത് ശരിയാണോ? വൈദേഹിയെ, ജാനകിയെ, മൈഥിലിയെ, നിന്റെ അർത്ഥ ഭാഗമായിട്ടിരിക്കുന്ന രാജകുമാരിയെ ഈ കൊട്ടാരത്തിൽ വാഴിക്കേണ്ടതല്ലേ? എന്തിന് ആ അമ്മയും കുഞ്ഞുങ്ങളെയും കാട്ടിൽ ഉപേക്ഷിച്ചു? ചെന്ന് അച്ഛന്റെ മുമ്പിൽ നിന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് രാമായണ ശ്ലോകങ്ങൾ മുഴുവൻ ചെന്ന് നിന്ന് ആ അയോധ്യയിൽ രാമന്റെ മുമ്പിൽ പാടുകയാണ്. അപ്പൊ അവിടെ നിന്ന സദസ്സിൽ ഒരാൾ വീണ്ടും പറയുന്നു, ഇനിയും സീത അഗ്നിപ്രവേശം ചെയ്യണം. അവിടെ ഏതോ ഒരു വിഡ്ഢി അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു. ഇതാണ് മനുഷ്യ മനസ്സ്. നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിച്ചാലും ഏതെങ്കിലും ഒരാൾ വിഡ്ഢിത്തരത്തിൽ എന്തെങ്കിലും പറയുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. രാമന്റെ മനസ്സിനെ ബാധിച്ചിട്ടല്ല അത് രാമൻ ചെയ്യണത്. കാരണം രാമന്റെ നിയോഗത്തിന് സമയമായി. അദ്ദേഹത്തിന് സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്യണം. തന്റെ ധാമത്തില് പോവേണ്ട അവിടെയായിട്ടുള്ള നിയോഗങ്ങളുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ എന്ത് ചെയ്തു? രാമൻ പറയുന്നുണ്ട് ഇനിയും ഈ പറഞ്ഞ ആളിന് വേണ്ടിയിട്ട്. അപ്പൊ വസിഷ്ഠനൊക്കെ വളരെ മിണ്ടാതെ കോപത്തോടെ ഇരിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇനിയും സീത അഗ്നിപ്രവേശം ചെയ്യണം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ മനസ്സിലായി സമയമായി. ഒന്നും മിണ്ടുന്നില്ല. കാരണം അതായത് തന്റെ ആ ഒരു ലാസ്റ്റ് യാത്ര, തന്റെ അവസാനത്തെ യാത്രയ്ക്കുള്ള ആ ഒരു ജലസമാധിക്കുള്ള സമയമായി എന്ന് മനസ്സിലായിട്ടാണ് മിണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ആ മക്കൾക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മക്കളെ രാജ്യഭാരം കൊടുക്കണം, ലവകുശന്മാരായിരിക്കും അയോധ്യ ഭരിക്കുന്നത്, അവർക്ക് കൊടുക്കും. പിന്നെ ഇനി സീതയുമായിട്ട് ഇനി ഒരു സംയോഗം, സീതയെ ഇനി കണ്ടുമുട്ടാനല്ല, സീത തന്റെ ശരീരം വന്നിടത്ത് ലയിക്കട്ടെ, അവിടെ വെച്ച് ഞങ്ങൾക്ക് യോഗമുണ്ടാകും. സീത ഒരിക്കലും രാമനെ പിരിയുന്നില്ല. സീതയും രാമനും ശിവപാർവതിമാരെ പോലെ വാക്കും അർത്ഥവും പോലെ ജഗത് മാതാപിതാക്കളാണ്. അവര് ഞങ്ങൾ മനസ്സുകൊണ്ട് ഒരിക്കലും പിരിഞ്ഞിട്ടില്ല, ഇനി പിരിയുമില്ല. അപ്പൊ ശരീരം കൊണ്ട് എനിക്ക് സീതയെ കാണാൻ പറ്റും തോന്നുന്നില്ല. ആ പറഞ്ഞ എന്താ പറയാ, ആ യാഗത്തിന് പോലും അദ്ദേഹം സ്വർണ്ണ സീതയെ, കാഞ്ചന സീതയെ ഉണ്ടാക്കിയാണ് തന്റെ അടുത്തിരുത്തുന്നത്. അപ്പൊ ഇനി ഒരു സംയോഗം ഇവിടെ വേണ്ട, മനുഷ്യ ശരീരത്തിൽ വേണ്ട, കർമ്മങ്ങള് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ലയനം മതി എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതാണ് ഒരു കർമ്മയോഗി. ആ രാമൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കർമ്മയോഗി. മക്കളെ കണ്ടിട്ട് പോലും മനസ്സിൽ യാതൊരു സ്നേഹമെല്ലാം ഉണ്ട്, പക്ഷെ ഉള്ളിലെല്ലാം ഒതുക്കി തന്റെ കർമ്മം, നിയോഗിച്ച കർമ്മം നന്നായിട്ട് പൂർത്തീകരിച്ചിട്ട് എന്താ അദ്ദേഹം ചെയ്യുന്നത്? സരയൂ നദിയില് ശരീരത്യാഗം ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു സമാധിസ്ഥനായിട്ട്, ഒരു കർമ്മയോഗിയായിട്ട് കൂടെയുള്ള എല്ലാ ചരാചരങ്ങളോടും പറയാണ്, ഞാനിത് ജലത്തില് അമർന്നു ജലസമാധിക്ക് പോവാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ജലസമാധികൾ. അതായത് സിദ്ധന്മാര്, ഈ സമാധി സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സിദ്ധന്മാരുടെയാണ്. അതായത് സിദ്ധിച്ചു, ആ യോഗം സിദ്ധിച്ചവര്, ആ ജീവാത്മ പരമാത്മ ഐക്യം ശരീരത്തിലിരുന്ന് സിദ്ധിച്ചവരാണ് നമ്മൾ സിദ്ധന്മാരെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ 18 സിദ്ധന്മാര്, അവർക്കെല്ലാം പ്രത്യേക അമ്പലങ്ങളുണ്ട്. അവരുടെ എനർജി അവർ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ നിലനിൽക്കും. അതാണ് സമാധി സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. നമ്മളാണെങ്കിലും കേരളത്തിൽ ഒരു സമാധി സ്ഥലം പോലും ഇല്ല. കാരണം അവിടെ സമാധിക്ക് ഒരുക്കല്ല, അവസാനം വരെയും ആ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സ്ട്രഗിൾ ചെയ്യുക.
ആ ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം പോലെ അല്ലെ, കാലത്തിന്റെ വായിൽ പെരുമ്പാമ്പിന്റെ വായിൽ പോണ തവളെ പോലെ ലാസ്റ്റ് 85 വയസ്സിലും 90 വയസ്സിലും ആ നാക്കുകൊണ്ട് സുഖങ്ങള് എത്ര പറ്റുമോ ലാസ്റ്റ് മിനിറ്റ് വരെ എന്താ പറയാ നമുക്ക് സമാധി വേണ്ട, ലാസ്റ്റ് മിനിറ്റ് വരെ സുഖം എന്നുള്ളതാണ് നമ്മുടെ ഡിക്ഷണറിയിലുള്ളത്. അപ്പോൾ ഇവിടെ ജീവസമാധി ഇല്ല. അവിടെയാണെങ്കിലോ ഒരുപാട് ജീവസമാധി കാണാം നമുക്ക്. ഓരോരുത്തർ ഇത് ഇന്ന ആള് ഈ സിദ്ധൻ ജീവസമാധി ചെയ്താണ്, അവിടെയൊക്കെ ക്ഷേത്രങ്ങൾ ഉയരുന്നുണ്ട് അവരുടെ ഇഷ്ടദേവതയുടെ. അപ്പൊ എന്താ നമ്മുടെ ജീവസമാധി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സമാധി അവസ്ഥയിൽ യോഗം ചെയ്തിരിക്കുന്ന അവസ്ഥ. വളരെ കുറച്ച് മാത്രമേ ഈ അവസ്ഥ നമ്മൾ ഇവിടെ കാണാറുള്ളൂ. അപ്പൊ 18 സിദ്ധന്മാര് നമുക്ക് എന്താ പറയാ കാണിച്ചു തരുന്നത് ഇത് നടക്കും, ഇത് പറ്റും എന്നുള്ളത് അവര് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് സിദ്ധന്മാര്. അപ്പൊ ജീവസമാധി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ സമാധി അവരെ ദഹിപ്പിക്കില്ല. അവരുടെ ശരീരം അവിടെ തുറന്നു നോക്കുമ്പോൾ അവർക്ക് ശരീരം ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കും, യാതൊരു കേടുപാടും വരില്ല, ഒരു ജീവസ്പന്ദനവും കാണും. അതാണ് അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ പറയും എനിക്കിത് മതി. അവിടെ ഇരിക്കുന്നവരുടെ എനർജി ആ ചുറ്റും പരന്നിട്ട് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. എന്നിട്ട് എന്താ അവര് എപ്പോഴും ശരീരം വിടണം തോന്നുന്നു ശരീരം വിട്ടുപോകും. പിന്നെ അതിനകത്ത് തന്നെ അവരിരുന്നിടത്തൊക്കെ കുറച്ച് പുഷ്പങ്ങളോ കുറച്ച് എന്താ പൊടിയോ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ. അത്രയ്ക്ക് അവർക്ക് ശരീരം പോലും എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ തന്റെ യോഗ സമാധിയിൽ അവസാനം ആ ജഡന്റെ അമ്പേറ്റപ്പോ ആ ഒരു അമ്പേറ്റ് കഴിഞ്ഞപ്പോ അവിടെ കൃഷ്ണന്റെ ശരീരമേ കണ്ടില്ല എന്ന് പറയില്ലേ, അതുകൊണ്ട് യോഗ ശരീരമാണ്. അവർ യോഗം ചെയ്ത് ഈ പറഞ്ഞ അസ്ഥികളും രക്തവും ഒന്നും ഇല്ലാത്ത അവസ്ഥ, അവർക്ക് ഭക്ഷണമില്ല. അപ്പൊ അവർക്ക് ആ പ്രപഞ്ചത്തിന്റെ ഊർജമാണ് അവർ ശേഖരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ സമാധിസ്ഥമായിട്ടിരിക്കുന്നു. അപ്പൊ രാമൻ എന്താ തന്റെ കൂടെ ഉള്ളവരെല്ലാം ആ ഒരു സിദ്ധനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ട് ആ സിദ്ധി എന്താണ് സാധ്യമായിട്ടുള്ളത് ഒരു പുരുഷൻ അത് നേടിയെടുക്കുന്ന ആ കർമ്മങ്ങളിലൂടെ തന്റെ നിയോഗങ്ങളിലൂടെ നേടിയെടുത്ത് സിദ്ധനായി തീർന്ന് സമാധി അവസ്ഥയിലെത്തുകയാണ് അദ്ദേഹം. രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പൊ എന്താ നമ്മുടെ ജാഗ്രത എന്നുള്ളത് നമ്മുടെ ആ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്വപ്നാവസ്ഥയില് നമ്മൾ ഇറങ്ങി. ആ ജലം എന്ന് പറഞ്ഞാൽ എന്താ ശരീരം നമ്മൾ 72% വെള്ളമാണ്. ആ ശരീരത്തിൽ നിന്ന് ആ ഉണർന്നിരിക്കുന്ന ശരീരബോധത്തിൽ നിന്ന് നമ്മളെ സ്വപ്നാവസ്ഥയിൽ നിന്ന് സുഷുപ്തിയിലേക്കുള്ള യാത്ര, അതാണ് അദ്ദേഹം ആ ജലസമാധി സരയൂ നദിയിൽ ഇറങ്ങി. അവിടുന്ന് എന്താ പിന്നെ ഉണരുന്നത് എവിടെയാ? പിന്നെ രാമനെ നമ്മൾ കാണുന്നത് അടുത്ത ഒരു അവതാരത്തിലാണ് കൃഷ്ണനായിട്ട്. അപ്പൊ ഈ സൂര്യമണ്ഡലത്തിലെ രാമൻ തന്റെ സൂര്യമണ്ഡലത്തെ ശരീരമാകുന്ന സൂര്യമണ്ഡലം അതിക്രമിച്ചപ്പോ എവിടെ വന്നു? കൃഷ്ണനായിട്ട്. എവിടെ? ചന്ദ്രവംശത്തിലെ മനസ്സിന്റെ അധിപനായിട്ട്, യോഗേശ്വരനായിട്ട്. അതായത് സുഷുപ്തി അവസ്ഥയിൽ എന്തുമായിട്ടാണോ നമ്മൾ യോഗം ചെയ്തിരിക്കുന്ന ആ ചന്ദ്രമണ്ഡലത്തില് സോമമണ്ഡലത്തില് പിന്നെ നമ്മൾ ഉണരുകയാണ്. അപ്പോ സൂര്യൻ എന്ന ജാഗ്രതാവസ്ഥയിൽ നിന്ന് എന്താ ഉണർന്നിരിക്കുന്ന മനസ്സിന്റെ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് സോമമണ്ഡലത്തിൽ എത്തിച്ചേരണം. അതാണ് യോഗം. അവിടെ നിന്നേ നമുക്ക് യോഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോ കൃഷ്ണനെ എന്താ നമ്മൾ യോഗേശ്വര കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരനായിരിക്കണ അർജുനനുള്ളിടത്ത് എവിടെ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനുണ്ടോ അവിടെ എന്താ തത്ര ശ്രീർ വിജയോർഭൂതി, അവിടെ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ പറഞ്ഞ അസ്ത്രശസ്ത്രാദികളെല്ലാം തന്നെ അർജുനന്റെ ഈ പറയുന്ന കൃഷ്ണന്റെ അനുഗ്രഹമാണ്. കൃഷ്ണൻ തേരോടിക്കുന്നത് കൊണ്ടാണ്. കൃഷ്ണന്റെ കയ്യില് തന്റെ ആ ജീവിതത്തിന്റെ കടിഞ്ഞാണ് അർജുനൻ ഏൽപ്പിച്ചു കൊടുത്തു. സാഷ്ടാംഗം പ്രണമിച്ച് തന്റെ ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അവിടെ കൊടുത്തപ്പോ ആരായിട്ട് മാറി? ആ തേരാളി ഈ പറഞ്ഞ കൃഷ്ണനായി. അവിടെ എന്താ കൃഷ്ണൻ ഓടിക്കുന്ന തേരില് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ കൊടിക്കൂറയിൽ ഹനുമാൻ ഇരുന്ന് എല്ലാം തന്റെ പ്രാണശക്തി എല്ലാം വീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്താണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന യോഗേശ്വരനിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ രാമായണം. അവിടെ യോഗം ചെയ്യണം. നമ്മള് സൂര്യനിൽ നിന്ന് ചന്ദ്രനിലോട്ട് എത്തണം. ആ ഒരു സൂര്യൻ എന്ന് പറഞ്ഞാൽ തപിപ്പിക്കണം. തപ അത് ഒരുപാട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം. നല്ല ധാർമ്മികമായിട്ടുള്ള ആ സൂര്യമണ്ഡലത്തിൽ ഇരിക്കുന്ന മനസ്സ് കർമ്മങ്ങൾക്ക് അധീനമാണ്. അതിനെന്ത് ചെയ്യണം? ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഉപേക്ഷിക്കണമെന്ന് രാമൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ജീവിച്ച രാമൻ പിന്നെ എന്ത് അവതാരത്തിലെടുക്കുന്നു? ഒരു ചന്ദ്രനായിട്ട് കുളിർമയുള്ള ആ സുന്ദരമായിട്ട് നല്ല പ്രകാശത്തെ പൊഴിക്കുന്ന ശീതളിമ ചെയ്യുന്ന ഔഷധ ശുദ്ധിയുള്ള ആ ചന്ദ്രമണ്ഡലത്തിലേക്ക് പൊങ്ങുകയാണ്, കൃഷ്ണനായിട്ട് അവതരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവാത്മാവ് സൂര്യമണ്ഡലമാകുന്ന തലം കഴിഞ്ഞ് ചന്ദ്രമണ്ഡലത്തിൽ എത്തുമ്പോൾ നമുക്ക് യോഗം സംഭവിക്കും. അവിടെയേ യോഗം നടക്കുള്ളൂ. ആ ഒരു തപസ് കൊണ്ട് ഏകാഗ്രമായിട്ടുള്ള മനസ്സിനെ
സൂര്യമണ്ഡലത്തിൽ നിന്ന് ചന്ദ്രമണ്ഡലം. നോക്കൂ, രാമനെ താടകയെ വധിക്കാനായിട്ട് വെറും 15 വയസ്സുള്ള കുട്ടിക്ക് 20 വയസ്സിലൊക്കെ കൊല്ലാൻ പറ്റുള്ളൂ താടകയെ. ഈ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ യോഗശക്തി വർദ്ധിക്കുന്നതാണ് രാമനും കൃഷ്ണനും കാണിക്കുന്നത്. 15 ദിവസം പ്രായമുള്ള കൃഷ്ണൻ എന്താ ശകടാസുരനെയൊക്കെ കൊല്ലുന്നു, കാളിയമർദ്ദനം 5 വയസ്സിൽ ചെയ്യണു. വെറും 15 ദിവസത്തില് ആരെ കൊല്ലുന്നു? പൂതനെ കൊല്ലുക. പാല് കുടിച്ചു ആ ജീവനെ തന്നിലോട്ട് ചേർക്കുക. അത്ര ഹയർ പവർ നേടുകയാണ്. സൂര്യമണ്ഡലത്തിൽ നിന്ന് ജീവൻ ചന്ദ്രമണ്ഡലത്തിൽ കടന്നപ്പോ. അപ്പോ എന്താ ഇത്? അത്ഭുതങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ജീവന്റെ യാത്ര തന്നെയാണ്. അത് കൃഷ്ണന് സാധിക്കും, രാമന് സാധിക്കും എന്ന് വിശ്വത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ തലം എന്ന് പറയുന്നത് ഒരു ഫാന്റസിയാണ്, അല്ലെ? ഫാന്റാസിയ എന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രിക ലോകമാണ് മനസ്സെന്ന് പറയുന്നത്. അവിടെ ആ മനസ്സിൽ എന്തും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. വളരെ അമാനുഷികമായിട്ടുള്ള ദൂരവ്യാപകങ്ങളായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിന് കഴിയും. ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്താമണി ഗൃഹത്തിൽ ചെത്താൻ നമ്മുടെ മനസ്സാകുന്ന മാന്ത്രിക കുതിരയ്ക്ക് പറ്റും, ഇല്ലേ? നമ്മൾ കാണണില്ലേ? ഇമാജിൻ ചെയ്യണില്ലേ? ഭാവനോപനിഷത്ത് എന്താണ്? അവിടെ ചെന്ന് മഹാപത്മാടവിലിരിക്കുന്ന ശ്രീചക്രത്തിന്റെ ബിന്ദു മധ്യത്തിലിരിക്കുന്ന അമ്മയെ നമ്മൾ ഇമാജിൻ ചെയ്യണു. നമ്മൾ എവിടെ ഇരിക്കണു? ശരീരത്തിൽ ഇവിടെ ഇരിക്കണു. പക്ഷെ മനസ്സ് എന്താ പറയാ, ആ ഒരു മനസ്സിന്റെ വേഗത എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത, ആ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതാണ് എം എന്ന് പറയാ, E=mc². മാറ്റർ പ്ലസ് c² എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വെലോസിറ്റി. അത്ര പെട്ടെന്ന് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതാണ് വിമാനം. വിമാനത്തിൽ സഞ്ചരിക്കുക, മന്ത്രപൂരിതമായിട്ടുള്ള മനസ്സിന്റെ സഞ്ചാരം. അപ്പൊ ആ മാന്ത്രിക കുതിര ദൂരെ എന്താ പറയാ, ആ ഭാവനകൾ ദൂരെയല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ അടുത്ത് സൃഷ്ടിക്കാനും കഴിയും, ദൂരെ ആക്കാനും മനസ്സിന് കഴിയും. അപ്പോ നമ്മുടെ ഭാവങ്ങളും ഭാവനയും അനുസരിച്ച് സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് മനസ്സ്. ആ മനസ്സിനെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളെ, ഈ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് എന്താ, ആ ഒരു ഭഗവാൻ എന്നാ കൃഷ്ണൻ ഉണ്ടാകുന്നത്? അഷ്ടമി രോഹിണി ദിവസം. ആ നക്ഷത്രത്തിൽ അഷ്ടമിയും രോഹിണിയും ആ തീയതി. അഷ്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ. അഷ്ടമി ദളിക അഷ്ടമി ചന്ദ്രനാണ് ഭഗവതിയുടെ കിരീടത്തിൽ ഇരിക്കുന്നത്, തേയ്മാനം സംഭവിക്കാത്ത, അതായത് ആ സുഖദുഃഖത്തിൽ മാറാത്ത ചന്ദ്രൻ. അതിനെയാണ് ദേവി കിരീടത്തിൽ വെച്ചിരിക്കുന്നത്. ആ അഷ്ടമി ദിവസത്തില്, രോഹിണി ദിവസം നക്ഷത്രത്തില് ആകാശത്ത് ഉദിച്ചുയരുന്നു. അപ്പോഴാണ് ആര്? രാത്രി 12 മണിക്ക് ഉദിച്ചതാണ് ആ കൃഷ്ണ അവതാരം. നമ്മൾ കൃഷ്ണാവതാരത്തെ കാണുന്നു. രാത്രി ഇരുട്ട്, അജ്ഞാനമാകുന്ന ആ ഇരുട്ട് അതിൽ നിന്ന് മാറിയിട്ട് സൂര്യമണ്ഡലത്തിലെ തപസ് കൊണ്ട് ജീവാത്മാവ് എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ച് കാവൽക്കാരെ എല്ലാം മാറ്റിയിട്ട് വസുദേവരെ തന്റെ ആ കുഞ്ഞിനെ എടുത്ത് കുട്ടയില് കാളിന്തി നദി വകഞ്ഞു വന്ന് അവിടെ എവിടെ വരണു? ഈ പറഞ്ഞ കംസന്റെ പൂട്ടുകള്, ആ പറഞ്ഞ നമ്മുടെ കംസനാകുന്ന കാമക്രോധങ്ങളുടെ പൂട്ടുകളെയൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കുട്ടയ്ക്കകത്ത് കുഞ്ഞിനെയും എടുത്ത് മഴത്തില് കാളിന്തി നദിയിലൂടെ കാളിയൻ കൊട പിടിച്ച് ആ കൃഷ്ണനെ എവിടെ കൊണ്ടെത്തിക്കുന്നു? എത്തേണ്ടടുത്ത് യശോദാമ്മയുടെ അടുത്ത് കൊണ്ടെത്തിക്കുകയാണ് കൃഷ്ണനെ. അപ്പൊ എന്താ, നമ്മളിപ്പോ എവിടെ? ആ ഒരു അർദ്ധരാത്രിയില് 12 മണിക്ക്, അതാണ് മിഡ് നൈറ്റ്, ആ ഒരു സന്ധി സമയം. എവിടെയാണോ അജ്ഞാനം ഉണരുന്നത്, അജ്ഞാനത്തിന് കംപ്ലീറ്റ് നാശം വരുമ്പോൾ അവിടെ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ അവതരിച്ചു. വെളിയിൽ മാത്രമല്ല, അഷ്ടമി രോഹിണി എന്ന് പറയുമ്പോൾ ആ രോഹിണി നക്ഷത്ര ജാതനായിട്ടുള്ള കൃഷ്ണൻ. രോഹിണി നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. 27 നക്ഷത്രങ്ങളില് ദേവിയുടെ ഒരു പ്രത്യേക അത് നമ്മള് ലളിതാ സഹസ്രനാമത്തിൽ കാണും. രോഹിണി എന്ന് പറയുന്നത് യോഗം ചെയ്യണമെന്നാണ് അർത്ഥം. ആ രോഹിണി നക്ഷത്രത്തില് രാത്രി 12 മണിക്ക് ആ പറഞ്ഞ ഭഗവാൻ ആര് ജയിച്ചു? കൃഷ്ണചന്ദ്രൻ. കൃഷ്ണൻ എന്ന് പറയുന്ന ചന്ദ്രന്റെ ഉദയം. എവിടെ? സൂര്യനായിട്ടിരിക്കുന്ന രാമചന്ദ്രൻ അഗ്നിയിൽ നിന്ന് വന്നു. ആ പായസം കഴിച്ചിട്ട് ആ തപിക്കുന്ന തപസ്സിന്റെ പ്രതീകമായിട്ട് രാമൻ വന്നു. ആ കൃഷ്ണനോ നമ്മളെ യോജിപ്പിച്ചു, യോഗേശ്വരനായിട്ട് വന്ന് യോജിപ്പിച്ചു. ഒന്ന് സൂര്യന്റെ പ്രഭ, മറ്റത് ചന്ദ്രന്റെ ശീതളിമ. അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വേണം രാമായണത്തിനെ പഠിക്കാൻ. ഇത് മാനസിക വിഭ്രാന്തിയില് കുറെ ആളുകൾ വളരെ ഗുണം കെട്ട അവസ്ഥയിൽ നമ്മൾ ഇന്ന് രാമായണത്തിനെ കണ്ട് അധപ്പതിച്ചുകൊണ്ടാണ് നമ്മളും അത് സത്യത്തെ അറിയാതെ പോയത്. നമ്മുടെ കുറ്റമല്ല. കാരണം ഒരു ശുദ്ധ വെജിറ്റേറിയനിസം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രചരിപ്പിച്ച ആള് ബർണാഡ് ഷാ, നമുക്കറിയാം. അദ്ദേഹം ഒരു ആംഗലേയ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം ശുദ്ധ വെജിറ്റേറിയൻ ആണ്. അത് പറഞ്ഞപ്പോ പറഞ്ഞു കള്ളാണ്, അങ്ങേര് അതെല്ലാം കഴിക്കണമെന്ന്. പക്ഷെ അങ്ങേര് പറഞ്ഞു സാരമില്ല, അത് പ്രായത്തിന്റെ ഒരു മതിഭ്രമമാണ്. ഒരു ചിന്തയ്ക്ക് ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് എല്ലാം ചിന്തിക്കും, എല്ലാത്തിനും വിടണം എന്നൊക്കെ പറയും. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രായം, കാലമാണ് അവർക്ക് മാറ്റം വരുത്തുന്നത്. അവരുടെ മാംസം കടിച്ചു പറിക്കുന്ന പല്ലുകളൊക്കെ പോകുമ്പോൾ അവര് വെജിറ്റേറിയൻ ആയിക്കൊള്ളും. താനേ നമ്മളത് ഉപേക്ഷിക്കും. അതാണ് പല്ല് കൊഴിയുമ്പോൾ കാലം ചെല്ലുമ്പോൾ എന്നുള്ള വാക്ക്. കാരണം കാലത്തിൽ നമുക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ വെജിറ്റേറിയൻ ആയിക്കോളും. അവരെ ഫോഴ്സ് ചെയ്യണ്ടെന്ന് പറയാൻ കാരണം, ഒന്നും നമുക്ക് അടിച്ചേൽപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അത് ഉൾക്കൊള്ളണം. അതിനെന്താ? മനസ്സിന് പക്വത വരണം.
ആ മനസ്സിന് പക്വത വരണമെങ്കിൽ എന്ത് ചെയ്യണം? പക്വമായിട്ട് ചിന്തിക്കണം, പക്വമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യണം. ആ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ ഒരു മന്ത്രം വേണം, ഒരു ഉപാസന വേണം. എങ്കിൽ മാത്രമേ മനസ്സിനെ അവിടെ കൊണ്ടെത്താൻ പറ്റുള്ളൂ. അയ്യോ, ഇന്ന് ഞാൻ ശംഭൂകനെ കൂടെ തീർക്കാന്ന് വിചാരിച്ചു, പറ്റില്ല. നാളെ രാവിലെ നമുക്ക് ശംഭൂകനെ കാണാം. അദ്ദേഹത്തിന്റെ സരയൂ നദിക്ക് മുമ്പേ അദ്ദേഹത്തിന്റെ ആ പറഞ്ഞ ഉത്തരഖണ്ഡത്തിലെ ഒരാളുണ്ട്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ശംഭൂകൻ. ശംഭൂകൻ എന്ന ശംഭൂകൻ ശൂദ്രന്റെ തപസ്, അദ്ദേഹം തലവെട്ടാൻ പറയുന്നതും അതിൽ നിന്നുള്ള യാത്ര. നാളെ തീർച്ചയായിട്ടും നമുക്കത് തീർക്കാം. കഴിയുന്നതും ഈ 3-4 ദിവസം കൊണ്ട്, ഈ 2 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നാളെ ശംഭൂകൻ, സരയൂ നദിയിലെ സമാധി, ഇതെല്ലാം കഴിഞ്ഞ് 4 ഭാവങ്ങൾ, മനസ്സിന്റെ 4 തലങ്ങള്, ഈ പറഞ്ഞ ആ 4 മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തെ ഏകമായിട്ട് വാസുദേവനായിട്ട് മാറ്റണം നമുക്ക്. അപ്പോ മറ്റന്നാള് രാമഹൃദയ മന്ത്രം തുടങ്ങുന്ന വിധത്തില് നാളെ നമുക്ക് ഇത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കുറച്ച് സമയം കൂടിപ്പോയി. സന്ധ്യയല്ലേ, നമ്മൾ ജപിക്കുന്ന രാമനാമം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദേവിയും രാമനും ഒന്നും വ്യത്യാസമല്ല. അപ്പൊ നമ്മൾ ഈ സന്ധ്യക്ക് ഇത് പറഞ്ഞതെല്ലാം കർക്കടക മാസത്തില് ഏത് ദിവസം ഇരുന്ന് രാമമന്ത്രം ജപിച്ചാലും അത് കർക്കടക മാസം എന്നല്ല ഞാൻ പറഞ്ഞത്, കർമ്മമാസമാണ്. നമ്മുടെ കർമ്മശുദ്ധി വരുത്തും. നമുക്ക് ആ കർമ്മശുദ്ധി, മനസ്സിന്റെ ശുദ്ധി വന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി എത്തേണ്ടടുത്ത് നമ്മുടെ മനസ്സിനെ എത്തിച്ച് ആ ഒരു സുഖമായിട്ടുള്ള അവസ്ഥ, ആ ഒരു സുഖാരാധ്യയാണ് നമ്മുടെ അമ്മ. ആ ലളിതാ പരമേശ്വരിയുടെ പാദപത്മങ്ങളിൽ നമുക്കെല്ലാം സമർപ്പിച്ച് നാളെ രാവിലെ വീണ്ടും ശംഭൂകന്റെ കഥയിലൂടെ യാത്ര തുടരാം. ഓം ശ്രീ മാത്രേ നമഃ.